ഹല്ലേലൂയ. ഈശോയെ നന്ദി. പരിശുദ്ധാത്മാവേ നന്ദി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കരുണയുടെ തിരുനാളിന് ഒരുക്കമായിട്ടുള്ള കരുണക്കടൽ എന്ന വചന ശുശ്രൂഷയിലേക്ക് ഈശോയുടെ നാമത്തിൽ ഏവർക്കും സ്വാഗതം. ഹല്ലേലൂയ. ലോകത്തിൻ്റെ വ്യത്യസ്ത ദിക്കുകളിലായിരുന്ന് ചാനലുകളിലൂടെയും ടെലിവിഷനിലൂടെയും യൂട്യൂബ് ചാനലിലൂടെയും ഒക്കെ ഈ ശുശ്രൂഷയെ പങ്കെടുക്കുന്ന നമ്മളേവരെയും ഈശോയുടെ നാമത്തിൽ അവിടുന്ന് തന്നെ ഒന്നിപ്പിക്കട്ടെ. എൻ്റെ നാമത്തിൽ 2-3 പേർ ഒരുമിച്ച് കൂടുന്നിടത്ത് അവരുടെ മധ്യേ ഞാൻ ഉണ്ടായിരിക്കും എന്ന കർത്താവിൻ്റെ വാഗ്ദാന പ്രകാരം ഈ സമയം നമുക്ക് എളിമയോടെ കർത്താവിനോട് പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങളുടെ കൂട്ടായ്മയിൽ ശുശ്രൂഷ നടത്തുന്നവരിലും ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നവരിലും ഇതിനുവേണ്ടി അധ്വാനിക്കുന്ന ഓരോ ശുശ്രൂഷകരിലും ഇതിനുവേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരുടെ മേലും അങ്ങയുടെ സാന്നിധ്യം അയക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. കരുണക്കടൽ എന്ന ശുശ്രൂഷയിൽ 2-ാം ദിനത്തിൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ ചിന്തിക്കുന്ന അടിസ്ഥാനപരമായൊരു വിഷയം യേശയ്യായുടെ പ്രവചനം 40-ാം അധ്യായത്തിൽ 29 മുതലുള്ള വാക്യങ്ങൾ. തളർന്നവന് അവിടുന്ന് ബലം നൽകുന്നു, ദുർബലന് ശക്തി പകരുകയും ചെയ്യുന്നു. തളർന്നവന് അവിടുന്ന് ബലം നൽകുന്നു, ദുർബലന് ശക്തി പകരുകയും ചെയ്യുന്നു. അടുത്ത വാക്യങ്ങൾ, യുവാക്കൾ പോലും തളരുകയും ക്ഷീണിക്കുകയും ചെയ്തേക്കാം, ചെറുപ്പക്കാർ ശക്തിയറ്റ് വീഴാം, എന്നാൽ ദൈവത്തിൽ ആശ്രയിക്കുന്നവർ വീണ്ടും ശക്തി പ്രാപിക്കും. ദൈവത്തിൽ ആശ്രയിക്കുന്നവർ വീണ്ടും ശക്തി പ്രാപിക്കും. ലോകത്തിൻ്റെ വ്യത്യസ്ത ദിക്കുകളായിരുന്ന് ടെക്കീന ചാനലിലൂടെ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന നാം ഓരോരുത്തരും യഥാർത്ഥത്തിൽ ദൈവത്തിൽ ആശ്രയിക്കുന്നവരാണ്. അതുകൊണ്ടാണല്ലോ ഈ സമയം നമ്മൾ കർത്താവിൻ്റെ വചനം ശ്രവിക്കാൻ വേണ്ടി മാറ്റിവെച്ചത്. ഈ സമയത്ത് ഈശോയുടെ നാമത്തിൽ നമ്മൾ ഒരുമിച്ച് കൂടിയത് കർത്താവിൽ ആശ്രയിക്കുന്നവരായതുകൊണ്ടാണല്ലോ. അതിനാൽ പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ വചന ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോരുത്തർക്കും ദൈവത്തിൻ്റെ വചനം നൽകുന്ന വാഗ്ദാനമാണ്. തളർന്നവന് അവിടുന്ന് ബലം നൽകും, ദുർബലന് ശക്തി പകരുകയും ചെയ്യും. പ്രിയപ്പെട്ട സഹോദര, പ്രിയപ്പെട്ട സഹോദരി, നീ ഇന്ന് ഏതെങ്കിലും മേഖലയിൽ തളർന്ന വ്യക്തിയാണോ? ഏതെങ്കിലും മേഖലയിൽ ദുർബലനായി തീർന്നിട്ടുണ്ടോ, ദുർബലയായി തീർന്നിട്ടുണ്ടോ? എങ്കിൽ നിന്നെ ശക്തിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇന്ന് കർത്താവ് ഈ ശുശ്രൂഷ ഒരുക്കിയിട്ടുള്ളത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിൻ്റെ ശക്തി മുഴുവൻ വരുന്നത് പരിശുദ്ധാത്മാവിൽ നിന്നാണ്. അതുകൊണ്ടാണല്ലോ ശിഷ്യന്മാരോട് ഈശോ പറഞ്ഞത്, 3 വർഷം ഈശോയുടെ കൂടെ നടന്ന് ഈശോയിൽ നിന്ന് നേരിട്ട് വചനം ശ്രവിച്ചു. ഈശോ ചെയ്ത എല്ലാ അത്ഭുതങ്ങളും അടയാളങ്ങളും കണ്ടു. ഈശോയുടെ നാമത്തിൽ അത്ഭുതങ്ങൾ ചെയ്തു. അവർ ഈശോയുടെ കൂടെ നടന്നവരാണ്. കാണുകയും കേൾക്കുകയും കർത്താവിൻ്റെ സാന്നിധ്യവും അവിടുത്തെ മഹത്വത്തിൻ്റെ സാന്നിധ്യവും അനുഭവിച്ചറിയുകയും ചെയ്തവരാണ്. എന്നിട്ടും ഈശോ അവരോട് അവസാന നാളുകളിൽ പറഞ്ഞു, നിങ്ങൾ ജെറുസലേം വിട്ടു പോകരുത്, നിങ്ങൾ ജെറുസലേം വിട്ടു പോകരുത്. കാര്യം ശരിയാണ്, നിങ്ങൾ ഒത്തിരി വചനം കേട്ടു, 3 വർഷം നിങ്ങൾ വചനം കേട്ടു, നിങ്ങൾ ഒത്തിരി അത്ഭുതങ്ങൾ കണ്ടു, നിങ്ങൾ ഒത്തിരി അടയാളങ്ങൾ കണ്ടു, നിങ്ങളിലൂടെയും ദൈവത്തിൻ്റെ ശക്തി വെളിപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഈശോ പറഞ്ഞു, നിങ്ങൾ ജെറുസലേം വിട്ടു പോകരുത്, എൻ്റെ പിതാവിൻ്റെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവിന് വേണ്ടി കാത്തിരിക്കുവിൻ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ എന്തൊക്കെ കണ്ടാലും എന്തൊക്കെ കേട്ടാലും ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളിൽ വന്ന് നിറയുന്നില്ലെങ്കിൽ നമ്മുടെ ആഗ്രഹങ്ങളും പ്രതീക്ഷകളും വൃഥാവിലായിത്തീരും. ഈശോയുടെ പിന്നാലെ പോയ ശിഷ്യന്മാരുടെ വലിയ സ്വപ്നമായിരുന്നു നമുക്ക് അവൻ്റെ കൂടെ പോയി മരിക്കാമെന്നൊക്കെ വലിയ അഭിമാനത്തോടെ പറഞ്ഞവരാണ്. പക്ഷേ അവൻ്റെ കൂടെ പോയി മരിക്കാമെന്ന് പറഞ്ഞ തോമാസ് ലീഗ എന്നും ഈശോ കുരിശിൽ മരിക്കുമ്പോൾ കുരിശിന് ചവിട്ടിലില്ല. ആരൊക്കെ തള്ളി പറഞ്ഞാലും ഞാൻ തള്ളി പറയില്ല എന്ന് വലിയ ധൈര്യത്തോട് പറഞ്ഞ പത്രോസ് അപ്പോസ്തലൻ വേലക്കാരി പെണ്ണിന് മുമ്പിൽ ശപഥം ചെയ്ത് ആണയിട്ട് പറഞ്ഞതാണ്, ഞാൻ അവനെ അറിയുകയില്ല എന്ന്. മനുഷ്യൻ്റെ ആഗ്രഹം ഒന്ന്, പക്ഷേ ദുർഭഗാവസ്ഥയാണ് ജീവിതത്തിൽ. ഇച്ഛിക്ക് നന്മ ചെയ്യാൻ പറ്റാത്ത ദുർഭഗാവസ്ഥയാണെന്ന് പൗലോസ് അപ്പോസ്തലൻ വളരെ വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ടല്ലോ. അതുകൊണ്ട് ഈ ശുശ്രൂഷയുടെ ആരംഭത്തിൽ നമ്മുടെ സഹായകനായ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം നമുക്ക് ചോദിക്കാം. ലൂക്ക 11:13
മക്കൾക്ക് നല്ല ദാനങ്ങൾ നൽകാൻ ദുഷ്ടരായ നിങ്ങൾക്കറിയാമെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് ചോദിക്കുന്നവർക്ക് എത്രയോ അധികമായി പരിശുദ്ധാത്മാവിനെ നൽകുകയില്ല. ഈ ശുശ്രൂഷയെ പങ്കെടുക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കൂട്ടായ്മയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, അവിടുത്തെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവിനെ ഞങ്ങൾ അയക്കണമേ. പുതിയൊരു സൃഷ്ടിയാക്കി ഞങ്ങൾ മാറ്റണമേ. കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ കരുണയുടെ ആഴം മനസ്സിലാക്കുവാൻ, ദൈവസ്നേഹത്തിൽ ഞങ്ങളുടെ ജീവിതങ്ങളെ സമർപ്പിക്കുവാൻ, ലോകത്തെയും ലോകത്തുള്ള വസ്തുക്കളെ സ്നേഹിക്കുന്നതിനേക്കാൾ കൂടുതൽ കർത്താവിനെ സ്നേഹിക്കുവാൻ, കർത്താവിൻ്റെ കരുണയിൽ ആശ്രയിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. വചനം സ്വീകരിക്കുവാൻ ഞങ്ങളുടെ ഹൃദയങ്ങളെ തുറക്കണമേ. പരിശുദ്ധാത്മാവേ, പുതു സൃഷ്ടികളാക്കി ഞങ്ങളെ മാറ്റണമേ. എല്ലാവരും ഹൃദയത്തിൽ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. പുതിയൊരു ജനനം നൽകും പരിശുദ്ധാത്മാവേ, പുതിയൊരു ശക്തിയിലുണരാൻ കൃപ നീ ചൊരിയണമേ. ഹൃദയത്തിൽ വലിയ ദാഹത്തോടെ പുതിയൊരു ജനനം നൽകും പരിശുദ്ധാത്മാവേ, പുതിയൊരു ശക്തിയിലുണരാൻ കൃപ നീ ചൊരിയണമേ. ഞങ്ങളെ സഹായിക്കണമേ. പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ നിറയണമേ. നിറഞ്ഞു കവിയണമേ, കവിഞ്ഞൊഴുകണമേ. ഞങ്ങളുടെ ബലഹീനതകൾ ഞങ്ങൾ ഏറ്റുപറയുന്നു. കർത്താവേ, അങ്ങയുടെ കരുണയില്ലാതെ ഒന്നും ഞങ്ങൾക്കില്ലെന്ന് ഞങ്ങൾ ഏറ്റുപറയുന്നു. ഞങ്ങളെ സഹായിക്കണം. നിറഞ്ഞു കവിയണമേ, കവിഞ്ഞൊഴുകണമേ. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 1:8. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. കർത്താവെ, വചനം സ്വീകരിക്കാൻ ഞങ്ങളുടെ ഹൃദയങ്ങളെ തുറക്കണമേ. വിശ്വാസത്തിൻ്റെ വാതിലുകൾ തുറക്കണമേ. കർത്താവിൽ ശരണപ്പെടാൻ പ്രത്യാശയുടെ അഭിഷേകം ഞങ്ങൾക്ക് നൽകണമേ. കർത്താവെ, ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ, ഞങ്ങളെ ബലപ്പെടുത്തണമേ. സിയോൻ ശാല തന്നിൽ തീനാവെന്നതുപോൽ പാവന സ്നേഹവുമാ ആഗതനാകണമേ. ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന സകല ദൈവമക്കളെ അനുഗ്രഹിക്കണമേ. കർത്താവേ, തന്നിൽ തീനാവെന്നതുപോൽ പാവന സ്നേഹവുമാ ആഗതനാകണമേ. 12:12 എന്താണ് പറയേണ്ടതെന്ന് ആ സമയത്ത് പരിശുദ്ധാത്മാവ് നിങ്ങളെ പഠിപ്പിക്കും എന്ന വചനത്തിന്റെ അഭിഷേകം ഈ ശുശ്രൂഷയിലുടനീളം കർത്താവെ നൽകണമേ. സ്വർഗത്തിൽ നൽകപ്പെടുന്നില്ലെങ്കിൽ ആർക്കും ഒന്നും സ്വീകരിക്കാൻ സാധിക്കില്ലല്ലോ. എളിമയോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പരിശുദ്ധാത്മാവേ, സഹായിക്കണമേ. അപ്പോസ്തലർ 4:30 അവിടുത്തെ വചനം ധീരതയോടെ പ്രഘോഷിക്കുക ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ എന്ന ആദ്യമസയുടെ പ്രാർത്ഥന കർത്താവേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സഹായിക്കണമേ. യേശുക്രിസ്തുവിൽ പങ്കെടുത്ത ഓരോ ദൈവമക്കളും കരങ്ങൾ കർത്താവിന്റെ സന്നിധിയിലേക്ക് ഉയർത്തി ജീവിതത്തെ സമർപ്പിക്കുക, കുടുംബത്തെ സമർപ്പിക്കുക. മനസ്സിന്റെ എല്ലാ നിയോഗങ്ങളെയും ബലം ആവശ്യമുള്ള മേഖലകൾ, ശക്തി ആവശ്യമുള്ള മേഖലകൾ, പ്രത്യാവശ്യം ആവശ്യമുള്ള മേഖലകൾ ഇന്ന് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ ഏത് മേഖലയിലാണോ കർത്താവിന് സ്പർശനം ആവശ്യമുള്ളത് ആ മേഖല കർത്താവിന് കൊടുത്തുകൊണ്ട് കർത്താവിനെ നിങ്ങൾ സ്തുതിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, 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 ആരാധന. ഞങ്ങളോട് കരുണയുള്ള കർത്താവേ, ഞങ്ങളെ ഒരിക്കലും അനാഥരായി വിടാത്ത കർത്താവേ, ഞങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി കുരിശിൽ മരിച്ച് ഞങ്ങളെ വീണ്ടെടുത്ത ഈശോയെ, ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ, ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ, ആരാധന, 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 ആരാധന. യേശുവിന്റെ രക്തത്താൽ ഞങ്ങളെ മുദ്ര ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ശുശ്രൂഷയെ പങ്കെടുത്ത എല്ലാ ദൈവമക്കളെയും കുടുംബങ്ങളെയും അവരുടെ ജീവിത സാഹചര്യങ്ങളെയും യേശുവിന്റെ രക്തത്താൽ മുദ്ര ചെയ്യുന്നു. ഇന്നത്തെ ശുശ്രൂഷ തടസ്സമായി നിൽക്കുന്ന എല്ലാ അരൂപികളെയും ഈശോയുടെ നാമത്തിൽ ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. യേശുവിന്റെ രക്തത്താൽ മുദ്ര ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ, ആരാധന, 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 ആരാധന. കരങ്ങളെ യാചനാപൂർവ്വം പിടിച്ച് ആത്മാവാൻ ദൈവമേ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ, ഞങ്ങളുടെ ജീവിതങ്ങളെ അഭിഷേകം ചെയ്യണമേ. സകല രാഷ്ട്രങ്ങൾക്ക് വേണ്ടി, സകല ജനതകൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ നിയന്ത്രണം ഏറ്റെടുക്കണം പരിശുദ്ധാത്മാവേ. പരിശുദ്ധാത്മാവേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ.
അവിശ്വാസ ചിന്തകൾ എടുത്തു മാറ്റണം പരിശുദ്ധാത്മാവേ. ആത്മാവാം ദൈവമേ വരണേ, പരിശുദ്ധാത്മാവേ എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. സഹായിക്കണമേ പരിശുദ്ധാത്മാവേ. ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു, ഞങ്ങളുടെ കുടുംബങ്ങളുടെ കരുണയായിരിക്കണം പരിശുദ്ധാത്മാവേ. തുറന്നിറങ്ങി നീ വരണേ. ഞങ്ങളുടെ സഭാ സമൂഹങ്ങളുടെ മേൽ കരുണയായിരിക്കണം പരിശുദ്ധാത്മാവേ. ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു, ലോകരാഷ്ട്രങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പകർച്ചവ്യാധിയുടെ കെടുതികളാൽ ക്ലേശിക്കുന്ന സകലർക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവേ, അവിടുത്തെ ആത്മാവിനെ അയക്കണമേ. ഇന്ന് ലോകം നേരിടുന്ന പ്രതിസന്ധികളെ അതിജീവിക്കാൻ ആവശ്യമായ ജ്ഞാനം നൽകണമേ പരിശുദ്ധാത്മാവേ. പരിശുദ്ധാത്മാവെ സഹായിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓരോ കുടുംബങ്ങളെ, ഓരോ വ്യക്തികളെ ഇപ്പോൾ അഭിഷേകം ചെയ്യണം പരിശുദ്ധാത്മാവേ. ഇപ്പോൾ അഭിഷേകം ചെയ്യണം പരിശുദ്ധാത്മാവേ. ഈശോയുടെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി. യെശയ്യായുടെ പ്രവചനം വചനം പഠിപ്പിക്കുന്നു. യെശയ്യാ 40:29. തളർന്നവന് അവിടുന്ന് ബലം നൽകുന്നു, ദുർബലന് ശക്തി പകരുകയും ചെയ്യുന്നു. തളർന്നവന് ബലം നൽകുന്നവനാണ് നമ്മുടെ കർത്താവ്, ദുർബലന് ശക്തി പകരുന്നവനാണ് നമ്മുടെ ദൈവം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് ദൈവസന്നിധിയിൽ വിശുദ്ധിയോടെ ജീവിക്കുന്ന നാളുകളിൽ നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്നതിന് വലിയ ബുദ്ധിമുട്ടില്ല. കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ചെല്ലുന്നതിന് വലിയൊരു ആത്മീയ സ്വാതന്ത്ര്യമുണ്ട്. എൻ്റെ കർത്താവ് എന്നോട് കരുണ കാണിക്കും, എൻ്റെ കർത്താവ് എന്നെ സ്നേഹിക്കും, എൻ്റെ കർത്താവ് എന്നെ അനുഗ്രഹിക്കും എന്ന് ചിന്തിക്കുന്നതിൽ നമുക്ക് ബുദ്ധിമുട്ടില്ല. അതേസമയം ജീവിതത്തിൽ ചെറുതും വലുതുമായ കുറവുകൾ, പോരായ്മകൾ വന്ന് ഏതെങ്കിലും മേഖലയിലൊക്കെ അവിശ്വസ്തത വന്നു കഴിയുമ്പോൾ അങ്ങനെയുള്ള ദൈവമക്കളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പിശാചിൻ്റെ വലിയൊരു പ്രലോഭനമാണ് കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന് അകന്നിരിക്കാനുള്ളൊരു പ്രലോഭനം. ഇനി അടുത്തൊരു കുമ്പസാരം വരെ എൻ്റെ പ്രാർത്ഥനയൊന്നും ശരിയാകത്തില്ല, ഇനി അടുത്തൊരു കുമ്പസാരം നടക്കുന്നിടം വരെ എൻ്റെ കർത്താവ് എൻ്റെ പ്രാർത്ഥനയൊന്നും കേൾക്കില്ല, അതുകൊണ്ട് ഇനി വ്യക്തിപരമായ പ്രാർത്ഥനയൊന്നുമില്ല, അതുകൊണ്ട് ഇനി വചനവായനയൊന്നുമില്ല, ഇനി അധികം കൊന്തയിലൊന്നുമില്ല, ഇനി ആത്മീയ ശുശ്രൂഷകളൊന്നുമില്ല, ഇനി അടുത്തൊരു കുമ്പസാരം. ആ ഒരു കാലഘട്ടം പിശാച് നമ്മളെ അവൻ്റെ തെറ്റായ പ്രബോധനത്തിൻ്റെ കീഴിലാക്കുന്ന ഒരു കാലഘട്ടമാണ് പ്രിയപ്പെട്ടവരെ. ഇന്നലെ നമ്മൾ വചന ശുശ്രൂഷ ശ്രദ്ധിച്ചു. വിശുദ്ധ മരിയ ഫൗസ്റ്റിനോട് ഈശോ പറഞ്ഞു, എൻ്റെ പ്രിയപ്പെട്ട മകളെ, നീ നിൻ്റെ നികൃഷ്ടാവസ്ഥ എനിക്ക് തരിക എന്ന്. നീ നിൻ്റെ നികൃഷ്ടാവസ്ഥ എനിക്ക് തരിക എന്ന്. പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മുടെ കുറവുകൾ സമർപ്പിക്കാനും മാത്രം ദൈവത്തിൻ്റെ കരുണയെക്കുറിച്ചും ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ചും ഒരു ബോധ്യം നമുക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഇടർച്ചയുടെ നാളുകളിൽ, ബലഹീനതയുടെ നാളുകളിൽ, പ്രതീക്ഷിക്കുന്ന രീതിയിൽ ഉയരാൻ പറ്റാത്ത നാളുകളിൽ നമ്മളെ പിശാച് നിരാശയിലേക്ക് കൊണ്ടുപോവുകയില്ല. ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അച്ഛൻ ഓർക്കുകയാണ്, കഴിഞ്ഞ നാളുകളിൽ അച്ഛൻ വായിച്ച ഒരു പുസ്തകം ഷെവലിയർ ബെന്നി പുനത്ര ബ്രദറിൻ്റെ കർത്താവിൻ്റെ ദാസൻ എഴുതിയൊരു പുസ്തകം, തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ നിലവിളിയെക്കുറിച്ച് അദ്ദേഹം എഴുതിയൊരു പാർട്ട് അതിൽ പ്രത്യേകം ഓർക്കുകയാണ്. തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ വിലാപം എന്നൊരു പ്രത്യേക ടോപ്പിക് അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. അതിൽ അദ്ദേഹം പറഞ്ഞൊരു കാര്യം, ആത്മീയ ശുശ്രൂഷയിലായിരുന്ന കാലഘട്ടങ്ങളിൽ പ്രലോഭനങ്ങളെ വിട എന്ന പുസ്തകത്തിലാണത് പറയുന്നത്. പ്രലോഭനങ്ങളെ വിട എന്ന പുസ്തകത്തിൽ അതിൻ്റെ ഏകദേശം മധ്യഭാഗത്ത് വിളിക്കപ്പെട്ടവൻ്റെ വിലാപം എന്ന പേരിലുള്ള ഒരു പാസേജ് വായിച്ചു കഴിഞ്ഞാൽ ഏതൊരു കർത്താവിൻ്റെ ദൈവ പൈതലിൻ്റെയും ഏതൊരു വിശ്വാസിൻ്റെയും ജീവിതത്തിൽ പിശാചൊരുക്കുന്ന ഒരു കെണിയെക്കുറിച്ച് പ്രത്യേകം പറയുന്നുണ്ട്. ബെന്നിത്തറ അതിൽ പ്രകാരമാണ് എഴുതി വച്ചിരിക്കുന്നത്. ശുശ്രൂഷ ജീവിതത്തിൽ വലിയ ഞെരുക്കത്തിലൂടെ കടന്നുപോയ കാലഘട്ടം. പ്രാർത്ഥിക്കാൻ വേണ്ടി ഇരിക്കുമ്പോൾ മനസ്സിൽ പെട്ടെന്നൊരു ചിന്ത വരികയാണ്, ഇതാ ബെന്നി, നിന്നേക്കാൾ കുറേയും കൂടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയായിരുന്നു ശാലോമിൻ്റെ നേതൃനിരയിലുള്ളെങ്കിൽ ശാലോം കുറേയും കൂടെ മെച്ചപ്പെടുമായിരുന്നു. നിന്നേക്കാൾ കുറച്ചും കൂടെ വിശുദ്ധിയുള്ള വ്യക്തിയാണ് ശാലോമിൻ്റെ നേതൃനിരയിലെങ്കിൽ ശാലോം കുറേയും കൂടി മെച്ചപ്പെടുമായിരുന്നു. നിന്നേക്കാൾ കുറേയും കൂടി പരിഹാരം ചെയ്യുന്ന, കഠിനാധ്വാനം ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ശാലോമിൻ്റെ നേതൃനിരയിലെങ്കിൽ ശാലോം കുറേയും കൂടി മെച്ചപ്പെടുമായിരുന്നു.
ഇങ്ങനെ ഉള്ളിൽ നിന്നൊരു സ്വരം കേൾക്കാൻ വേണ്ടി തുടങ്ങി. ഈ ഒരു സ്വരം കേൾക്കാൻ വേണ്ടി തുടങ്ങിയപ്പോൾ, അതിനെക്കുറിച്ച് ചിന്തിക്കാൻ വേണ്ടി തുടങ്ങിക്കഴിഞ്ഞപ്പോൾ അദ്ദേഹം ആ പുസ്തകത്തിൽ പ്രത്യേകം പറഞ്ഞു വെച്ചിരിക്കുകയാണ്, അതുവരെ കർത്താവിൻ്റെ സന്നിധിയിലുണ്ടായിരുന്ന സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടു. അതുവരെ ഈശോയുടെ സന്നിധിയിൽ പോയിട്ട് ഒരു അപ്പൻ്റെ അടുത്ത് പോകുന്ന സ്വാതന്ത്ര്യം, ഒരു അമ്മയുടെ അടുത്ത് പോകുന്ന സ്വാതന്ത്ര്യം, ഒരു ആത്മീയ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ പ്രാർത്ഥിക്കാൻ പോയിരിക്കുമ്പോൾ പെട്ടെന്ന് ഈ ചിന്ത വരികയാണ്, സാവകാശം പ്രാർത്ഥനയുടെ സമയം കുറഞ്ഞു. പ്രാർത്ഥിക്കാൻ ഇരിക്കുമ്പോൾ ഇങ്ങനത്തെ നെഗറ്റീവായ ചിന്തകൾ കയറി വരികയാണ്. ദൈവത്തിൻ്റെ കരുണയെക്കുറിച്ചല്ല ചിന്തിക്കുന്നത്, ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ചല്ല ചിന്തിക്കുന്നത്, മറിച്ച് സ്വന്തം കുറവുകളെക്കുറിച്ച്, സ്വന്തം ബലഹീനതകളെക്കുറിച്ച്. ഇപ്പോൾ എല്ലാത്തിനും പ്രശ്നം എൻ്റെ കുറവാണ്. അതൊരു ആത്മീയ സ്വാതന്ത്ര്യം നഷ്ടപ്പെടുത്തി മനസ്സിൽ വലിയ ഭാരമുണ്ടായ ദിവസങ്ങളെക്കുറിച്ച് അദ്ദേഹം ആ പുസ്തകത്തിൽ രേഖപ്പെടുത്തി വെച്ചിരിക്കുകയാണ്. 3 ദിവസം കഴിഞ്ഞപ്പോൾ ബെന്നിസാറിന് പെട്ടെന്ന് മനസ്സിലായി, ഇത് പിശാചിൻ്റെ ഒരു കെണിയാണ്. ഇത് കാര്യം പറയാതെ, എന്താണ് തൻ്റെ നിയോഗമെന്ന് പറയാതെ, പരിശുദ്ധാത്മാവിൻ്റെ വരദാനങ്ങൾ ഉപയോഗിച്ച് ശുശ്രൂഷ ചെയ്യുന്ന ഒരു ശുശ്രൂഷകൻ്റെ അടുത്ത് ബെന്നിസാറ് പോയിട്ട് പറഞ്ഞു, എനിക്കൊരു പ്രത്യേക നിയോഗമുണ്ട്, പ്രാർത്ഥിക്കണം. കാര്യമൊന്നും പറയാതെ പ്രാർത്ഥിക്കുന്ന സമയത്ത് വരദാനങ്ങൾ നിറഞ്ഞ ഈ കർത്താവിൻ്റെ ദാസൻ ബെന്നിസാറോട് ഇപ്രകാരം പറഞ്ഞു, ബെന്നി, നിൻ്റെ കുറവുകളെക്കുറിച്ച് ഈ ദിവസങ്ങളിൽ നീ ഒത്തിരിയേറെ ചിന്തിക്കുന്നു. നിൻ്റെ കുറവുകൾ കൊണ്ടാണ് ശാലോമിന് അഭിവൃദ്ധിയില്ലാത്തത്. നിനക്ക് കുറച്ചും കൂടെ പ്രാർത്ഥന ഉണ്ടായിരുന്നെങ്കിൽ, പുണ്യം ഉണ്ടായിരുന്നെങ്കിൽ കുറേയും കൂടെ നന്നായി പോകുമായിരുന്നു. അങ്ങനെ നിൻ്റെ കുറവുകളെക്കുറിച്ച് നീ ചിന്തിച്ച് ഒത്തിരി ഉത്കണ്ഠാകുലാവുമ്പോൾ അതിൻ്റെ മറുവശമുണ്ട്. നിൻ്റെ പുണ്യം കൊണ്ടാണ് ഇത്രയും ശാലോം വളർന്നത്, നിൻ്റെ ഗുണം കൊണ്ടാണ് ഇത്രയും ഈ ശുശ്രൂഷ മുന്നോട്ട് പോയത് എന്നും കൂടി അറിയാതെയാണെങ്കിലും പിശാച് നിൻ്റെ ഉള്ളിൽ കൊണ്ടുവരുന്നുണ്ട്. അതുകൊണ്ട് ഒരു കാര്യം നീ മനസ്സിലാക്കണം, ഇത് പിശാചിൻ്റെ പ്രലോഭനമാണ്. ഇത് തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ പുണ്യത്തിൻ്റെ ആധിക്യം കൊണ്ടല്ല ദൈവം കർത്താവിൻ്റെ വേല ചെയ്യുന്നത്, മറിച്ച് ദൈവം തനിക്ക് ഇഷ്ടമുള്ളവരെ തിരഞ്ഞെടുത്തു. ദൈവം തിരഞ്ഞെടുത്തു. അത് എന്താണ് ദൈവം തിരഞ്ഞെടുത്തതിൻ്റെ മാനദണ്ഡം? അത് ദൈവത്തിന് മാത്രമേ അറിയുള്ളൂ. ബൈബിളിൽ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും കർത്താവ് തിരഞ്ഞെടുത്ത പല വ്യക്തികളുടെയും ജീവിതം നോക്കിയാൽ നമുക്കറിയാം, സാധാരണഗതിയിൽ ആരും തിരഞ്ഞെടുക്കാൻ സാധ്യതയില്ലാത്ത ജീവിതങ്ങളാണ്. പക്ഷേ കർത്താവ് തിരഞ്ഞെടുത്തു. ഈ ശുശ്രൂഷകൻ, വരദാനങ്ങൾ ഉപയോഗിച്ച് ശുശ്രൂഷ ചെയ്യുന്ന ശുശ്രൂഷകൻ ഈ കാര്യങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിച്ചപ്പോഴേക്കും പെട്ടെന്ന് ഒരു ആത്മാവിൻ്റെ വെളിച്ചം കിട്ടി. അന്നത്തെ ആ ഒരു സെഷനോട് കൂടി ആ ഒരു നിരാശ, ആ ഒരു ബുദ്ധിമുട്ട് മാറിപ്പോയെന്നും പിന്നീട് കർത്താവിൻ്റെ വലിയ സ്വാതന്ത്ര്യം വന്നു നിറഞ്ഞുവെന്നും ബെന്നി പുനത്രവറിൻ്റെ പ്രലോഭനങ്ങളെ വിട എന്ന പുസ്തകത്തിൽ അദ്ദേഹം രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഏതൊരു വിശ്വാസി, ഒരു ദൈവപൈതലും വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകമാണത്. കർത്താവിൻ്റെ സന്നിധിയിൽ ഒരു ആത്മാവിൻ്റെ വേദന വെളിപ്പെടുത്തുന്ന, കർത്താവുമായുള്ള ബന്ധത്തിൽ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളെക്കുറിച്ച് അതിൽ വ്യക്തമായി പറയുന്നുണ്ട്. ഹല്ലേലൂയ. യെശയ്യായുടെ പ്രവചനം നമ്മൾ വായിച്ചു, തളർന്നവന് അവിടുന്ന് ബലം നൽകുന്നു, തളർന്നവന് അവിടുന്ന് ബലം നൽകുന്നു. വിശുദ്ധ ഗ്രന്ഥത്തിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തളർന്നു പോയവരെ ബലപ്പെടുത്തി തൻ്റെ കയ്യിലെ ഉപകരണമാക്കി മാറ്റിയ ദൈവത്തിൻ്റെ ഒത്തിരിയേറെ അനുഭവങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ ദൈവം തൻ്റെ ജനത്തെ നയിക്കാൻ വേണ്ടി തിരഞ്ഞെടുത്ത സാംസൺ എന്ന ന്യായാധിപനെ കുറിച്ച് പറയുന്നുണ്ട്. കാലാകാലങ്ങളായി ഫിലിസ്തീയർ ഇസ്രയേൽക്കാരെ പീഡിപ്പിക്കുമ്പോൾ, നിരന്തരമായി ശല്യപ്പെടുത്തുമ്പോൾ, ഈ ഫിലിസ്തീയർക്കെതിരെ, ശത്രുവിനെതിരെ യുദ്ധം ചെയ്യാൻ വേണ്ടി കർത്താവ് പ്രത്യേകം തിരഞ്ഞെടുത്ത കർത്താവിൻ്റെ ഒരു അഭിഷിക്തനായിരുന്നു ന്യായാധിപനായ സാംസൺ. സാംസണോട് ദൈവമായ കർത്താവ് വളരെ ചെറിയ കണ്ടീഷൻസ് മാത്രമേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. നീ നിൻ്റെ മുടി മുറിക്കരുത്, നിന്റെ ശക്തിയുടെ രഹസ്യം എന്താണെന്നുള്ളത് വേറെ ആരോടും പറയരുത്. വളരെ നിസാരമായ അനുസരണങ്ങളിലൂടെ തൻ്റെ അഭിഷേകത്തിൻ്റെ കൃപ തൻ്റെ പ്രിയപ്പെട്ടവരിലേക്ക് ചൊരിയുന്ന കർത്താവ്. അത് ദൈവദാസന്മാരുടെയൊക്കെ ജീവിതങ്ങൾ നോക്കി കഴിയുമ്പോൾ ചെറിയൊരു അനുസരണം, ചെങ്കടലിൽ വഴിവെട്ടുക, ചെങ്കടലിൻ്റെ മറുകരയ്ക്ക് ഇസ്രായേൽ ജനത്തെ കൊണ്ടുപോകുക എന്ന മഹത്തായ അത്ഭുതം കർത്താവ് ചെയ്തത് മോശ പ്രവാചകനോട് പറഞ്ഞ് നീ നിൻ്റെ വടിയൊന്ന് നീട്ടുക എന്ന ചെറിയൊരു അനുസരണത്തിലൂടെയാണ് ആയിരുന്നല്ലോ. പത്രോസിൻ്റെ വഞ്ചി നിറയ്ക്കാൻ വേണ്ടി പത്രോസിനോട് കർത്താവ് പറഞ്ഞ്, രാത്രി മുഴുവൻ അധ്വാനിച്ച് മീൻ കിട്ടാത്തവൻ്റെ വല നിറയ്ക്കാൻ വേണ്ടി കർത്താവ് പറയുന്നത്, നീ വഞ്ചിയുടെ വലതുവശത്ത് നീ ഒന്ന് വലയെറിയുക എന്നുള്ളതായിരുന്നു. ചെറിയ അനുസരണങ്ങളിലൂടെ വലിയ അനുഗ്രഹങ്ങൾ ചൊരിയുന്ന കർത്താവ്. ഇവിടെ സാംസന്റെ ജീവിതത്തിൽ സാംസന്റെ കൂടെ കർത്താവിൻ്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു. സാംസനിലൂടെ വൻ കാര്യങ്ങൾ കർത്താവ് ചെയ്തു.
ഒരു കഴുതയുടെ താടിയെല്ല് കൊണ്ട് ആയിരക്കണക്കിന് ആളുകളെ, ശത്രുക്കളെ കൊന്നുകൂട്ടാനും മാത്രം, നശിപ്പിക്കാനും മാത്രം ശക്തിയുള്ള ഈ സാംസൺ, കുറേ കാലം സാംസണിലൂടെ കർത്താവ് പ്രവർത്തിച്ചു. അങ്ങനെ ഇരിക്കെ കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ സാംസന്റെ ജീവിതത്തിൽ ഒരു അപജയം വന്നു. അവൻ അനുസരണക്കേട് കാണിച്ചു, അവിശ്വസത കാണിച്ചു, അവൻ രഹസ്യം പുറത്തു പറഞ്ഞു. നമുക്കറിയാവുന്ന കാര്യമാണ്. അവൻ അനുസരണക്കേട് കാണിച്ച് അവിശ്വസത കാണിച്ചു കഴിയുമ്പോൾ സാംസന്റെ ജീവിതത്തിൽ വരുന്ന അപജയങ്ങളും അതിനുശേഷം സാംസൺ ദൈവത്തോട് സംസാരിക്കുന്ന കാര്യവും ഇന്നത്തെ സെഷനിൽ നമ്മൾ ചിന്തയ്ക്ക് വിഷയമാക്കുകയാണ് പ്രിയപ്പെട്ടവരെ. സാംസൺ പാപം ചെയ്തു കഴിഞ്ഞപ്പോൾ സാംസന്റെ ജീവിതത്തിലുണ്ടാകുന്ന അനുസരണക്കേട് വന്നപ്പോൾ സാംസന്റെ ജീവിതത്തിൽ വരുന്ന ആദ്യത്തെ ഒരു പ്രത്യാഘാതം ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ 16-ാമത്തെ അധ്യായത്തിൽ 19-ാമത്തെ വാക്യം, അവൻ്റെ ശക്തി അവനെ വിട്ടുപോയി എന്നുള്ളതാണ്. കർത്താവിൻ്റെ സാന്നിധ്യം അവനെ വിട്ടുപോയി. കർത്താവിൻ്റെ സാന്നിധ്യം അവനെ വിട്ടുപോയി. പാപം ചെയ്യുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിലുണ്ടാകുന്ന ഇമ്മീഡിയറ്റ് റിസൾട്ട്, പെട്ടെന്നുണ്ടാകുന്ന പ്രത്യാഘാതം, അവൻ ഉടനെ രോഗിയായിത്തീരുന്നോ, അവൻ ഉടനെ പെട്ടെന്ന് നരകത്തിലേക്ക് പോകുന്നുള്ളതല്ല. അവൻ്റെ ജീവിതത്തിൽ കർത്താവിൻ്റെ സാന്നിധ്യം വിട്ട് മാറിപ്പോകും. ഇന്ന് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവകരുണയുടെ തിരുനാളിന് ഒരുക്കമായി ഷെക്കേന ചാനലിലൂടെ ഈ കരുണക്കടൽ ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ കർത്താവിൻ്റെ കരുണ സ്വീകരിക്കാൻ പലപ്പോഴും നമുക്ക് പറ്റാതെ പോകുന്നതിന് ഒരു പ്രധാനപ്പെട്ട കാരണം ദൈവം കരുണയില്ലാത്തവനായതുകൊണ്ടല്ല, ദൈവം നമ്മെ സ്നേഹിക്കാത്തതുകൊണ്ടല്ല, മറിച്ച് ദൈവത്തിൻ്റെ കരുണ സ്വീകരിക്കുന്നത് തടസ്സമായി ചില അനുസരണക്കേടുകൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. ഹല്ലേലൂയ. നിയമാവർത്തന പുസ്തകത്തിൽ 23-ാമത്തെ അധ്യായത്തിൽ ഇതിനെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് വചനം പഠിപ്പിക്കുന്നുണ്ട്. നിന്നെ അനുഗ്രഹിക്കാൻ വേണ്ടി കർത്താവ് നിന്റെ അടുത്തേക്ക് വരുന്ന സമയമുണ്ട്. നിയമാവർത്തന പുസ്തകം 23-ൽ 14-ാമത്തെ വാക്യം, നിന്നെ സംരക്ഷിക്കാനും നിന്റെ ശത്രുക്കളെ നിനക്ക് ഏൽപ്പിച്ചു തരാനുമായി നിന്റെ ദൈവമായ കർത്താവ് പാളയത്തിലൂടെ സഞ്ചരിക്കുന്നുണ്ട്. രണ്ട് കാര്യങ്ങൾക്കാണ്. നിന്നെ സംരക്ഷിക്കാൻ വേണ്ടി, നിന്റെ ശത്രുക്കളെ നിനക്ക് ഏൽപ്പിച്ചു തരുന്നതിന് വേണ്ടി. ആത്മീയ മേഖലയിലും ഭൗതിക മേഖലയിലും സംരക്ഷണം തരാൻ വേണ്ടി കർത്താവ് കൂടെയുണ്ട്. അതാണല്ലോ ഇമ്മാനുവേൽ, ദൈവം നമ്മോട് കൂടെയാണ്. ദൈവം നമ്മോട് കൂടെയാണ്, കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. സംരക്ഷിക്കാൻ വേണ്ടി കർത്താവ് കൂടെയുണ്ട്. രണ്ടാമത് പറയുന്നു, ശത്രുക്കളെ നിനക്ക് ഏൽപ്പിച്ചു തരാൻ. ചില വ്യക്തികളുടെ ജീവിതത്തിൽ രോഗമായിരിക്കും ശത്രുവായി നിൽക്കുന്നത്. ചില വ്യക്തികളുടെ ജീവിതത്തിൽ കുടുംബത്തിലെ കലഹമായിരിക്കാം ശത്രുവായി നിൽക്കുന്നത്. വേറെ ചിലർക്ക് ഉപജീവന മാർഗത്തിലുള്ള അപജയമായിരിക്കും. പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ മേഖലയിൽ പഠനവുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങളായിരിക്കാം. ചില സമൂഹങ്ങളിൽ വേറെ ചില അനൈക്യങ്ങളും അസ്വസ്ഥകളുമായിരിക്കാം. എന്തുമായിക്കൊള്ളട്ടെ, ഇവിടെ വചനം പഠിപ്പിക്കുകയാണ്, നിന്റെ ശത്രുക്കളെ നിനക്ക് ഏൽപ്പിച്ചു തരാൻ വേണ്ടി കർത്താവ് പാളയത്തിലൂടെ സഞ്ചരിക്കുന്നുണ്ട്. കർത്താവ് കൂടെയുണ്ട്. കർത്താവ് അനുഗ്രഹിക്കാൻ വേണ്ടിയാണ്, സംരക്ഷിക്കാൻ വേണ്ടിയാണ് കർത്താവ് കൂടെയുള്ളത്. ശത്രുവിനെതിരെ യുദ്ധം ചെയ്യാൻ വേണ്ടി കർത്താവ് കൂടെയുള്ളത്. എന്നിട്ട് നിയമാവർത്തന പുസ്തകത്തിൽ 23-ൽ വചനം പഠിപ്പിക്കുകയാണ്, ശുചിത്വമില്ലാത്ത എന്തെങ്കിലും നിങ്ങളുടെ ഇടയിൽ കണ്ട് അവിടുന്ന് നിന്നിൽ നിന്ന് അകന്നു പോകാതിരിക്കേണ്ടതിന് പാളയം പരിശുദ്ധമായി സൂക്ഷിക്കണം. ശുചിത്വമില്ലാത്ത എന്തെങ്കിലും നിങ്ങളിടയിൽ കണ്ട് അവിടുന്ന് നിന്നിൽ നിന്ന് അകന്നു പോകാതിരിക്കേണ്ടതിനായി പാളയം പരിശുദ്ധമായി സൂക്ഷിക്കണം. ഇന്ന് തിരുനാളൊരുക്കമായി, കരുണയുടെ തിരുനാളൊരുക്കമായി നമ്മൾ വചന ശുശ്രൂഷ 2-ാമത്തെ ദിനം പങ്കെടുക്കുമ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ വചനം കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഹൃദയത്തെ കർത്താവിനോട് പ്രാർത്ഥിക്കാം. കർത്താവേ, ഇന്ന് എൻ്റെ വ്യക്തി ജീവിതത്തിൽ, ഇന്ന് എൻ്റെ കുടുംബത്തിൽ, ഇന്ന് എൻ്റെ സമൂഹത്തിൽ കർത്താവിൻ്റെ സാന്നിധ്യം വെളിപ്പെടുന്നതിന്, കർത്താവിൻ്റെ സംരക്ഷണം വെളിപ്പെടുന്നതിന്, കർത്താവ് എൻ്റെ ജീവിതത്തിൽ എനിക്ക് ശല്യമായുള്ള ശത്രു, ആ തിന്മയുടെ എന്ത് കെണിയാണെങ്കിലും അതിൽ നിന്ന് എന്നെ മോചിപ്പിക്കുന്നതിന് തടസ്സമായിട്ടുള്ള പാപത്തിൻ്റെ സ്വാധീനം, അശുദ്ധി എന്താണോ, പാപത്തിൻ്റെ മാലിന്യം എന്താണോ അത് നീക്കം ചെയ്യണമേ എന്ന് നമുക്ക് ഹൃദയത്തിൽ പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. വചനം പഠിപ്പിക്കുകയാണ്, അവിടുന്ന് നിന്നിൽ നിന്ന് അകന്ന് പോകാതിരിക്കേണ്ടതിനായി പാളയം പരിശുദ്ധമായി സൂക്ഷിക്കണം. ഇതിനെക്കുറിച്ച് വിശുദ്ധ അഗസ്തീനോസ് പുണ്യവാളൻ വെളിപാടിൻ്റെ പുസ്തകത്തിൽ, ഇതാ ഞാൻ നിൻ്റെ ഹൃദയത്തിൻ്റെ വാതിൽക്ക് വന്ന് മുട്ടുന്നു, തുറന്നു തന്നാൽ ഞാൻ നിൻ്റെ ഹൃദയത്തിൽ പ്രവേശിക്കും എന്നതിനെക്കുറിച്ചുള്ള വ്യാഖ്യാനം പറയുന്നൊരു കാര്യമുണ്ട്. വാതിൽക്ക് മുട്ടിയിട്ട് നീ വാതിൽ തുറന്നില്ലെങ്കിൽ ദൈവമായ കർത്താവ് കടന്നു പോകുമെന്ന് വിശുദ്ധ അഗസ്റ്റിൻ അതിനൊരു വ്യാഖ്യാനം പറയുന്നുണ്ട്. അങ്ങനെ കടന്നു പോകുന്ന കർത്താവിനെ നീ ഭയപ്പെടണം. നിനക്ക് ദൈവം തരുന്ന സമയമുണ്ട്.
നിന്റെ ജീവിതത്തിൽ കർത്താവ് വന്ന് അനുഗ്രഹം പ്രാപിക്കാൻ വേണ്ടി, അനുസരിക്കാൻ വേണ്ടി തരുന്ന ഒരു അവസരമുണ്ട്. ആ അവസരം നീ ഉപയോഗിക്കണം. അത് നീ ഉപയോഗിച്ചില്ലെങ്കിൽ എല്ലാ കാലത്തും കർത്താവ് വാതിൽക്ക് മുട്ടിക്കൊണ്ടിരിക്കുന്നു വിചാരിക്കരുത്. എല്ലാ കാലത്തും കർത്താവ് അവസരം തരുമെന്ന് വിചാരിക്കരുത്. ഒരുപക്ഷെ സീറോ മലബാർ കുർബാനയിലെ വിശുദ്ധ കുർബാനയുടെ അവസാനം വൈദ്യം ചെയ്ത പ്രാർത്ഥനയുണ്ടല്ലോ, ഇനി ഒരു ബലിയർപ്പിക്കുവാൻ ഞാൻ വരുമോ ഇല്ലയോ എന്ന് അറിഞ്ഞുകൂടാ എന്ന്. പ്രിയപ്പെട്ടവരെ, കർത്താവ് നമുക്ക് തന്ന സമയം വളരെ പ്രധാനപ്പെട്ടതാണ്. ആ സമയത്തിനുള്ളിൽ അവസരം വിനിയോഗിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. ലൂക്കായുടെ സുവിശേഷത്തിൽ 13-ാം അധ്യായത്തിൽ ഈശോ ജെറുസലേമിനെ കുറിച്ച് പറയുന്ന വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമുണ്ട്. ദൈവം കൊടുത്ത സമയം വേണ്ട വിധത്തിൽ ഉപയോഗിക്കാൻ പറ്റാത്ത ജെറുസലേം. ലൂക്കായുടെ സുവിശേഷം 13-ാം അധ്യായത്തിൽ 34 മുതൽ വാക്യങ്ങൾ. ജെറുസലേം, ജെറുസലേം, പ്രവാചകന്മാരെ കൊല്ലുകയും നിന്റെ അടുത്തേക്ക് അയക്കപ്പെടുന്നവരെ കല്ലെറിയുകയും ചെയ്യുന്നവളെ, പിടക്കോഴി കുഞ്ഞുങ്ങളെ ചിറകിൻ കീഴിൽ ചേർത്ത് നിർത്തുന്നത് പോലെ നിന്റെ സന്താനങ്ങളെ ഒന്നിച്ച് ചേർക്കുന്നതിന് ഞാൻ എത്രയോ ആഗ്രഹിച്ചു, പക്ഷെ നിങ്ങൾ സമ്മതിച്ചില്ല. ഇതാ നിങ്ങളുടെ ഭവനം പരിത്യക്തമായിരിക്കുന്നു. ജെറുസലേമിനെ ഓർത്ത്, കർത്താവിൻ്റെ ആലയം, പരിശുദ്ധമായ ആലയമുള്ള ജെറുസലേമിനെ ഓർത്ത്, എൻ്റെ ആലയം സകല ജനതകൾക്കുമുള്ള പ്രാർത്ഥനാലയമായിരിക്കും, നിങ്ങളതിനെ കവർച്ചക്കാരെ ഗുഹയാക്കി മാറ്റിയിരിക്കുന്നു എന്ന് പറഞ്ഞ് ദേവാലയത്തിൻ്റെ പരിശുദ്ധി സൂക്ഷിക്കാൻ വേണ്ടി, ദേവാലയത്തെ വിശുദ്ധീകരിക്കാൻ ദേവാലയത്തിലെ കച്ചവടക്കാരെയൊക്കെ പുറത്താക്കിയ കർത്താവ്, അത്രത്തോളം ഈശോ വിലമതിച്ച ജെറുസലേം, കർത്താവ് പറയാണ്, ഇതാ പക്ഷെ നിങ്ങൾ സമ്മതിച്ചില്ല, നിങ്ങളുടെ ഭവനം പരിത്യക്തമായി തീർന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവം തരുന്ന അവസരം ഉപയോഗിച്ചില്ലെങ്കിൽ കർത്താവിൻ്റെ കരുണ സ്വീകരിക്കാൻ പറ്റാത്ത, കർത്താവിൻ്റെ സ്നേഹം സ്വീകരിക്കാൻ പറ്റാത്തൊരവസ്ഥ നമുക്കുണ്ടാകും. പാളയം പരിശുദ്ധമായി സൂക്ഷിക്കണം. ഇവിടെ ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ സാംസന്റെ ജീവിതത്തിൽ സാംസൺ അനുസരണക്കേട് കാണിച്ചപ്പോൾ, അവൻ അവിശ്വസ്തത കാണിച്ചപ്പോൾ ഉണ്ടാകുന്ന ഒന്നാമത്തെ പ്രത്യേകത ഇതാണ്: കർത്താവ് അവനെ വിട്ടുപോയി. കർത്താവിൻ്റെ ശക്തി അവനെ വിട്ടുപോയി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ കഴിഞ്ഞ നാളുകളിൽ യുവജനങ്ങളുടെയും കുട്ടികളുടെയും ഒക്കെ ധ്യാനം നടത്തി കഴിഞ്ഞപ്പോൾ 10ാം ക്ലാസ്സിലൊക്കെ നന്നായി പഠിച്ച് എല്ലാ വിഷയത്തിലും A+ ഒക്കെ വാങ്ങിയിട്ട് സ്കൂളിലൊക്കെ നല്ല മാർക്ക് വാങ്ങി നല്ല അംഗീകാരം എല്ലാവരുടെയും വലിയ പ്രതീക്ഷയായി പിന്നീട് +1 +2 ഒക്കെ പോയി ഹയർ സ്റ്റഡീസിന് പോയ അനേകം വിദ്യാർത്ഥികൾ പിന്നീട് പഠന മേഖലയിൽ ഒത്തിരി അപജയത്തിലേക്ക് പോയത് അച്ഛനെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. മാർക്ക് കുറഞ്ഞ് പരീക്ഷ തോറ്റ് പിന്നീട് ധ്യാനത്തിലേക്ക് വന്നു കഴിയുമ്പോൾ ഇവർ പറഞ്ഞത് കണ്ടു, അച്ഛാ പണ്ട് ഒത്തിരി പഠിച്ചിരുന്നതാണ്, നന്നായി പഠിച്ചിരുന്നതാണ്, പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാകുമായിരുന്നു, ഇപ്പോൾ എത്ര പഠിച്ചാലും മനസ്സിലാകുന്നില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതിന് വളരെ പ്രധാനപ്പെട്ട കാരണം, ഒരു കാലത്ത് നന്നായി പഠിച്ചിരുന്ന കുഞ്ഞുങ്ങൾ പിന്നീട് പെട്ടെന്ന് അപജയത്തിൽ പോകുന്നവരുടെ ജീവിതങ്ങൾ നിരീക്ഷിച്ചാൽ വലിയൊരു ശതമാനം ആളുകളുടെ ജീവിതത്തിൽ ഏതൊക്കെയോ പാപത്തിൻ്റെ ഒരു സ്വാധീനം വന്നിട്ടുണ്ട്. യോഹന്നാന്റെ സുവിശേഷത്തിൽ 14-ാം അധ്യായത്തിൽ വചനം പഠിപ്പിക്കുന്നുണ്ട്, 14:26, എൻ്റെ നാമത്തിൽ പിതാവ് അയക്കുന്ന സഹായകനായ പരിശുദ്ധാത്മാവ് എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കും. വിശുദ്ധിയോടെ ജീവിക്കുന്ന കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ, വിശുദ്ധിയോടെ ജീവിക്കുന്ന ബിസിനസ്സുകാരുടെ ജീവിതത്തിൽ, വിശുദ്ധിയോടെ ജീവിക്കുന്ന ഏത് വ്യക്തിയാണ് ദൈവപൈതന്റെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവുണ്ട്. പരിശുദ്ധാത്മാവ് എല്ലാ കാര്യങ്ങളും പഠിപ്പിക്കും, പരിശുദ്ധാത്മാവ് എല്ലാ കാര്യങ്ങളും അനുസ്മരിപ്പിക്കും. അങ്ങനെ പോയിരുന്ന നാളുകളിലാണ് നന്നായിട്ട് പഠിക്കാൻ വേണ്ടി പറ്റിയിരുന്നത്. അങ്ങനെ പോയിരുന്ന ആളുകളാണല്ലോ ബിസിനസ് നന്നായി പോയിരുന്നത്. അങ്ങനെ പോയിരുന്ന ആളുകളിലാണ് ശുശ്രൂഷ മേഖലയിൽ നന്നായി ചെയ്യാൻ വേണ്ടി പറ്റിയത്. എന്നാൽ ജീവിതത്തിൽ ചില പാപങ്ങൾ വന്നു, ചില അവിശ്വസ്തത വന്നു, ചില കർത്താവിനോട് അനുസരണക്കേടുകൾ വന്നു. ആ സമയത്ത് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ കൃപ ദുർബലമായി പോകുന്നു. ആ നാളുകൾ എടുക്കുന്ന തീരുമാനങ്ങൾ പാളിപ്പോകുന്നു. ഇവിടെ ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ വചനം പഠിപ്പിക്കുകയാണ്, സാംസന്റെ ജീവിതത്തിലെ ഒന്നാമത്തെ പ്രത്യാഘാതം, അവൻ്റെ ജീവിതത്തിൽ നിന്ന് കർത്താവിൻ്റെ സാന്നിധ്യം വിട്ടുപോയി. കർത്താവിൻ്റെ സാന്നിധ്യം വിട്ടുപോയി. ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ 16-ാം അധ്യായത്തിൽ 20-ാമത്തെ വാക്യത്തിന് അവസാനം സാംസന്റെ ജീവിതത്തിൽ രണ്ടാമത്തെ ഒരു ദുരന്തം പറയുകയാണ്, കർത്താവ് തന്നെ വിട്ടുപോയ കാര്യം അവൻ അറിഞ്ഞില്ല. കർത്താവ് തന്നെ വിട്ടുപോയ കാര്യം അവൻ അറിഞ്ഞില്ല. ദൈവത്തിൻ്റെ സാന്നിധ്യം വിട്ടുപോയത് തിരിച്ചറിയാൻ വേണ്ടി പറ്റിയില്ല എന്നുള്ളത് ഈ സാംസന്റെ ജീവിതത്തിലെ വലിയൊരു ദുരന്തമാണ്. സാമുവേലിൻ്റെ പുസ്തകത്തിൽ കർത്താവിൻ്റെ ദാസനായ സാമുവേൽ വന്ന് സാവൂളിൻ്റെ അടുത്ത് വന്നിട്ട് സാവൂളിനോട് കർത്താവ് നിന്റെ അനുസരണക്കേടിനടുത്ത് കോപിക്കുന്നു എന്ന് പറയുമ്പോൾ
സാവൂൾ പറഞ്ഞ കാര്യമുണ്ട്, ഞാനിതാ കർത്താവിൻ്റെ കൽപ്പന നിറവേറ്റിയിരിക്കുന്നുവെന്ന്. സാമൂൽ പ്രവാചകൻ വന്ന് ദൈവത്തിന് നിന്റെ പ്രവൃത്തി ഇഷ്ടമായിട്ടില്ല എന്ന് പറയുന്ന സമയത്ത് സാവൂൾ തന്നെക്കുറിച്ച് വിചാരിക്കുന്നത് ഇതാ ഞാൻ കർത്താവിൻ്റെ ഹിതം നിറവേറ്റിയെന്നാണ്. 1 സാമുവേൽ 15:10 മുതൽ വാക്യങ്ങളിൽ കർത്താവ് സാമൂലിനോട് അരുളി ചെയ്തു, സാവൂളിനെ രാജാവാക്കിയതിൽ ഞാൻ ഖേദിക്കുന്നു. ദൈവം യഥാർത്ഥത്തിൽ സാവൂളിനെ ഓർത്ത് ദുഃഖിക്കുകയാണ്, ഖേദിക്കുകയാണ്. ആ സമയത്ത് 13-ാമത്തെ വാക്യത്തിൽ സാവൂളിൻ്റെ അടുത്തേക്ക് സാമൂൽ പ്രവാചകൻ വരുമ്പോൾ സാവൂൾ പറയാണ്, അങ്ങ് കർത്താവിനാൽ അനുഗ്രഹീതനാകട്ടെ, ഞാൻ കർത്താവിൻ്റെ കൽപ്പന നിറവേറ്റിയിരിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സാവൂളിൻ്റെ ജീവിതത്തിൽ നിന്ന് കർത്താവിൻ്റെ സാന്നിധ്യം വിട്ടുപോയതോ കർത്താവ് സാവൂളിനെ ഓർത്ത് ദുഃഖിച്ചതോ കോപിച്ചതോ ഒന്നും സാവൂൾ അറിയുന്നില്ല. സാവൂൾ ഇപ്പോഴും പറയാണ്, ഞാനിതാ കർത്താവിൻ്റെ കൽപ്പന നിറവേറ്റിയിരിക്കുന്നുവെന്ന്. അതേ ദുരന്തം ഇവിടെ ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ സാംസൺ സംഭവിച്ചിരിക്കുകയാണ്. കർത്താവ് തന്നെ വിട്ടുപോയ കാര്യം അവൻ അറിയുന്നില്ല. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്ന് ഈ വചന ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ ഒരുപക്ഷെ നമ്മളെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്, കുഴപ്പമില്ല, നന്നായി ജീവിക്കുന്നു, നന്നായി വചനം കേൾക്കുന്നു, നന്നായി പ്രാർത്ഥിക്കുന്നു, കുമ്പസാരത്തിലൊക്കെ പങ്കെടുക്കുന്നു, ധ്യാനത്തിനൊക്കെ പോകുന്നു, അത്യാവശ്യം ദശാംശം കൊടുക്കുന്നു, കുടുംബ പ്രാർത്ഥനയൊക്കെ ചെയ്യുന്നു, കുഴപ്പമില്ല, വലിയ കുഴപ്പമില്ലാതെ പോകുന്നു, ഒരുപക്ഷെ കുറച്ചുകൂടി നന്നായി ജീവിക്കുന്നു എന്നൊക്കെ നമ്മളെക്കുറിച്ച് നമ്മൾ കരുതുന്നുണ്ടാകാം. പക്ഷേ കർത്താവിൻ്റെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിൽ നിന്ന് വിട്ടുപോയോ? കർത്താവിൻ്റെ സാന്നിധ്യം നമ്മുടെ തീരുമാനങ്ങളിൽ നിന്ന് വിട്ടുപോയോ? കർത്താവിൻ്റെ സാന്നിധ്യം നമ്മുടെ കൂട്ടായ്മയിൽ നിന്ന് വിട്ടുപോയിട്ടുണ്ടോ? ഇത് വളരെ വ്യക്തമായി വിവേചിച്ചറിയുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഹല്ലേലൂയ, ഈശോയെ നന്ദി. വെളിപാടിൻ്റെ പുസ്തകത്തിൽ വചനം പഠിപ്പിക്കുന്നുണ്ടല്ലോ, ജീവിച്ചിരിക്കുന്നവൻ എന്നാണ് നിന്നെക്കുറിച്ച് നീ പറയുന്നത്, പക്ഷെ ഞാൻ പറയുന്നു നീ മൃതനാണ്. പ്രിയപ്പെട്ടവരെ, കർത്താവ് നമ്മളെ നോക്കി നീ മൃതനാണ്, നിനക്ക് ജീവനില്ല എന്ന് വിചാരിക്കുന്ന കാലഘട്ടത്തിൽ പോലും എനിക്ക് ജീവനുണ്ട് എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് നമ്മുടെ വ്യക്തി ജീവിതത്തിൽ സംഭവിക്കാവുന്ന വലിയ ദുരന്തം. ഇവിടെ സാംസന്റെ ജീവിതത്തിൽ സംഭവിച്ച രണ്ടാമത്തെ പ്രത്യാഘാതമാണ് അവൻ കർത്താവിൻ്റെ സാന്നിധ്യം വിട്ടുപോയത് അവൻ അറിയാൻ വേണ്ടി പറ്റിയില്ല. ഇപ്പോഴും സാംസൺ വിചാരിക്കുന്നത് എൻ്റെ കൂടെ കർത്താവിൻ്റെ സാന്നിധ്യമുണ്ട് എന്നുള്ളതാണ്. നേരത്തെ കർത്താവിൻ്റെ അഭിഷേകം ഉണ്ടായിരുന്ന കാലഘട്ടങ്ങളിൽ സാംസൺ വലിയ ശക്തിയോടെ കാര്യങ്ങൾ ചെയ്തിരുന്നു, അതുകൊണ്ട് അവൻ ഒരിക്കലും പരാജിതനായില്ല. ഇന്നിതാ കർത്താവിൻ്റെ മഹത്വം സാന്നിധ്യം സാംസനെ വിട്ടുപോയി. മൂന്നാമത്തെ പ്രത്യേകത ഈ സാംസന്റെ ജീവിതത്തിൽ സംഭവിക്കുന്നത് ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ 16-ാമത്തെ അധ്യായത്തിൽ 21-ാമത്തെ വാക്യം, ഫിലിസ്ത്യർ അവനെ പിടിച്ചു. ഇതുവരെ ഫിലിസ്ത്യരെ സാംസനാണ് പിടിച്ചുകൊണ്ടിരുന്നത്, ഇപ്പോൾ ഇതാ ഫിലിസ്ത്യർ അവനെ പിടിക്കുകയാണ്. ഇതുവരെ പിശാചിൻ്റെ ശക്തികളുടെ മേൽ, രോഗത്തിൻ്റെ മേൽ, തകർച്ചകളുടെ മേൽ ദൈവത്തിൻ്റെ പൈതലിന് ഒരു വിശ്വാസിക്ക് അധികാരമുണ്ടായിരുന്നു. എന്നാൽ ഇന്നിതാ ചില തകർച്ചകൾ ഒന്നിന് പുറകെ ഒന്നായി തകർച്ചകൾ വരുന്നു, ഒന്നിന് പുറകെ ഒന്നായി രോഗങ്ങൾ വരുന്നു, എടുക്കുന്ന തീരുമാനങ്ങൾ പാളുന്നു, മുന്നോട്ട് വെക്കുന്ന സ്റ്റെപ്പുകൾ അത് ഇടർച്ചയുടെ സ്റ്റെപ്പുകളാകുന്നു. മനസ്സിൽ വലിയ തകർച്ചകൾ അഭിമുഖീകരിക്കുന്ന അവസ്ഥകൾ. ഇവിടെ ഇതാ സാംസന്റെ ജീവിതത്തിൽ പറയാണ്, ഫിലിസ്ത്യർ അവനെ പിടിച്ചു. പ്രിയപ്പെട്ട ദൈവപൈതലേ, ഇന്ന് നീ വചന ശുശ്രൂഷ പങ്കെടുക്കുമ്പോൾ ഇന്ന് പിശാചിൻ്റെ മേൽ നിനക്കാണോ അധികാരമുള്ളത്, അതോ പിശാചിന് നിൻ്റെ ജീവിതത്തിൽ അധികാരമുണ്ടോ? നിൻ്റെ കുടുംബത്തിൽ അധികാരമുണ്ടോ? അതോ നിൻ്റെ ശുശ്രൂഷ മേഖലയിൽ, നിൻ്റെ കൂട്ടായ്മയിൽ പിശാച് ആധിപത്യം പുലർത്തുന്നുണ്ടോ? അതോ അവൻ്റെ മേൽ ഒരു വിശ്വാസി എന്ന വിധത്തിലുള്ള, ഒരു ദൈവപൈതൽ എന്ന വിധത്തിലുള്ള ശക്തി എനിക്ക് ഉപയോഗിക്കാൻ വേണ്ടി പറ്റുന്നുണ്ടോ? ഇവിടെ സാംസന്റെ ജീവിതത്തിൽ അവനെ ശത്രു പിടിക്കുകയാണ്. മൂന്നാമത്തെ പ്രത്യേകത. നാലാമത്തെ പ്രത്യേകത ഇതാ കണ്ണുകൾ ചുഴുന്നെടുക്കുകയാണ്. ശത്രു അവൻ്റെ കണ്ണ് ചുഴുന്നെടുക്കുകയാണ്. ഒരു യോദ്ധാവിന് അവൻ്റെ കാഴ്ച വളരെ പ്രധാനപ്പെട്ടതാണ്. യുദ്ധം ചെയ്യുന്ന ഒരു സൈനികൻ അവൻ്റെ കാഴ്ച വളരെ പ്രധാനപ്പെട്ടതാണ്. അവൻ്റെ കാഴ്ച പോയാൽ പിന്നെ അവന് യുദ്ധം ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഇതാ അവൻ്റെ കണ്ണുകൾ ചുഴുന്നെടുത്തു. നമ്മുടെ ജീവിത മേഖലകളിൽ, നമ്മുടെ ഉപജീവന മാർഗത്തിൽ, ശുശ്രൂഷ മേഖലകളിൽ, ഏത് മേഖലയിലാണോ നമ്മൾ പ്രവർത്തിക്കുന്നത് ആ മേഖലയിൽ നമുക്ക് കണ്ണുപോലെ പ്രധാനപ്പെട്ടതായിട്ടുള്ള എന്താണോ അത് ചുഴുന്നെടുക്കപ്പെടുന്ന, നഷ്ടപ്പെടുന്ന അവസ്ഥയുണ്ടാകും പാപം ചെയ്യുന്ന ഒരു ദൈവപൈതലിൻ്റെ ജീവിതത്തിൽ, അനുസരണക്കേട് കാണിക്കുന്ന ഒരു ദൈവപൈതലിൻ്റെ ജീവിതത്തിൽ. ഇതാ അവൻ്റെ കണ്ണ് ചുഴുന്നെടുത്തു. അഞ്ചാമത്തെ പ്രത്യേകത, ഗാസയിലേക്ക് അവനെ കൊണ്ടുപോവുകയാണ്. വിജാതിയുടെ ദേശത്തേക്ക് അവൻ അടിമത്തത്തിലേക്ക് പോവുകയാണ്. വിജാതിയുടെ ദേശത്തേക്ക്, ഗാസയിലേക്ക് ദൈവദാസനെ കൊണ്ടുപോവുകയാണ്. ഇതുവരെ ശത്രുവിൻ്റെ മേൽ ആധിപത്യം പുലർത്തിയിരുന്ന കർത്താവിൻ്റെ ദാസൻ, ന്യായാധിപൻ, ഇന്നിതാ
അവൻ്റെ കണ്ണുകൾ ചുഴ്ന്നെടുത്ത് അവൻ അടിമയെ പോലെ ഈ ശത്രുവിൻ്റെ വിജാതിൻ്റെ ദേശത്തേക്ക് കൊണ്ടുപോവുകയാണ്. അതാണ് അഞ്ചാമത്തെ അവൻ്റെ ഒരു അപജയം. ആറാമത്തെ പ്രത്യേകത, ഓട്ടുചങ്ങലകൾ കൊണ്ട് അവൻ ബന്ധിച്ചു. ഇതുവരെ അവനെ ബന്ധിച്ചിരുന്ന സകല കെട്ടുകളും ചങ്ങലകളും അവൻ പൊട്ടിച്ചിരുന്നു. കോട്ടയുടെ വാതിൽപ്പടി അവൻ പുഴക്കിയെടുത്തുകൊണ്ട് പോയിരുന്നു. അവന് കയ്യിൽ കിട്ടുന്നതും അവന് ആയുധമായിരുന്നു. ആർക്കും അവനെ ബന്ധിക്കാൻ പറ്റിയിരുന്നില്ല. ഇപ്പോൾ ഇതാ അവൻ ബന്ധിതനായി, ബന്ധിക്കപ്പെട്ടവനായി. അതുവരെ ഇസ്രായേൽക്കാർക്ക് വിടുതൽ നൽകുന്നവനായി, ഇസ്രായേൽക്കാരെ ശത്രുപീഠകളിൽ നിന്ന് മോചിപ്പിക്കുന്നവനായിരുന്നവൻ ഇപ്പോൾ ഇതാ അവൻ തന്നെ ബന്ധിക്കപ്പെട്ടു, ഓട്ടുചങ്ങലകൾ കൊണ്ട് ബന്ധിച്ചു. അടുത്തൊരു പ്രത്യേകത, അവനിതാ കാരാഗൃഹത്തിലാക്കി. ഇതുവരെ ഒരിക്കലും അവനെ കാരാഗൃഹത്തിലാക്കാൻ ശത്രുവിന് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പ്രിയപ്പെട്ട ദൈവപൈതലേ, ആത്മീയ മേഖലയിലോ ഭൗതിക ജീവിതത്തിലോ ഏതെങ്കിലും മേഖലയിൽ കാരാഗ്രഹത്തിൽ അകപ്പെട്ട പോലൊരു അനുഭവം നമുക്കുണ്ടോ? ഉപജീവന മാർഗത്തിൽ, പ്രാർത്ഥനാ കൂട്ടായ്മകളിൽ എവിടെയെങ്കിലും കാരാഗ്രഹത്തിൽ അകപ്പെട്ട ഒരു അവസ്ഥയുണ്ടോ? ഒരു പക്ഷേ സാംസൺ അനുസരണക്കേട് കാണിച്ചതുപോലെ അനുസരണക്കേട് കാണിച്ചിട്ടുണ്ടാകാൻ സാധ്യതയുണ്ട്. നമ്മൾ ആത്മശോധന ചെയ്യണം. കരുണയുടെ തിരുനാളിന് വേണ്ടി ഒരുങ്ങിക്കൊണ്ട് കർത്താവിൻ്റെ കരുണ സ്വീകരിക്കാൻ വേണ്ടി ഒരുങ്ങുമ്പോൾ ഏതെങ്കിലും മേഖലകളിൽ ഇടർച്ച വന്നിട്ടുണ്ടോ, അവിശ്വസ്തത ഉണ്ടോ നമ്മൾ കർത്താവിൻ്റെ സന്നിധിയിൽ പരിശോധിക്കണം. ഇതാ അവനെ കാരാഗ്രഹത്തിലാക്കി. അടുത്തൊരു കാര്യം വചനം പഠിപ്പിക്കുകയാണ്, മാവ് പൊടിക്കുന്ന ജോലിയിലാക്കി. ആ ദേശത്ത് സാധാരണ ജോലിക്കാർ ചെയ്യുന്ന അല്ലെങ്കിൽ അടിമകൾ ചെയ്യുന്ന പണിയിലേക്ക് അവനിതാ കർത്താവിൻ്റെ അഭിഷിക്തനായി മഹത്വത്തോടെ ശുശ്രൂഷ ചെയ്തിരുന്നവൻ. അവൻ്റെ ജീവിതത്തിൽ കർത്താവിൻ്റെ സാന്നിധ്യം കൂടി ഉണ്ടായിരുന്നു. അവൻ്റെ സാന്നിധ്യം ഇസ്രായേലിന് വലിയ അഭിവൃദ്ധിക്കും അനുഗ്രഹത്തിനും സമാധാനത്തിനും കാരണമായിത്തീരുന്നു. ശത്രു അവനെ ഓർത്ത് ഭയന്ന് വിറച്ചിരുന്നു. എന്നാൽ ഇന്നിതാ ഈ കർത്താവിൻ്റെ ദാസൻ ദയനീയമായി മാവ് പൊടിക്കുന്ന സാധാരണ ഒരു ജോലിയിലേക്ക് അവൻ അപജയത്തിലേക്ക് പോയി. അവിടെ കൊണ്ടും തീരുന്നില്ല. ന്യായാധിപന്മാരുടെ പുസ്തകം 16-ാം അധ്യായത്തിൽ 25-ാമത്തെ വാക്യമാവുമ്പോഴേക്കും അവർ സാംസനെയും കൊണ്ട് അഭ്യാസം കാണിപ്പിക്കുകയാണ്. ഒരു സർക്കസ് കൂടാരത്തിലെ മൃഗത്തെയും കൊണ്ട് കാഴ്ചക്കാർക്ക് വേണ്ടി വിരുന്നൊരുക്കുന്നത് പോലെ, കാഴ്ചക്കാർക്ക് വേണ്ടി അഭ്യാസപ്രകടനം ഒരുക്കുന്ന പോലെ ഇതാ ഇതുവരെ ശത്രുവിനെ കിടിലം കൊള്ളിച്ചവൻ, ശത്രുവിനെ വിറപ്പിച്ചിരുന്നവൻ, ശത്രുവിനെ പേടി സ്വപ്നമായിരുന്ന സാംസൺ ഇതാ സർക്കസ് കൂടാരത്തിലെ അഭ്യാസിയെ പോലെ, അവനെ നയിക്കുന്നവൻ, അവനെ നിയന്ത്രിക്കുന്നവൻ എന്ത് പറഞ്ഞോ അത് അനുസരിച്ച് മാത്രമേ അവന് മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റുള്ളൂ. അതുപോലത്തെ ഒരു അപജയത്തിലേക്ക് സാംസൺ പോവുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഏകദേശം 3000-ഓളം സ്ത്രീ പുരുഷന്മാർ അവൻ്റെ അഭ്യാസം കാണാൻ വേണ്ടി അവിടെയുണ്ട്. മേൽത്തട്ടിൽ ഏകദേശം 3000-ഓളം സ്ത്രീ പുരുഷന്മാരുണ്ടായിരുന്നു എന്ന് ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ പറയുന്നു. ഇത്രയും വലിയ ജനത്തിന് മുമ്പിൽ അവനിതാ ഒരു കോമാളി വേഷക്കാരനായിത്തീരുന്നു. ഇതിൻ്റെയൊക്കെ തുടക്കം പ്രിയപ്പെട്ടവരെ, ദൈവം പറഞ്ഞ വചനമനുസരിക്കാതെ ദൈവത്തോട് ഒരവിശ്വസ്തത കാണിച്ചതാണ്. ഇന്ന് ഈ വചനം കേൾക്കുന്ന അനേകം വ്യക്തികളുടെ ജീവിതത്തിൽ ഇതുപോലെ ജീവിതത്തിൽ ഏതെങ്കിലുമൊക്കെ സാഹചര്യങ്ങളിൽ കർത്താവിനോട് അനുസരണക്കേട് കാണിച്ച്, ദൈവവചനത്തോട് അവിശ്വസ്തത കാണിച്ച്, സഭാ കൂട്ടായ്മയോട് ഭിന്നിച്ച് നിന്ന്, പരിശുദ്ധാത്മാവ് തന്ന പ്രേരണയോട് മറുതലിച്ച് മനസ്സിൽ വലിയ അപജയം, ആത്മീയ ജീവിതത്തിൽ വലിയ തകർച്ച, കുടുംബത്തിലും ശുശ്രൂഷ മേഖലയിലും ഉപജീവന മാർഗത്തിലൊക്കെ വലിയ ശാപങ്ങൾ പേറുന്ന ജീവിതങ്ങൾ ഇന്ന് അനേകമുണ്ട്. പ്രിയപ്പെട്ട ദൈവപൈതലേ, ഇന്ന് നീ ഈ സാംസനെ പോലെ ഒരു അപജയത്തിലാണെങ്കിൽ സാംസന്റെ തുടർന്നുള്ള പ്രാർത്ഥനകളിലേക്കും കൂടി നമുക്കൊന്ന് ചിന്തിക്കാം. ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ 16-ാം അധ്യായത്തിൽ സാംസൺ 28 മുതലുള്ള വാക്യങ്ങളിൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഒരു പ്രാർത്ഥന നടത്തുന്നുണ്ട്. അതുവരെ ദൈവത്തിൻ്റെ സാന്നിധ്യം കൂടി ഉണ്ടായിരുന്നപ്പോൾ അവൻ പരാജയമെന്ന് അറിഞ്ഞിട്ടില്ല. ഇന്ന് ജീവിതത്തിൽ വലിയ തകർച്ചയിലൂടെ കടന്നു പോകുമ്പോൾ, വലിയ അപജയത്തിലൂടെ കടന്നു പോകുമ്പോൾ, ഇത് സാംസന്റെ മാത്രം അപജയമല്ല, അവൻ വഴി രക്ഷപ്പെടേണ്ട ഒരു ജനതയുടെ മുഴുവൻ കണ്ണുനീരാണ് ഈ സാംസന്റെ അപജയം. ദൈവം തിരഞ്ഞെടുത്ത ഒരു കർത്താവിൻ്റെ വേലക്കാരൻ്റെ അപജയം എന്ന് പറയുന്നത് ഒരു ജനതയുടെ വേദനയാണ്, ഒരു ജനതയുടെ തകർച്ചയാണ്. ദൈവം തിരഞ്ഞെടുത്ത ഒരു ശുശ്രൂഷകന്റെ അപജയം എന്ന് പറയുന്നത് ഒരു സമൂഹത്തിൻ്റെ മുഴുവൻ കണ്ണുനീരിന് കാരണമായി തീരും. ഇവിടെ ഇതാ സാംസൺ ദൈവസന്നിധിയെ പ്രാർത്ഥിക്കുകയാണ്. 28-ാമത്തെ വാക്യം, അപ്പോൾ സാംസൺ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു, ദൈവമായ കർത്താവേ എന്നെ ഓർക്കണമേ, ദൈവമായ കർത്താവേ എന്നെ ഓർക്കണമേ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജീവിതത്തിൽ അപജയം വന്നുപോയി, തകർച്ച വന്നുപോയി. പക്ഷേ സാംസൺ നിലവിളിച്ചു, ദൈവമായ കർത്താവേ എന്നെ ഓർക്കണമേ, എൻ്റെ
എന്നെ ശക്തനാക്കണമേ. ഞാൻ നിന്നോട് ഇപ്രാവശ്യം കൂടി യാചിക്കുന്നു. എൻ്റെ കണ്ണുകളിൽ ഒന്നിനെ ഫിലിസ്തീനോട് പ്രതികാരം ചെയ്യാൻ എന്നെ ശക്തിപ്പെടുത്തണമേ. പഴയ നിയമ പശ്ചാത്തലമാണ്. പല്ലിന് പകരം പല്ല്, കണ്ണിന് പകരം കണ്ണ് എന്ന ഒരു തത്വശാസ്ത്രം ഉള്ള കാലഘട്ടത്തിൽ ശത്രുവിനെതിരെ പ്രതികാരം ചെയ്യാൻ എന്നെ ശക്തിപ്പെടുത്തണമേ എന്ന് സാംസൺ പ്രാർത്ഥിക്കുന്നു. അതാണ് സാംസൻ്റെ ഒന്നാമത്തെ പ്രാർത്ഥന. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്കറിയാം സാംസൺ പ്രാർത്ഥിച്ചു. കർത്താവ് അവൻ്റെ മേൽ കർത്താവിൻ്റെ ശക്തി ഇറക്കി. സാംസൺ 2 തൂണുകളെ പിടിച്ച് തള്ളി. ആ തൂണുകൾ താഴെ വീണു. ആ കെട്ടിടം മറിഞ്ഞു വീണു. ഏകദേശം 3000-ഓളം സ്ത്രീ പുരുഷന്മാരുണ്ടായിരുന്നിടത്ത് അവിടെ അനേകായിരങ്ങൾ കൊല്ലപ്പെടുകയാണ്. വലിയൊരു കൂട്ടക്കുരുതി നടക്കുകയാണ്. ഈ സാംസന്റെ ഈ പ്രവൃത്തിയെക്കുറിച്ച് വചനം പഠിപ്പിക്കുകയാണ്. അവൻ മരണസമയത്ത് അവൻ കൊന്നവർ ജീവിച്ചിരിക്കുമ്പോൾ കൊന്നവരെക്കാൾ അധികമായിരുന്നു. മരണസമയത്ത് അവൻ കൊന്നവർ ജീവിച്ചിരിക്കുമ്പോൾ കൊന്നതിനേക്കാൾ അധികമായിരുന്നു. ഇതിൻ്റെ ഒരു വ്യത്യാസം മനസ്സിലാക്കണമെങ്കിൽ പ്രിയപ്പെട്ടവരെ, അതിൻ്റെ 16-ാം അധ്യായത്തിൻ്റെ അവസാനത്തെ വാക്യം 20 വർഷമാണ് അവൻ ഇസ്രായേലിൽ ന്യായപാലനം നടത്തിയത് എങ്കിൽ 20 വർഷത്തിൽ അവസാനത്തെ ഏതാനും നാളുകളിൽ അവൻ അവിശ്വസ്തത കാണിച്ചു, അനുസരണക്കേട് കാണിച്ചു, ദൈവത്തിൽ നിന്ന് അകന്നുപോയി. ബാക്കി 19 വർഷത്തോളം അവൻ വിശുദ്ധിയോടെ ജീവിച്ചു, വിശ്വസ്തത പുലർത്തി. അവൻ ദൈവത്തോട് ചേർന്നിരുന്ന വിശ്വസ്തത പുലർത്തിയ നാളുകളിൽ ആ 19ഓളം വർഷം അവനിലൂടെ പ്രവർത്തിച്ചതിനേക്കാൾ ശത്രു സംഹാരത്തിൻ്റെ ഒരു പ്രവൃത്തി ദൈവം അവൻ്റെ മരണ നിമിഷത്ത് ചെയ്യുകയാണ്. അവൻ ഒറ്റ കാര്യങ്ങൾ പ്രാർത്ഥിച്ചുള്ളൂ. അവൻ പ്രാർത്ഥിച്ചു, ദൈവമായ കർത്താവേ, എന്നെ ഓർക്കണമേ, എൻ്റെ ശത്രുവിനോട് പ്രതികാരം ചെയ്യാൻ എന്നെ ശക്തിപ്പെടുത്തണമേ. ദൈവം അവൻ്റെ പ്രാർത്ഥന കേട്ടു. ദൈവം അവനെ ശക്തിപ്പെടുത്തി. അവനെ പഴയ നിയമ പശ്ചാത്തലത്തിൽ പ്രതികാരം ചെയ്യാൻ ദൈവം സഹായിച്ചു. അതുകൊണ്ട് അവൻ 20 വർഷം ന്യായപാലനം നടത്തിയപ്പോൾ അതുവരെ കൊന്നതിനേക്കാൾ ശത്രുക്കളെ ആ അവസാനത്തെ ഒരു നിമിഷം അവൻ നശിപ്പിച്ചു കളഞ്ഞു. സാംസന്റെ ഒന്നാമത്തെ പ്രാർത്ഥനയാണ്, എൻ്റെ ശത്രുവിനെതിരെ പ്രതികാരം ചെയ്യാൻ എന്നെ ശക്തിപ്പെടുത്തണമേ എന്ന്. ഈ പ്രാർത്ഥന കുഴപ്പമില്ല. പഴയ നിയമ പശ്ചാത്തലത്തിൽ സാധാരണ വിശ്വാസികൾ പ്രാർത്ഥിച്ചിരുന്ന പ്രാർത്ഥനയാണ്, അത് കുഴപ്പമില്ല. എന്നാൽ രണ്ടാമത് സാംസൺ ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥന പ്രകാരമാണ്. അവൻ പറഞ്ഞു, 30-ാമത്തെ വാക്യം, അവൻ പറഞ്ഞു, ഫിലിസ്തരോടുകൂടി ഞാനും മരിക്കട്ടെ. ഫിലിസ്തരോടുകൂടി ഞാനും മരിക്കട്ടെ. അവൻ തൂണുകളെ പിടിച്ച് തള്ളി, കെട്ടിടം വീണു, അവനും ആ കൂട്ടത്തിൽ മരിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സാംസന്റെ രണ്ടാമത്തെ പ്രാർത്ഥന അവൻ്റെ ജീവിതത്തിൻ്റെ വഴി അടച്ച പ്രാർത്ഥനയും കൂടെയാണ്. ശത്രുവിനോടുകൂടി അവൻ പറഞ്ഞു, അവരോടുകൂടി ഞാനും മരിക്കട്ടെ. 2 കാര്യമാണ് സാംസൺ പ്രാർത്ഥിച്ചത്. 1, ശത്രുവിനെതിരെ പ്രതികാരം ചെയ്യണം, അത് സംഭവിച്ചു. 2, അവരോടുകൂടി ഞാനും മരിക്കട്ടെ, അതും സംഭവിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞെരുക്കത്തിലൂടെ കടന്നു പോകുമ്പോൾ, തകർച്ചയിലൂടെ കടന്നു പോകുമ്പോൾ, ചില അപജയങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ, പ്രതീക്ഷിച്ച രീതിയിൽ കാര്യങ്ങൾ നടക്കാതെ പോകുമ്പോൾ, ഇതുപോലെ ചില അർത്ഥമില്ലാത്ത പ്രാർത്ഥനകൾ, ഒരുപക്ഷെ അറം പറ്റുന്ന വിധത്തിലുള്ള ചില വാക്കുകൾ, ചില പ്രാർത്ഥനകൾ നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. ഇതിലും ഭേദം മരിക്കുകയാണ്, ഇതിലും ഭേദം മക്കളില്ലാത്തതാണ്, ഇങ്ങനെ ഒരു ജീവിതപങ്കാളി ഉണ്ടായിട്ട് എന്താ കാര്യം, ഇനി പള്ളിയിലൊന്നും പോകുന്നില്ല, ഇനി പ്രാർത്ഥിക്കുന്നൊന്നുമില്ല. ഒരുപക്ഷെ ചില സമയങ്ങളിൽ വ്യക്തമായി ചിന്തിക്കാതെയൊക്കെ അവിവേകത്തോടെ പറയുന്ന കാര്യങ്ങളായിരിക്കാം. പക്ഷേ അവിശ്വാസത്തിൻ്റെ വാക്കുകൾ, അവിശ്വാസത്തിൻ്റെ പാഴ്വാക്കുകൾ വരാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. ഇവിടെ സാംസൺ പറഞ്ഞു, അവരോടുകൂടി ഞാനും മരിക്കട്ടെ എന്ന്. അവനും മരിക്കുകയാണ്. ഒരു ന്യായാധിപൻ്റെ അവസാനം അവിടെ സംഭവിച്ചു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അച്ഛൻ ഈ വിഷയം പ്രത്യേകം പറയും. സാംസനെ കുറിച്ച് നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാവുന്നതാണ്. നമ്മൾ എന്ത് പ്രാർത്ഥിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരുപക്ഷെ ഈ സാംസൺ ഈ സമയത്ത് പ്രാർത്ഥിക്കുകയാണ്, കർത്താവേ, എനിക്ക് തെറ്റുപറ്റിപ്പോയി, ഒരിക്കൽ കൂടി എനിക്ക് അവസരം തരണമേ എന്ന് പറഞ്ഞിരുന്നെങ്കിൽ, പ്രിയപ്പെട്ട ദൈവപൈതലേ, സാംസൺ അവിടെ കൊല്ലപ്പെടുമായിരുന്നു. ഒരിക്കൽ കൂടി എനിക്ക് അവസരം തരണമേ കർത്താവേ എന്ന് പറഞ്ഞിരുന്നെങ്കിൽ സാംസൺ നശിച്ചു പോകുമായിരുന്നു. എന്തുകൊണ്ട് സാംസൺ അങ്ങനെയൊന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി പറ്റിയില്ല? ഒരു പ്രധാനപ്പെട്ട കാരണം, ദൈവത്തിൻ്റെ കരുണയെക്കുറിച്ച്, ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ച് ഒരു വ്യക്തമായ ബോധ്യം ഈ സാംസന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. അവൻ്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ശക്തി പ്രകടമായിരുന്നു.
അവൻ കർത്താവ് കൊടുത്ത ശക്തി ഉപയോഗിച്ച് ശത്രുവിനെ നിഗ്രഹിച്ചിരുന്നു. അവൻ ദൈവത്തിൻ്റെ മഹത്വത്തോടു കൂടി പ്രവർത്തിച്ചു. പക്ഷേ ദൈവത്തിൻ്റെ കരുണയെക്കുറിച്ചും ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ചും മനസ്സിലാക്കുന്നതിൽ അവൻ പരാജയപ്പെട്ടു. ഹല്ലേലൂയ. ഈശോയെ നന്ദി. അച്ചോറൊക്കെയാണ് വർഷങ്ങൾക്ക് മുമ്പ് ഒരിക്കൽ ധ്യാനം നടക്കുന്ന സമയത്ത് ഒരു വ്യക്തി ധ്യാനിക്കാൻ വേണ്ടി വന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് ഈ വ്യക്തി പറഞ്ഞു, അച്ഛാ എനിക്കിനി മരിച്ചാൽ മതി. ജീവിതത്തിൽ ഒത്തിരിയേറെ അപജയങ്ങൾ സംഭവിച്ചു, ഒത്തിരിയേറെ അവിശ്വസ്തതകൾ സംഭവിച്ചു. പ്രത്യേകിച്ച് കർത്താവിൻ്റെ കയ്യിലെ ശക്തമായ ഒരു ഉപകരണമായി കർത്താവ് എടുത്തുയർത്തുന്ന വ്യക്തിയാണ്. ലോകത്തിൻ്റെ എല്ലാ ദിക്കുകളിലേക്കും കർത്താവ് വ്യക്തിയെ ശുശ്രൂഷയ്ക്ക് വേണ്ടി കൊണ്ടുപോയിരുന്നു. ഈ വ്യക്തിയുടെ ജീവിതം വഴി അനേകർ രക്ഷ പ്രാപിച്ചിരുന്നു. പക്ഷേ ഒരു അപജയം ജീവിതത്തിൽ വന്നു, ഒരു തകർച്ച ജീവിതത്തിൽ വന്നു. മനസ്സും അടുത്തു, ഇനി എന്നോട് എൻ്റെ കർത്താവ് കരുണ കാണിക്കുമോ, ഇനി എന്നോട് എൻ്റെ കർത്താവ് കൃപ കാണിക്കുമോ എന്ന് വിചാരിച്ച് മനസ്സും അടുത്ത് ഈ വ്യക്തി പ്രാർത്ഥിക്കാൻ വേണ്ടി വന്ന് അച്ഛൻ ഓർക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ധ്യാന ദിവസങ്ങളിൽ ഈ വ്യക്തിക്ക് വേണ്ടി അച്ഛനും ടീമും പ്രാർത്ഥിച്ചു. ആ വ്യക്തി ദൈവത്തിൻ്റെ സന്നിധിയിൽ കർത്താവിൻ്റെ കരുണയെക്കുറിച്ച്, കർത്താവിൻ്റെ സ്നേഹത്തെക്കുറിച്ച് മാത്രം കൂടുതൽ ചിന്തിച്ചു. ഒത്തിരി കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, ഒത്തിരി ദൈവത്തോട് മാപ്പ് അപേക്ഷിച്ചു. ആ വ്യക്തി ആ ധ്യാനം കഴിഞ്ഞ് പോകുമ്പോഴേക്കും അതിന് മുൻപുണ്ടായിരുന്ന ദൈവകൃപയേക്കാൾ അനേകം മടങ്ങ് ദൈവകൃപ സ്വീകരിച്ച്, അനേകം മടങ്ങ് വരദാനങ്ങൾ സമൃദ്ധി ലഭിച്ച്, അനേകം മടങ്ങ് ദൈവസ്നേഹത്തിൻ്റെ നിറവ് ലഭിച്ച് ഇപ്പോൾ ഈശോ എന്ന് പറഞ്ഞാൽ ഹൃദയം ജ്വലിക്കുന്ന ഇന്ന് ആ വ്യക്തിയുടെ ജീവിതം കൊണ്ട് ഭാരതത്തിനകത്തും പുറത്തും 10,000-കണക്കിന് ആളുകൾ ഈശോയുടെ സ്നേഹത്തിലേക്ക്, ഈശോയുടെ കരുണയിലേക്ക് വരുന്നുണ്ട്. പ്രത്യേകിച്ച് നിരാശയിലും കുറ്റബോധത്തിലും അകപ്പെട്ടു പോയവർ, ഇടറിപ്പോയ അനേകർ ഇന്ന് ഈ വ്യക്തിയുടെ ശുശ്രൂഷ വഴി കർത്താവിൻ്റെ സ്നേഹത്തിലേക്ക് വരികയാണ് പ്രിയപ്പെട്ടവരെ. പക്ഷേ ഈ ശുശ്രൂഷയുടെ കാര്യമുണ്ടായിരുന്നു. കർത്താവിൻ്റെ കരുണയെക്കുറിച്ച് ഇദ്ദേഹം മനസ്സിലാക്കി. കർത്താവിൻ്റെ സന്നിധിയിൽ എൻ്റെ കർത്താവിനോട് കരുണ കാണിക്കും എന്ന് ചിന്തിക്കാനും മാത്രം അദ്ദേഹത്തിന് പറ്റി. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും വ്യക്തിയുടെ ജീവിതത്തിൽ കഴിഞ്ഞ കാലങ്ങളിൽ അവിശ്വസ്തതയുടെ ഭാണ്ഡങ്ങൾ ഭാരപ്പെടുന്നുണ്ടെങ്കിൽ, കഴിഞ്ഞ കാലത്തെ അവിശ്വസ്തതയുടെ അനുഭവങ്ങൾ നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത വിധം നിരാശപ്പെടുന്നുണ്ടെങ്കിൽ, ഇന്നൊന്ന് പ്രാർത്ഥിക്കാൻ പറ്റാത്ത വിധം, വചനം കേൾക്കാൻ പറ്റാത്ത വിധം, ഒന്ന് ഈശോയെ എന്ന് വിളിക്കാൻ പറ്റാത്ത വിധം, ഒന്നെൻ്റെ അപ്പാന്ന് വിളിക്കാൻ സ്നേഹത്തോടെ ദൈവത്തിൽ നിന്ന് വിളിക്കാൻ പറ്റാത്ത വിധം മനസ്സ് ഭാരപ്പെട്ടിരിക്കുന്ന ഏതെങ്കിലും വ്യക്തികളുണ്ടെങ്കിൽ ഈ സമയം കർത്താവിൻ്റെ സന്നിധിയിലേക്ക് നമുക്കൊന്ന് കരങ്ങൾ ഉയർത്തിപ്പിടിക്കാൻ പ്രിയപ്പെട്ടവരെ. ഉയർത്തിയ കരങ്ങളോട് ചേർത്ത് നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ ഭാരങ്ങളും കൊടുക്കാം. സാംസൺ പ്രാർത്ഥിച്ച ആദ്യത്തെ പ്രാർത്ഥന, ദൈവമായ കർത്താവേ എന്നെ ഓർക്കണമേ എന്നുള്ളത് നമുക്കും ഈ സമയം ആവർത്തിക്കാം. ദൈവമായ കർത്താവേ എന്നെ ഓർക്കണമേ എന്നുള്ളത്. രണ്ടാമത്തെ പ്രാർത്ഥന സാംസൺ പ്രാർത്ഥിച്ചത് അവരോടുകൂടി ഞാനും മരിക്കട്ടെ എന്നാണ്. അതിന് പകരം നമുക്ക് പ്രാർത്ഥിക്കും, കർത്താവേ ഒരിക്കൽ കൂടി ഒരു അവസരം തരണമേ, ഒരിക്കൽ കൂടി അങ്ങയുടെ സ്നേഹത്തിൽ ആയിരിക്കുവാൻ, ഒരിക്കൽ കൂടി അങ്ങ് ആഗ്രഹിക്കുന്ന രീതിയിൽ വിശ്വസത്തോടെ ശുശ്രൂഷ ചെയ്യുവാൻ, ഒരിക്കൽ കൂടി അങ്ങയുടെ കരുണയും സ്നേഹവും തിരിച്ചറിയാൻ കർത്താവേ ഞങ്ങളെ സഹായിക്കണമേ. കരങ്ങൾ ഉയർത്തി എല്ലാവരും കർത്താവിനെ ആരാധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. ഈശോയെ, 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 ഈശോയെ. കർത്താവേ ഹൃദയം തുറങ്ങിയവരെ അവിടുന്ന് ആശ്വസിപ്പിക്കണമേ, തളർന്നവരെ ബലപ്പെടുത്തണമേ, പ്രാർത്ഥിക്കാൻ പറ്റാത്ത വിധം മനസ്സ് മടുത്തവരെ അവിടുന്ന് ശക്തിപ്പെടുത്തണമേ. കർത്താവേ ലാസറെ പുറത്തുവരുന്ന വാക്കാൽ ലാസറിന് ജീവൻ കൊടുത്ത കർത്താവ് ഇപ്പോൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുത്ത ഓരോ ദൈവമക്കളെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ, ഈശോയെ, ഈശോയെ. കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് കണ്ണുകൾ അടച്ച് ഹൃദയം നിറങ്ങി രക്ഷക നീ എന്നെ മറന്നിടലേ. അറിയാതെ വഴിയേറെ ദൂരം അറിവോറും സ്നേഹത്തെ മറന്നു പോയി. അറിയാത്ത വഴിയേറെ ദൂരം അവിടുത്തെ കൂടാതെ നടന്നു നീങ്ങി. ക്രൂശിത രക്ഷക നീ
മരിയ പോസ്റ്റിന് ഡയറിയിൽ വിശുദ്ധയോട് കർത്താവ് പറഞ്ഞു, എൻ്റെ പ്രിയപ്പെട്ട മകളെ, നിങ്ങൾ എൻ്റെ വാക്കുകളെ വിശ്വസിക്കുന്നില്ലെങ്കിൽ എൻ്റെ പീഡാനുഭവത്തെങ്കിലും വിശ്വസിക്കുക, എൻ്റെ പാടുപെടുകളെങ്കിലും നിങ്ങൾ ധ്യാനിക്കുക, നിങ്ങൾക്ക് വേണ്ടി ചിന്തപ്പെട്ട രക്തത്തെ ഓർത്തെങ്കിലും നിങ്ങൾ എൻ്റെ സ്നേഹത്തെ ഒന്ന് ഓർക്കുക. കർത്താവേ, ഹൃദയം തകർന്നടിയുമ്പോ ഇടറിയ ജീവിതങ്ങളെ കാണണമേ കർത്താവേ. നിറഞ്ഞൊഴുകുമ്പോ അവിശ്വസ്തര മുറിവുകളെ ഓർക്കണമേ കർത്താവേ. ഹൃദയം തകർന്നടിയുമ്പോ കരുണയാൽ സുഖപ്പെടുത്തണമേ കർത്താവേ. ആരാരുമില്ലാതെ ആശ്രയമില്ലാതെ ക്രൂശിത രൂപത്തിൻ മുൻപിൽ നാദാ കരുണ കടാക്ഷം പൊഴിക്കൂ, നീ എന്നെ മറന്നിടലേ. സാംസൺ തകർന്നത് പോലെ ഞങ്ങൾ തകരാനിടയാക്കില്ല കർത്താവേ. തളർന്നവന് ബലം നൽകുന്ന കർത്താവേ, ഞങ്ങളെ ബലപ്പെടുത്തണമേ. ശക്തിപ്പെടുന്ന കർത്താവേ, ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. അറിയാത്ത വഴിയേറെ ദൂരം അവിടുത്തെ കൂടാതെ നടന്നു നീങ്ങി ക്രൂശിത രക്ഷകാ, നീ എന്നെ കരങ്ങൾ കർത്താവിന്റെ സന്നിധിയിലേക്ക് ഉയർത്തി ജീവിതത്തിന്റെ എല്ലാ അപജയങ്ങളോടും കൂടെ കർത്താവിന് കൊടുത്ത് കർത്താവിനെ ആരാധിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ക്രൂശിതനായ ഈശോയെ, രക്ഷകനായ ഈശോയെ, ഞങ്ങളുടെ മേ കരുണയായിരിക്കണമേ. ഞങ്ങൾക്ക് യാതൊരു യോഗ്യത ഞങ്ങൾ തിരിച്ചറിയുന്നു. ഒത്തിരിയേറെ ബലഹീനതകൾ, ഒത്തിരിയേറെ അവിശ്വസതകൾ, ഒത്തിരിയേറെ നന്ദികേടുകൾ, അങ്ങയുടെ കരുണയിൽ മാത്രം ഞങ്ങൾ ശരണപ്പെടുന്നു. കർത്താവേ, കരുണയായിരിക്കണമേ. കുടുംബങ്ങളുമേ കരുണയായിരിക്കണമേ. ഇടറിപ്പോയവളുമേ കരുണയായിരിക്കണമേ. ചിതറിക്കപ്പെട്ട സമൂഹങ്ങളുമേ കരുണയായിരിക്കണമേ. ഈശോയെ, ഈശോയെ, അവിടുത്തെ കൂടാതെ നടന്നു നീങ്ങി ക്രൂശിത രക്ഷകാ, നീ എന്നെ മറന്നിടലേ. ഓരോ ജീവിതങ്ങളെയും അവിടുത്തെ കരുണയാൽ നവീകരിക്കണമേ. ഓരോ ജീവിതങ്ങളെയും അവിടുത്തെ കരുണയാൽ ശക്തിപ്പെടുത്തണമേ കർത്താവേ. ഇന്ന് ശക്തികനായ ചാനലിലൂടെ ശുശ്രൂഷ പങ്കിടുന്ന ഓരോ ജീവിതങ്ങളിലേക്കും അവിടുത്തെ അളവറ്റ കരുണ, അവിടുത്തെ അളവറ്റ സ്നേഹം അവിടുന്ന് ചൊരിയണമേ കർത്താവേ. ഹല്ലേലൂയ. ഈശോയെ നന്ദി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പഴയ നിയമത്തിൽ ദൈവത്തിൻ്റെ കരുണ തിരിച്ചറിയാൻ പറ്റാത്തത് കൊണ്ട് ഒരിക്കൽ കൂടി ഒരവസരം ചോദിക്കാൻ പറ്റാതെ അവരോടുകൂടി ഞാനും മരിക്കട്ടെ എന്ന് പറഞ്ഞ സാംസന്റെ ജീവിതം ഒരു ദുരന്തമായി അവസാനിച്ചെങ്കിൽ, ദൈവത്തിൻ്റെ കരുണ തിരിച്ചറിഞ്ഞിട്ട് ദൈവസന്നിധിയിൽ ഒരിക്കൽ കൂടി അവസരം തരണമെന്ന് നിലവിളിച്ച് കർത്താവിൻ്റെ കയ്യിൽ ഉപകരണമായി മാറ്റപ്പെട്ട ഒരു വ്യക്തിയെക്കുറിച്ച് വചനം പഠിപ്പിക്കുന്നുണ്ട്. അത് സാമുവേലിൻ്റെ 2-ാമത്തെ പുസ്തകത്തിൽ 12-ാം അധ്യായത്തിൽ ആണ്. ഇസ്രായേലിലെ രാജാവായി ദൈവം തിരഞ്ഞെടുത്ത ദാവീദ് രാജാവ്, ആടിനെ മേയിച്ച് നടന്നിരുന്ന ദാവീദ്, അവനെ കർത്താവ് പ്രത്യേകം തിരഞ്ഞെടുത്തതാണ്. എന്നാൽ ജീവിതത്തിൽ അധികാരവും സമ്പത്തും ബാക്കി സ്വാധീനങ്ങളൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ അവൻ പാപത്തിലേക്ക് വീണുപോയി. അവൻ്റെ ജീവിതത്തിൽ അവിശ്വസ്തത വന്നു. അവിശ്വസ്തത വന്ന് ഇടറിപ്പോയ ദാവീദിൻ്റെ ജീവിതത്തിൽ അവൻ ദൈവത്തോട് എങ്ങനെയാണ് തൻ്റെ ഹൃദയവേദനകൾ തുറന്നു വെച്ചത്? ഈ ദാവീദിൻ്റെ ജീവിതത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ദാവീദിൻ്റെ ജീവിതത്തിൽ വന്നുപോയ അപജയങ്ങളും അതിനോട് ദൈവസന്നിധിയിൽ അവൻ നിലവിളിച്ചു കഴിഞ്ഞപ്പോൾ എങ്ങനെ ദൈവം പ്രതികരിച്ചു എന്നുള്ളത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്ക് കർത്താവിൻ്റെ കരുണ സ്വീകരിക്കാൻ വേണ്ടിയുള്ള നല്ലൊരു മാതൃകയാണ്. പഴയ നിയമത്തിൽ തന്നെ ദൈവത്തിൻ്റെ കരുണയുടെ, ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ആഴം മനസ്സിലാക്കാൻ സാധിച്ച ഒരു വ്യക്തിയാണ് ദാവീദ് രാജാവ്. ദാവീദിൻ്റെ ജീവിതത്തിൽ വിശുദ്ധ ഗ്രന്ഥത്തെ നമ്മൾ പരിശോധിക്കുമ്പോൾ പ്രത്യേകിച്ച് 6 തലത്തിലുള്ള പാപങ്ങൾ വരുന്നുണ്ട്. അതിൽ ഒന്നാമത്തെ പാപം എന്ന് പറയുന്നത് അവൻ അലസനായി തീർന്നു എന്നുള്ളതാണ്. മൂല പാപങ്ങളിൽ ഒന്നായ അലസത
ഒരു കാലത്ത് സിംഹത്തിൻ്റെയും കരടിയുടെയും മേൽ ദൈവത്തിൻ്റെ ശക്തി വെളിപ്പെടുത്തിയിരുന്ന സിംഹത്തെയും കരടിയെയും അതിൻ്റെ ജടയ്ക്ക് പിടിച്ച് അതിനെ ഞാൻ അടിച്ചു കൊന്നിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് തൻ്റെ ദൈവത്തിൻ്റെ മഹത്വത്തെക്കുറിച്ച് വെളിപ്പെടുത്താനും മാത്രം കഠിനാധ്വാനിയായ ഈ ദാവീദ് സാമൂവേൽ 2-ാമത്തെ പുസ്തകത്തിൽ 11-ാം അധ്യായത്തിൽ 1 മുതൽ വാക്യങ്ങളിൽ വസന്തത്തിൽ രാജാക്കന്മാർ യുദ്ധത്തിന് പോകാറുള്ള സമയത്ത് ദാവീദ് യോവാബിനെയും തൻ്റെ സേവകന്മാരെയും ഇസ്രായേൽ സൈന്യം മുഴുവനെയും അയച്ചു. ദാവീദ് ജെറുസലേമിൽ താമസിച്ചു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സാവൂൾ 1000 കൊന്നു, ദാവീദ് 10,000 കൊന്നു എന്ന് ജനം വലിയ സന്തോഷത്തോടെ പ്രഘോഷിക്കാനും മാത്രം, ഗാനങ്ങൾ ആലപിക്കാനും മാത്രം യുദ്ധം ചെയ്ത് പോരാളിയായവൻ, ഗോലിയാത്തിനെ തകർത്ത് ദൈവത്തിൻ്റെ അഭിഷേകത്തോടു കൂടി ഇസ്രായേൽ ജനത്തിന് വലിയ വിജയം നേടിക്കൊടുത്ത യോദ്ധാവായ ദാവീദ് ഇപ്പോൾ ഇതാ അവൻ അലസതയിലേക്ക് വന്നു. അവൻ യുദ്ധം ചെയ്യാൻ വേണ്ടി പോകുന്നില്ല, മറിച്ച് അവൻ യുദ്ധം ചെയ്യാതെ അവൻ അലസതയോടുകൂടി കൊട്ടാരത്തിൽ കഴിയുകയാണ്. സേവകന്മാരെ പറഞ്ഞു വിടുകയാണ്. എന്ന് മാത്രമല്ല, സൈന്യം യുദ്ധം ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ വാഗ്ദാന പേടകം കൂടി സൈന്യത്തിൻ്റെ കൂടെയാണ്. കഴിഞ്ഞ നാളുകളിൽ വാഗ്ദാന പേടകത്തിന് മുമ്പിൽ തുള്ളിച്ചാടി നൃത്തം ചെയ്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന സമയത്ത് തൻ്റെ പുറങ്കുപ്പായം ഊരിപ്പോയൊന്നും അറിയാതെ അവൻ സർവ്വം മറന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തിയപ്പോൾ സാവൂളിൻ്റെ പുത്രി മികാൽ, ദാവീദിൻ്റെ ഭാര്യ, വന്ന് ഇന്നിതാ ഇസ്രായേലിലെ ജനതകളുടെ മുമ്പിൽ, ഇസ്രായേലിലെ സ്ത്രീകളുടെ മുമ്പിൽ രാജാവ് തന്നെ അപഹാസ്യനാക്കിയിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുമ്പോൾ, പരിഹസിക്കുമ്പോൾ, എൻ്റെ ദൈവമായ കർത്താവിൻ്റെ മഹത്വത്തിന് വേണ്ടി ഇതിലും വലിയ കാര്യങ്ങൾ ഞാൻ ചെയ്യുമെന്ന് പറഞ്ഞ് ചങ്കുറപ്പോടെ അഭിമാനത്തോടെ പറഞ്ഞ ദാവീദ് ഇപ്പോൾ ഇതാ വാഗ്ദാന പേടകം, അവൻ കൊട്ടാരത്തിൽ വാഗ്ദാന പേടകമില്ല, കൊട്ടാരത്തിൽ നിന്ന് അവൻ വാഗ്ദാന പേടകം സൈന്യത്തിൻ്റെ കൈ കൊടുത്തുവിട്ടിരിക്കുകയാണ്. അതിൻ്റെ കൂടെ ചേർന്ന് നിൽക്കേണ്ടവൻ ഇന്നിതാ വാഗ്ദാന പേടകത്തിൽ നിന്ന് അകലെയായി. കർത്താവിൻ്റെ സാന്നിധ്യത്തിൽ നിന്ന് അകലെയാകുന്ന ദാവീദ് രാജാവ്. യാക്കോബ് പറഞ്ഞുകൊണ്ടല്ലോ, ദൈവത്തോട് ചേർന്ന് നിൽക്കുവൻ, അവിടുന്ന് നിങ്ങളോടും ചേർന്ന് നിൽക്കുമെന്ന്. ഗോലിയാത്തിൻ്റെ മുൻപിൽ യുദ്ധം ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ സാവൂളിൻ്റെ ആയുധങ്ങളൊന്നും എടുക്കാൻ പറ്റാതെ, ആ പടച്ചട്ടിയൊന്നും എടുക്കാൻ പറ്റാതെ അത്രയും ബലഹീനനായ ദാവീദ് പറഞ്ഞത്, ഞാൻ യുദ്ധം ചെയ്യാൻ വേണ്ടി വരുന്നത് സൈന്യങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ നാമത്തിലാണ്. കർത്താവിൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിൽ ആശ്രയം വെച്ച് യുദ്ധം ചെയ്യാൻ വേണ്ടി പോയ ദാവീദ് ഇന്നിതാ ദൈവത്തിൻ്റെ വാഗ്ദാന പേടകത്തിൽ നിന്ന് അവൻ അകന്നുകൊണ്ടിരിക്കുകയാണ്. വാഗ്ദാന പേടകം സൈന്യത്തിൻ്റെ കൂടെ യുദ്ധക്കളത്തിലാണ്. ദാവീദ് കൊട്ടാരത്തിൽ അലസനായിരിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു കാലത്ത് ആത്മീയ ജീവിതത്തിൽ തീക്ഷ്ണത ഉണ്ടായിരുന്നു. ഒരു കാലത്ത് ഒത്തിരി വചനം വായിക്കുമായിരുന്നു, ഒരു കാലത്ത് ഒത്തിരി ജപമാല ചെല്ലുമായിരുന്നു, ഒരു കാലത്ത് അടുപ്പിച്ച് കുമ്പസാരിക്കുമായിരുന്നു, ആത്മീയ കാര്യങ്ങൾ തീക്ഷ്ണതയുണ്ടായിരുന്നു. പക്ഷേ അത് എവിടെയൊക്കെയോ കുറഞ്ഞു പോയിട്ടുണ്ടോ? സമ്പത്തും സൗകര്യങ്ങളും അംഗീകാരങ്ങളും വന്ന സമയത്ത് ദൈവത്തോട് ചേർന്നിരിക്കുന്നത് മാറിപ്പോകുന്ന ഒരു പ്രലോഭനം ഇന്ന് നമുക്കൊക്കെ ഉണ്ടാകുന്നൊരു പ്രലോഭനമാണ്. ഇതാ ഒന്നാമത്തെ തിന്മ ദാവീദിന്റെ ജീവിതത്തിൽ. അവൻ അലസത വന്നു, ദൈവിക കാര്യങ്ങളിൽ അവന് തീഷ്ണത കുറഞ്ഞു. രണ്ടാമത്തെ ഒരു തിന്മ ഈ ദാവീദിന്റെ ജീവിതത്തിൽ വരികയാണ്. അവൻ കണ്ണിൻ്റെ പാപം. മത്തായിയുടെ സുവിശേഷം 5:28 വാക്യത്തിൽ വചനം പഠിപ്പിക്കുന്നുണ്ടല്ലോ, ആസക്തിയോടെ സ്ത്രീയെ നോക്കുന്നവൻ ഹൃദയത്തിൽ അവളുമായി വ്യഭിചാരം ചെയ്തു കഴിഞ്ഞുവെന്ന്. കണ്ണുകളിലൂടെ അവൻ പാപം ചെയ്യുകയാണ്. 2 സാമുവേൽ 11:2, സാമുവേലിൻ്റെ 2-ാമത്തെ പുസ്തകം 11-ാമത്തെ അധ്യായം 2-ാമത്തെ വാക്യത്തിൽ, ഒരു ദിവസം സായാഹ്നത്തിൽ ദാവീദ് കിടക്കയിൽ നിന്ന് എഴുന്നേറ്റ്, സായാഹ്നത്തിലാണ് അവൻ കിടക്കയിൽ നിന്ന് എഴുന്നേൽക്കുന്നത്. കൊട്ടാരത്തിൻ്റെ മട്ടുപാവ് ഉലാത്തുമ്പോൾ ഒരു സ്ത്രീ കുളിക്കുന്നത് അവൻ കണ്ടു. ആസക്തിയുടെ ഒരു പാപം, കണ്ണുകളിലൂടെ അവൻ്റെ മേൽ ഒരു പാപം വന്നു. അതുവരെ പഞ്ചേന്ദ്രിയങ്ങളുടെ മേലൊക്കെ നിയന്ത്രണം ഉണ്ടായിരുന്നവൻ, ദൈവത്തിന് ഇഷ്ടമില്ലാത്തൊന്നും ചെയ്യാതിരിക്കാൻ ശ്രദ്ധിച്ചിരുന്നവൻ, ദൈവത്തിനോട് ചേർന്നിരുന്നവൻ, അവനിത് കണ്ണുകളിലൂടെ പാപം ചെയ്യുകയാണ്. അവൻ്റെ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ തിന്മ അവൻ്റെ ഉള്ളിലേക്ക് കയറുകയാണ്. അലസതയിൽ നിന്ന് ആസക്തിയിലേക്ക് അവൻ വഴിമാറിപ്പോവുക. അലസൻ്റെ ഹൃദയം പിശാചിൻ്റെ പടിപ്പുരയായതുകൊണ്ട്, പിശാചിൻ്റെ വാസഗൃഹമായതുകൊണ്ട് ഇതാ അവൻ്റെ ജീവിതത്തിൽ അടുത്ത പാപം വരികയാണ്. ആസക്തി എന്ന പാപം. ലോകത്തിൻ്റെ മോഹങ്ങൾ, ജഡമോഹങ്ങൾ അവനിലേക്ക് വരുന്നു. അവന് ജഡിക മനുഷ്യനായി തീരുന്നു. ദാവീദിന്റെ ജീവിതത്തിൽ വരുന്ന മൂന്നാമത്തെ ഒരു അപജയം എന്ന് പറയുന്നത്
ഈ ദുർമോഹം ഗർഭം ധരിച്ച് അത് പാപത്തെ പ്രസവിക്കുന്നു. 2 സാമുവേൽ 11:4 അവൻ വ്യഭിചാരം എന്ന പാപപ്രവൃത്തിയിലേക്ക് പോവുകയാണ്. പഞ്ചേന്ദ്രിയങ്ങളുടെ തിന്മയകത്ത് കയറി അവൻ്റെ ഉള്ളിൽ ദുർമോഹം ഗർഭം ധരിച്ചു. ഹൃദയത്തിൻ്റെ നിറവിൽ പാപം ഗർഭം ധരിച്ചു കഴിഞ്ഞപ്പോൾ അത് പ്രസവിക്കുകയാണ്. പാപം, വ്യഭിചാരം എന്ന പ്രവൃത്തി അവൻ്റെ ജീവിതത്തിൽ വരുന്നു. ഹോസിയ 5:4 വചനം പഠിപ്പിക്കുന്നുണ്ടല്ലോ, വ്യഭിചാര ദുർബോധമുള്ള വ്യക്തികൾക്ക് ദൈവത്തിൻ്റെ അടുത്തേക്ക് തിരികെ പോകാൻ വേണ്ടി പറ്റില്ല. കാരണം വ്യഭിചാരത്തിൻ്റെ ദുർബോധം ഒരു വ്യക്തിയെ ദൈവപൈതലിനെ ദൈവത്തിൽ നിന്ന് അകറ്റും. അലസത മൂലം ദൈവത്തിൽ നിന്ന് അകന്നവൻ വീണ്ടും പാപം വഴി കൂടുതൽ ദൈവത്തിൽ നിന്ന് അകന്നു പോവുകയാണ്. 3-ാമത്തെ പാപത്തിൻ്റെ മേഖല. 4-ാമത്തെ ഒരു മേഖല ദാവീദിന്റെ ജീവിതത്തിൽ നമ്മൾ കാണുന്നത് അവൻ കപടതയോടെ പെരുമാറുകയാണ്. സാമൂവേൽ 2-ാമത്തെ പുസ്തകത്തിൽ 11-ാം അധ്യായത്തിൽ 8-ാമത്തെ വാക്യം, ബത്ശബ ഗർഭിണിയാണെന്ന് അറിഞ്ഞു കഴിയുമ്പോൾ അതിൻ്റെ ഉത്തരവാദിത്വം അവളുടെ ഭർത്താവിൽ ഊറിയാവിൽ ഏൽപ്പിക്കാൻ വേണ്ടി യുദ്ധക്കളത്തിലായിരിക്കുന്ന ഊറിയാവിനെ വിളിച്ചു വരുത്തി സമ്മാനം കൊടുത്ത് വീട്ടിലേക്ക് പറഞ്ഞയച്ച് സ്വന്തം കാര്യം രക്ഷപ്പെടുത്താൻ വേണ്ടി നോക്കുന്ന, കപടതയോടെ അഭിനയിക്കുന്ന, സ്വന്തം പാപത്തിൻ്റെ, സ്വന്തം അകൃത്യത്തിൻ്റെ ഉത്തരവാദിത്വം മറ്റുള്ളവൻ്റെ മേൽ കെട്ടിവെക്കാൻ വേണ്ടി നോക്കുന്ന, കപടതയോടെ പെരുമാറുന്ന ദാവീദ് രാജാവ്. പുറമെ നോക്കിക്കഴിഞ്ഞാൽ വളരെ സ്നേഹത്തിൻ്റെ പ്രവൃത്തിയാണ്, വളരെ കരുതലുള്ള പ്രവൃത്തിയാണ്, സ്നേഹത്തിൻ്റെ പ്രവൃത്തിയാണ്. പക്ഷേ അതിൻ്റെ ഉള്ളിൽ ഒരു കപടത അവൻ ഒളിപ്പിച്ചു വെച്ചു. ഈശോ യൂദാസിനോട് ചോദിച്ചില്ലേ, സ്നേഹിത, ചുംബനം കൊണ്ടാണോ നീ എന്നെ ഒറ്റിക്കൊടുക്കുന്നതെന്ന് പറഞ്ഞ പോലെ സ്നേഹത്തിൻ്റെ, കരുതലിൻ്റെ ഒരു പ്രവൃത്തിയിലൂടെ ദാവീദ് അവൻ കപടമായി പെരുമാറുകയാണ്. അവൻ പ്രീ പ്ലാൻഡായി ചില കാര്യങ്ങൾ ചെയ്യുകയാണ്. ദൈവത്തോട് ചേർന്നിരുന്ന വ്യക്തി ലോകത്തിൻ്റെ ആലോചനകൾ, ലോകത്തിൻ്റെ ദുഷ്ടത മനസ്സിൽ വെച്ച് അവൻ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. കപടതയോടെ പെരുമാറി സ്വന്തം പാപത്തിൻ്റെ ഉത്തരവാദിത്വം മറ്റുള്ളവരുടെ മേൽ കെട്ടിവെക്കാൻ വേണ്ടി പരിശ്രമിക്കുന്ന ദാവീദ്. 5-ാമത്തെ ഒരു മേഖല 2 സാമുവേൽ 11-ാം അധ്യായം 15-ാമത്തെ വാക്യം, ഊറിയാവിൽ അവൻ ഭവനത്തിലേക്ക് പോയില്ല. തൻ്റെ പദ്ധതി പരാജയപ്പെട്ടു മനസ്സിലാക്കിയ ദാവീദ് ഊറിയാവിനെ കൊലപ്പെടുത്താൻ വേണ്ടി യുദ്ധക്കളത്തിലേക്ക് അവനെ കൊലപ്പെടുത്താനുള്ള ദൂത് അവൻ്റെ കയ്യിൽ കൊടുത്തു വിടുകയാണ്. വിശ്വസ്തയോടും ദൈവഭയത്തോടും ആത്മാർത്ഥതയോടും കൂടി പ്രവർത്തിച്ചിരുന്ന ഊറിയാവെന്ന ദൈവദാസനെ സൈനികനെ നിഷ്കരണം കൊന്നുകളയാൻ, കൊല്ലരുത് എന്ന ദൈവത്തിൻ്റെ കൽപ്പനയ്ക്ക് വിരുദ്ധമായി കൊന്നുകളയാൻ, സ്വന്തം കാര്യം ശരിയാക്കാൻ വേണ്ടി എന്ത് നികൃഷ്ടമായി പ്രവർത്തിച്ചാലും, എന്ത് ക്രൂരത ചെയ്താലും കുഴപ്പമില്ല, സ്വന്തം കാര്യം നടക്കണം എന്ന് ചിന്തിക്കുന്ന ദാവീദ് രാജാവ്. ഈ ദാവീദ് അങ്ങനെ ആയിരുന്നില്ല. സാവൂള് ദാവീദിനെ കൊല്ലാൻ വേണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്, സാവൂൾ ഒരു ഗുഹയ്ക്കകത്ത് കിടന്നുറങ്ങുന്ന സമയത്ത്, ആ ഗുഹയ്ക്കകത്ത് കയറി ഈ സാവൂളിനെ കൊല്ലാനുള്ള അവസരം കിട്ടുന്ന സമയത്ത് ദാവീദ് പറയുന്നുണ്ട്, കർത്താവിൻ്റെ അഭിഷിക്തനെതിരെ കരമുയർത്തി എന്നൊരു തിന്മ എൻ്റെ മേൽ വരാൻ ദൈവം അനുവദിക്കാതിരിക്കട്ടെ. എന്ന് വെച്ചാൽ തന്നെ കൊല്ലാൻ വേണ്ടി ഓടിക്കുന്ന സാവൂളിനെ ഗുഹയ്ക്കകത്ത് വെച്ച് കിട്ടി ഏറ്റവും സൗകര്യപ്രദമായ ഒരു സമയം കിട്ടിയിട്ടും ദൈവത്തിന് പ്രീതികരമല്ലാത്തൊരു കാര്യം ചെയ്യാൻ മനസ്സ് വരാത്ത ദാവീദ് രാജാവ്, അത്രയും ദൈവത്തിന് വേണ്ടി ദൈവിക കാര്യങ്ങൾ ശ്രദ്ധിച്ച, ദൈവത്തിൻ്റെ മനസ്സറിഞ്ഞ് പ്രവർത്തിച്ച ദാവീദ് ഇന്നിതാ അവന് ആ ഒരു ആത്മാർത്ഥതയൊക്കെ ഇല്ലാതായി. ആ ഒരു സ്പിരിച്വൽ സെൻസിറ്റിവിറ്റി അവന് നഷ്ടമായി പോയി. ഇപ്പോൾ സ്വന്തം കാര്യം മാത്രമായി. ഇതുകൊണ്ട് ദൈവത്തിന് വേദനിക്കുകയോ, ദൈവത്തിന് ഇഷ്ടമാണോ, ദൈവം ഇത് അംഗീകരിക്കുന്നുണ്ടോ, ഇതൊന്നും ഇപ്പോൾ ദാവീദിൻ്റെ പ്രശ്നമല്ല. അവൻ സ്വന്തം കാര്യം മാത്രം. എനിക്കെൻ്റെ കാര്യം സേഫാകണം, എനിക്കെൻ്റെ കാര്യം നടക്കണം, അതുവഴി ദൈവം വേദനിച്ചാലും കുഴപ്പമില്ല, മറ്റുള്ളവരുടെ ജീവൻ പോയാലും കുഴപ്പമില്ല, എൻ്റെ കാര്യം മാത്രം. ദാവീദ് സ്വാർത്ഥതയുടെ കൂടാരമായി തീർന്നു, അധികാര ദുർവിനിയോഗം ചെയ്യുന്ന വ്യക്തിയായി തീർന്നു. അവൻ ഗൂഢാലോചന നടത്തി കൊലപാതകത്തിൻ്റെ ഉത്തരവാദിയായി തീരുകയാണ്. 6-ാമത്തെ പ്രത്യേകത, പുറമേ നോക്കുമ്പോൾ വലിയ കുഴപ്പമില്ലാത്തതാണെങ്കിലും അതിലും ദാവീദിന് ഭൗതികമായ ഒരു അംഗീകാരമുണ്ട്. സാമൂവേൽ 2-ാമത്തെ പുസ്തകത്തിൽ അതിൽ 11:27 വാക്യം, ഊറിയാവ് കൊല്ലപ്പെട്ട് കഴിഞ്ഞപ്പോൾ, വിലാപകാലം കഴിഞ്ഞപ്പോൾ ദാവീദ് ബത്ശബയെ ഭാര്യയായി സ്വീകരിക്കുകയാണ്. ജനത്തിൻ്റെ മുമ്പിൽ രാജാവ് വലിയ കരുണയുള്ളവനാണ്.
വിധവയെ സ്വീകരിക്കുന്നു, അവളോട് കരുണ കാണിക്കുന്നു. കൊല്ലപ്പെട്ട സൈനികൻ്റെ കുടുംബത്തോട് ഇത്രയും ശ്രദ്ധ കാണിക്കുന്ന കരുണയുള്ള ശ്രദ്ധാലുവായ ദയാലുവായ രാജാവെന്നൊക്കെ ജനം കരുതി ദാവീദിനെ കുറിച്ച്. പക്ഷേ ദൈവം മാത്രമേ ദാവീദിൻ്റെ മനസ്സറിഞ്ഞുള്ളൂ. പ്രിയപ്പെട്ടവരെ, അതുവരെ ഒരിക്കലും പ്രത്യക്ഷപ്പെടാത്ത നാദാം പ്രവാചകനിലൂടെ ദൈവമായ കർത്താവ് ദാവീദിനെ തിരുത്തുകയാണ്. സാമുവേലിൻ്റെ 2-ാമത്തെ പുസ്തകത്തിൽ 12-ാമത്തെ അധ്യായത്തിൽ 1-ാമത്തെ വാക്യം, കർത്താവ് നാഥാൻ പ്രവാചകനെ ദാവീദിൻ്റെ അടുക്കലേക്ക് അയച്ചു. തൻ്റെ പ്രിയപ്പെട്ട ദാസനായ ദാവീദ് അവിശ്വസ്തത കാണിച്ച് പാപത്തിൻ്റെ വഴിയെ പോയി കഴിഞ്ഞപ്പോൾ ഒന്നിനു പിറകെ ഒന്നായി അനുസരണക്കേടുകൾ, ധിക്കാരങ്ങൾ, അവൻ്റെ കൃപ നഷ്ടപ്പെട്ടു പോകുന്ന അവസരങ്ങളോട് ദാവീദ് പോയപ്പോൾ ദൈവമായ കർത്താവ് ഈ ദാവീദിനോട് കരുണ കാണിച്ച് നാഥാൻ പ്രവാചകൻ അയക്കുകയാണ്. നാഥാൻ പ്രവാചകൻ വന്നിട്ട് ഈ ദാവീദിനോട് അവൻ്റെ അകൃത്യങ്ങളെക്കുറിച്ച് വെളിപ്പെടുത്തി. 12-ാം അധ്യായത്തിൽ 11 മുതലുള്ള വാക്യങ്ങളിൽ ദാവീദിന് നാഥാൻ തൻ്റെ താക്കീത് പറയാണ്, ദൈവം പറഞ്ഞ കാര്യങ്ങൾ പറയുകയാണ്. ഇത് കേട്ട ഉടനെ ദാവീദ് ചെയ്യുന്ന കാര്യം 2 സാമുവേൽ 12:13 ദാവീദ് പറഞ്ഞു, ഞാൻ കർത്താവിനെതിരായി പാപം ചെയ്തു പോയി. ഞാൻ കർത്താവിനെതിരായി പാപം ചെയ്തു പോയി. സാംസൺ പ്രാർത്ഥിച്ചതുപോലെ ഞാൻ മരിച്ചു പോട്ടെ, ഞാൻ പാപം ചെയ്തു എന്നല്ല ദാവീദ് പറയുന്നത്. ഞാൻ കർത്താവിനെതിരായി പാപം ചെയ്തു പോയി. നാഥാൻ പറഞ്ഞു, കർത്താവ് നിന്റെ പാപം ക്ഷമിച്ചിരിക്കുന്നു, നീ മരിക്കുകയില്ല. ദാവീദിനെ ശാസിക്കാൻ വേണ്ടി, ദാവീദിൻ്റെ മേലുള്ള പ്രത്യാഘാതത്തെക്കുറിച്ച്, ശിക്ഷയെക്കുറിച്ച് പറയാൻ വേണ്ടി അതോ പ്രവാചകൻ തന്നെ ഇതാ ദൈവത്തിൻ്റെ കരുണയെക്കുറിച്ചും പറയുകയാണ്. നാഥാൻ പറഞ്ഞു, കർത്താവ് നിന്റെ പാപം ക്ഷമിച്ചിരിക്കുന്നു, നീ മരിക്കുകയില്ല. അതിനർത്ഥം ഇന്നവൻ അനുദപിച്ചില്ലായിരുന്നെങ്കിൽ, ഇപ്പോൾ ദൈവത്തോട് കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചില്ലായിരുന്നെങ്കിൽ അവൻ്റെ പാപത്തിൻ്റെ പരിണിതഫലമായി ഈ ദാവീദും മരിക്കേണ്ടതാണ്. അതുകൊണ്ട് പ്രവാചകൻ പറയാണ്, കർത്താവ് നിന്റെ പാപം ക്ഷമിച്ചിരിക്കുന്നു, കർത്താവ് നിന്റെ പാപം ക്ഷമിച്ചിരിക്കുന്നു, നീ മരിക്കുകയില്ല. അതുകൊണ്ടല്ല 51-ാം സങ്കീർത്തനത്തിൽ 11-ാമത്തെ വാക്യത്തിൽ സങ്കീർത്തകൻ എഴുതി വച്ചിരിക്കുന്നത്, കർത്താവേ അങ്ങയുടെ സന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുതേ, അങ്ങയുടെ സന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുത്, അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുത്തു കളയരുത് എന്ന് സങ്കീർത്തകനായ ദാവീദ് പ്രാർത്ഥിക്കുന്നത് ഈ ഒരു വേദന കൊണ്ടാണല്ലോ. അങ്ങയുടെ സന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുത്, തള്ളിക്കളയരുത്. തള്ളിക്കളയാൻ കാരണമുണ്ട്. ഒത്തിരി അവിശ്വസ്തതയുണ്ട്, ഒത്തിരി അനുസരണക്കേടുണ്ട്. ആദ്യകാലത്ത് ആ സ്നേഹവും ചൈതന്യവും ദൈവത്തോടുള്ള വിശ്വസ്തയൊക്കെ കൈമോശം വന്നു പോയി. ഇന്നിതാ ലോകത്തിൻ്റെ ഒരു ലൗകികനായ ഒരു ഭരണാധികാരി മാത്രമായി ദാവീദ് മാറി. എന്നിട്ട് ദാവീദ് പറഞ്ഞു, കർത്താവേ അങ്ങയുടെ സന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുത് എന്ന്. പ്രിയപ്പെട്ടവരെ, സാംസന്റെ ജീവിതത്തിലെ പ്രാർത്ഥനയും ദാവീദിൻ്റെ ജീവിതത്തിലെ പ്രാർത്ഥനയും 2 ജീവിതങ്ങളുടെ ഭാവിയിലുണ്ടാക്കിയ വ്യത്യാസം നമ്മൾ ശ്രദ്ധിക്കണം. ഒരുപക്ഷെ സാംസനേക്കാൾ കൂടുതൽ ഗൗരവമായ പാപം ചെയ്ത വ്യക്തിയാണ് ദാവീദ്. സാംസനേക്കാൾ കൂടുതൽ ദൈവത്തോട് ധിക്കാരം കാണിച്ച വ്യക്തിയാണ് ദാവീദ്. പക്ഷേ അങ്ങയുടെ സന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുത്, അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുത്തു കളയരുത് എന്ന് ഈ ദാവീദ് പ്രാർത്ഥിച്ചപ്പോൾ ദാവീദിനോട് കർത്താവ് കരുണ കാണിച്ചു. ദാവീദിനെ കർത്താവ് തള്ളിക്കളഞ്ഞില്ല. ഈ ദാവീദിൻ്റെ മേൽ ദൈവം നിരവധി കൃപകൾ ചൊരിയുകയാണല്ലോ. പ്രിയപ്പെട്ടവരെ, ഈ ദാവീദിൻ്റെ പ്രാർത്ഥന ഉണ്ടാക്കിയ ഒരു റിസൾട്ട് മനസ്സിലാക്കണമെങ്കിൽ ഇതുപോലെ കൊലപാതകം ചെയ്ത, ഇതുപോലെ പാപം ചെയ്ത വ്യക്തിക്ക് പഴയ നിയമ പശ്ചാത്തലത്തിൽ ലഭിക്കുന്ന ശിക്ഷയും കൂടെ നമ്മൾ മനസ്സിലാക്കണം. അതിനെക്കുറിച്ച് മനസ്സിലാക്കണമെങ്കിൽ രാജാക്കന്മാരുടെ 1-ാമത്തെ പുസ്തകത്തിൽ 21-ാം അധ്യായത്തിൽ 19-ാമത്തെ വാക്യത്തിൽ നാബോത്തിൻ്റെ മുന്തിരിത്തോട്ടം കൈവശമാക്കാൻ വേണ്ടി കുറ്റാരോപണം നടത്തി നാബോത്തിനെ കൊല ചെയ്ത് ആ മുന്തിരിത്തോട്ടം സ്വന്തമാക്കിയ ആഹാബിനെ കുറിച്ചും ജസബലിനെ കുറിച്ചും, കൊലപാതകം എന്ന തിന്മയാണ്. പ്രവാചകനിലൂടെ കർത്താവ് പറഞ്ഞ, ഏലിയ പ്രവാചകനിലൂടെ കർത്താവ് പറഞ്ഞു, നിന്റെ രക്തം നായ്ക്കൾ നക്കിക്കുടിക്കുമെന്ന് ആഹാബിനോട് കർത്താവ് ഏലിയ പ്രവാചകനിലൂടെ പറഞ്ഞു. കാരണം നീ രക്തം ചിന്തിയവനാണ്, രക്തത്തിന് പകരം രക്തം, ജീവന് പകരം ജീവൻ. നീ നാബോത്തിൻ്റെ രക്തം ചിന്തിയത് കൊണ്ട് നിന്റെ രക്തം നായ്ക്കൾ നക്കിക്കുടിക്കുമെന്ന് ആഹാബിനോട് ഏലിയ പ്രവാചകൻ പറഞ്ഞു. അത് രാജാക്കന്മാരുടെ 1-ാമത്തെ പുസ്തകത്തിൽ 22-ാം അധ്യായത്തിൽ 38-ാമത്തെ വാക്യത്തിൽ ആ പ്രവചനം പൂർത്തീകരിച്ചു. അവൻ്റെ രക്തം നായ്ക്കൾ നക്കിക്കുടിച്ചു. പഴയ നിയമ പശ്ചാത്തലമാണ്. പല്ലിന് പകരം പല്ല്, കണ്ണിന് പകരം കണ്ണ്, ജീവന് പകരം ജീവൻ. പ്രവചനം പൂർത്തീകരിച്ചു. കൊലപാതകം നടത്തിയവൻ്റെ
രക്തം നായ്ക്കൾ നക്കി കുടിച്ചു. ജസബലിനെ കുറിച്ച് ഏലിയ പ്രവാചകനിലൂടെ കർത്താവ് അരുളി ചെയ്തു. രാജാക്കന്മാരുടെ ഒന്നാമത്തെ പുസ്തകത്തിൽ 21-ാം അധ്യായത്തിൽ 23-ാമത്തെ വാക്യം, നിന്റെ മാംസം നായ്ക്കൾ ഭക്ഷിക്കും, നിന്റെ മാംസം നായ്ക്കൾ ഭക്ഷിക്കും. രാജാക്കന്മാരുടെ 2-ാമത്തെ പുസ്തകത്തിൽ 9-ാം അധ്യായത്തിൽ 35-36 വാക്യങ്ങൾ, ആഹാബ് കൊല്ലപ്പെട്ടതിന് ശേഷം സൈന്യാധിപനായിരുന്ന യേഹു അവൻ ഭരണമേറ്റെടുത്ത് കൊട്ടാരത്തിലേക്ക് വരുമ്പോൾ ഈ ജസബലിനെ കൊട്ടാരത്തിൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് എറിയാൻ വേണ്ടി അവൻ പറഞ്ഞു. അവളെ അവർ താഴേക്ക് എറിഞ്ഞു. താഴേക്ക് വീഴുമ്പോൾ കോട്ടയുടെ ആ കല്ലിവ് തട്ടി അവളുടെ ശരീരം ചിതറുകയാണ്. താഴെ വീണു. കുതിരകൾ ആ ശരീരത്തെ ചവിട്ടി തേച്ചു. ഏതാനും ദിവസം കഴിഞ്ഞ് ഈ ജസബലിനെ അടക്കം ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ തലയോടും പാദങ്ങളും കൈപ്പത്തികളുമല്ലാതെ ഒന്നും കണ്ടില്ല. പ്രവാചകങ്ങളുടെ കർത്താവ് അരുളി ചെയ്തതുപോലെ അവളുടെ മാംസം നായ്ക്കൾ ഭക്ഷിച്ചു. പ്രിയപ്പെട്ടവരെ, ഇതാണ് പഴയ നിയമം. ഇതാണ് പഴയ നിയമം. ഇതുപോലെ തകർക്കപ്പെടേണ്ട വ്യക്തിയായിരുന്നു ദാവീദ് രാജാവ്. അതുകൊണ്ടാണ് നാഥാൻ പ്രവാചകൻ പറഞ്ഞത്, കർത്താവ് നിന്റെ പാപം ക്ഷമിച്ചു, നീ മരിക്കുകയില്ല. നാബോത്തിന്റെ രക്തത്തിന്റെ വില ആഹാബും ജസബലും കൊടുക്കേണ്ടി വന്നതുപോലെ ദാവീദ് അവൻ്റെ പാപത്തിൻ്റെ പ്രത്യാഘാതം പേറേണ്ട വ്യക്തിയായിരുന്നു. അവനും കൊല്ലപ്പെടേണ്ട വ്യക്തിയായിരുന്നു. പക്ഷേ നാഥാൻ പ്രവാചകൻ പറഞ്ഞു, നീ അനുദപിച്ചതുകൊണ്ട് കർത്താവ് നിന്റെ പാപം ക്ഷമിച്ചു, നീ മരിക്കുകയില്ല. മരിക്കുകയില്ല എന്ന് മാത്രമല്ല പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ സന്നിധിയിൽ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ച, കർത്താവിൻ്റെ സാന്നിധ്യം നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടി പ്രാർത്ഥിച്ച ദാവീദിൻ്റെ മേൽ ദൈവമായ കർത്താവ് കൊടുക്കുന്ന അനുഗ്രഹങ്ങളെയും കൂടി നമ്മൾ ചിന്തിക്കണം. അതുകൊണ്ടാണ് ദാവീദിനെ കുറിച്ച് ജസ്സയുടെ പുത്രനായ ദാവീദിൽ എൻ്റെ ഹൃദയത്തിനിണങ്ങിയ വ്യക്തിയെ ഞാൻ കണ്ടിരിക്കുന്നു എന്ന് കർത്താവ് പറഞ്ഞതിന് കാരണം ദൈവത്തിൻ്റെ കരുണ, ദൈവത്തിൻ്റെ സ്നേഹം, അവിടുത്തെ വാത്സല്യവും ദീർഘക്ഷമയും ഒക്കെ പഴയ നിയമത്തിലെ കൂടുതൽ മനസ്സിലാക്കാൻ പറ്റിയ വ്യക്തിയായിരുന്നു ദാവീദ്. ദാവീദിന്റെ ജീവിതത്തിൽ ദൈവമായ കർത്താവ് കൊടുക്കുന്ന അനുഗ്രഹങ്ങളിൽ ഒന്നാമത്തെ അനുഗ്രഹമാണ് മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം 6-ാമത്തെ വാക്യം. ദാവീദ് ഊറിയായുടെ ഭാര്യയിൽ നിന്ന് ജനിച്ച സോളമൻ്റെ പിതാവായിരുന്നു എന്ന് പറയുന്ന വംശാവലി ഭാഗത്തിൽ യേശുവിൻ്റെ വംശാവലിയിൽ ഇതാ ദാവീദ് രാജാവിനെ കർത്താവ് ചേർത്ത് വയ്ക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവിശ്വസ്തതയുടെ കൂടാരമായിരുന്ന, ഒത്തിരിയേറെ അപജയത്തിലേക്ക് പോയ ദാവീദിനെ ഈശോ ലോകരക്ഷകനായ, ലോകത്തിൻ്റെ രക്ഷിതാവായി പരമപരിശുദ്ധനായി ജീവിച്ച് തൻ്റെ ശുശ്രൂഷ വഴി ലോകത്തെ വീണ്ടെടുത്ത യേശു ക്രിസ്തുവിൻ്റെ വംശാവലിയിൽ പാപത്തിൽ ജീവിച്ച് ഇടറിപ്പോയ ദാവീദിൻ്റെ പേര് ദൈവമായ കർത്താവ് ചേർത്ത് വെച്ചു. ദാവീദിൻ്റെ പേര് ആ വംശത്തിൽ കർത്താവ് ചേർത്ത് വെച്ചു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കർത്താവിൻ്റെ കരുണയിൽ ആശ്രയിക്കുന്ന ഒരു ദൈവ പൈതലിൻ്റെ പേര് ഇതുപോലെ ദൈവമായ കർത്താവ് മാനിക്കും. അത് ദാവീദിന് യോഗ്യത കൊണ്ടല്ല, മറിച്ച് അങ്ങയുടെ സന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുതേ, അവിടുത്തെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുത്തു കളയരുതേ എന്നുള്ള ദൈവത്തിൻ്റെ കരുണയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന ഉണ്ട്. സംഗീതം 51-11 ദാവീദ് അങ്ങയുടെ സന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുതെന്ന് പറയുമ്പോൾ അവന് വേറെ യോഗ്യതയൊന്നും പറയാനില്ല. അവൻ്റെ ജീവിതത്തിലെ പുണ്യത്തിൻ്റെ ഒന്നും പറയാനില്ല. അവൻ്റെ അവിശ്വസത, അവൻ്റെ നികൃഷ്ടത മാത്രമേ ഉള്ളൂ. ഇന്നലെ വിശുദ്ധ ഫൗസ്റ്റിയുടെ കാര്യം അച്ഛൻ പറഞ്ഞല്ലോ, നിന്റെ നികൃഷ്ടാവസ്ഥ നീ എനിക്ക് നൽകുക എന്ന് യേശു പറഞ്ഞതുപോലെ ഇന്ന് ദാവീദിന് കൊടുക്കാനുള്ളത് അവൻ്റെ നികൃഷ്ടാവസ്ഥയായിരുന്നു. എല്ലാം അറിയുന്ന കർത്താവിൻ്റെ സന്ധിയിൽ ദാവീദ് കർത്താവിൻ്റെ കർത്താവെ അങ്ങയുടെ സന്നിധി തള്ളിക്കളയരുത്. തള്ളിക്കളയാൻ കാരണമുണ്ട്, തള്ളിക്കളയാനും മാത്രം അകൃത്യം ഞാൻ ചെയ്തിട്ടുണ്ട്. എങ്കിലും അങ്ങയുടെ സന്നിധിനെ തള്ളിക്കളയരുത്, അവിടുത്തെ പരിശുദ്ധാത്മാവിനെ എടുത്തു കളയരുത്. ആ ദാവീദിനെ തൻ്റെ വംശാവലിയിൽ ഈശോ ചേർത്ത് വയ്ക്കുകയാണ്. ഒന്നാമത്തെ അനുഗ്രഹം. രണ്ടാമത്തെ കാര്യം മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായത്തിൽ 20 മുതൽ വാക്യങ്ങൾ. നീതിമാനായ യൗസേ പിതാവിന് അവൻ ഇതേക്കുറിച്ച് ആലോചിച്ചു കൊണ്ടിരിക്കെ കർത്താവിൻ്റെ ദൂതൻ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് അവനോട് പറഞ്ഞു, ദാവീദിൻ്റെ പുത്രനായ ജോസഫ് മറിയത്തെ ഭാര്യയായി സ്വീകരിക്കാൻ ശങ്കിക്കേണ്ട. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വളർത്തു പിതാവാകാൻ ഭാഗ്യയിൽ വെച്ച് ജോസഫ് എന്നല്ല വിളിക്കുന്നത്, നീതിമാനായ ജോസഫ് എന്നല്ല വിളിക്കുന്നത്, വിശുദ്ധനാകാൻ വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ട ജോസഫ് എന്നല്ല വിളിക്കുന്നത്, ദാവീദിൻ്റെ പുത്രനായ ജോസഫ്.
സഭയുടെ ചരിത്രത്തിൽ, രക്ഷാകര ചരിത്രത്തിൽ പരിശുദ്ധ അമ്മയോടുകൂടി ഈശോയെ വളർത്തി വലുതാക്കാൻ വേണ്ടി ദൈവം പ്രത്യേകം തിരഞ്ഞെടുത്ത ഈ യേശുസ്തേ പിതാവിനെ പോലും ദൈവം വിളിക്കുന്നത് ദാവീദിൻ്റെ പേര് പറഞ്ഞിട്ടാ. ദാവീദിൻ്റെ പുത്രനായ ജോസഫ്, ദാവീദിൻ്റെ പുത്രനായ ജോസഫ്. അത്രത്തോളം ഈ ദാവീദിനെ ദൈവം മാനിക്കുകയാണ്. അത്രത്തോളം ഈ ദാവീദിനെ കർത്താവ് തൻ്റെ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുകയാണ്. രണ്ടാമത്തെ അനുഗ്രഹമാണ് ദാവീദിൻ്റെ പേരിൽ യേശുസ്തേ പിതാവ് പോലും വിളിക്കപ്പെടാൻ ദൈവം ഇടയാക്കുന്നു. മൂന്നാമത്തെ ഒരു പ്രത്യേകത അനുഗ്രഹം ദാവീദ് കിട്ടുന്നത് ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായത്തിൽ 11-ാമത്തെ വാക്യം. ദാവീദിൻ്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ഒരു രക്ഷകൻ കർത്താവായ ക്രിസ്തു ഇന്ന് ജനിച്ചിരിക്കുന്നു. ദാവീദിൻ്റെ പട്ടണത്തെ പ്രത്യേകമായി തിരഞ്ഞെടുത്ത് അനുഗ്രഹിക്കുന്ന ദൈവം. ദാവീദിൻ്റെ പട്ടണത്തെ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അൽഫോൻസാമ വിശുദ്ധയായതിലൂടെ അൽഫോൻസാമയുടെ ദേശമായ ഭരണങ്ങാനത്തെ പ്രത്യേകം അനുഗ്രഹിച്ചു ഉയർത്തിയ ദൈവം. വിശുദ്ധ യൗപ്രാസ്യമ്മയുടെ സാന്നിധ്യം വഴി ഒല്ലൂർ ദേശത്തെ ദൈവം പ്രത്യേക അനുഗ്രഹമുള്ള ദേശമാക്കി മാറ്റിയതുപോലെ മറിയം ത്രേസ്യാമ്മയുടെ സാന്നിധ്യം വഴി, വിശുദ്ധ മറിയം ത്രേസ്യാമ്മയുടെ സാന്നിധ്യം വഴി കുഴിക്കാട്ടുശ്ശേരിയെ കർത്താവ് പ്രത്യേകം അനുഗ്രഹിച്ച് ഉയർത്തിയതുപോലെ ചാവറപിതാവിൻ്റെ സാന്നിധ്യം വഴി മാന്നാനത്തെ കർത്താവ് പ്രത്യേകം അനുഗ്രഹിച്ച് ഉയർത്തിയതുപോലെ ദൈവം തെരഞ്ഞെടുത്ത വ്യക്തികളുടെ സാന്നിധ്യം വഴി ആ സ്ഥലത്തെ പോലും ദൈവം അഭിഷേകം ചെയ്യുകയാണ്. കർത്താവ് പറയാണ്, ദാവീദിൻ്റെ പട്ടണത്തിൽ വേറെ എന്തൊക്കെ പറയാൻ വരുന്നു, സ്ഥലത്തിൻ്റെ പേര് പറയാൻ വരുന്നു, അതിൻ്റെ ചരിത്രം പറയാൻ വരുന്നു, പറയാൻ ഒത്തിരി കാര്യങ്ങളുണ്ട്. പക്ഷേ ദാവീദിൻ്റെ പട്ടണത്തിൽ എന്നെ ആദരിക്കുന്നവരെ ഞാനും ആദരിക്കുമെന്ന വചനപ്രകാരം കർത്താവിൻ്റെ കരുണയെ ആദരിച്ച, കർത്താവിൻ്റെ സ്നേഹത്തെ ആദരിച്ച, കർത്താവിൻ്റെ ദീർഘക്ഷമയിലും കരുതലിലും പ്രത്യാശ അർപ്പിച്ച ദാവീദിനെ, അവൻ്റെ പട്ടണത്തെ പോലും ദൈവം വിലമതിക്കുന്നു, ആദരിക്കുന്നു. ഹല്ലേലൂയ. ഈശോയെ നന്ദി, പരിശുദ്ധാത്മാവേ നന്ദി. ഇത് ദാവീദിനോട്, അനുദപിച്ച ദാവീദിനോട് കർത്താവ് കാണിക്കുന്ന മൂന്നാമത്തെ ബ്ലെസ്സിങ് ആണ്. നാലാമത്തെ ഒരു പ്രത്യേകത, അത് അപ്പോസ്തല നടപടി പുസ്തകത്തിൽ 13-ാം അധ്യായത്തിൽ 22-ാമത്തെ വാക്യത്തിൽ അവിടെ വചനം പ്രത്യേകം പഠിപ്പിക്കുകയാണ്. ജസ്സയുടെ പുത്രനായ ദാവീദിൽ എൻ്റെ ഹൃദയത്തിനിണങ്ങിയ ഒരു മനുഷ്യനെ ഞാൻ കണ്ടെത്തിയിരിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു മനുഷ്യനെക്കുറിച്ച് ദൈവം പറയുകയാണ്, സർവശക്തനായ ദൈവം പറയാണ്, ജസ്സയുടെ പുത്രനായ ദാവീദിൽ എൻ്റെ ഹൃദയത്തിനിണങ്ങിയ ഒരു മനുഷ്യനെ ഞാൻ കണ്ടെത്തിയിരിക്കുന്നു. പ്രിയപ്പെട്ട, ഇത് എപ്പോഴാണ് കർത്താവിൻ്റെ സന്നിധിയിൽ ദാവീദ് ഹൃദയത്തിനിണങ്ങിയ വ്യക്തിയായത്? ആടിനെ മേയിച്ച സമയത്താണോ? യുദ്ധം ചെയ്ത സമയത്താണോ? അതോ അവൻ പാപം ചെയ്ത സമയത്താണോ? ഓക്കെ, ദാവീദ് നന്നായി ജീവിച്ച സമയത്തൊക്കെ ദൈവത്തിൻ്റെ ഹൃദയത്തിന് ഏറ്റവും ചേർന്ന വ്യക്തിയായിരുന്നു. പക്ഷേ അവൻ അവിശ്വസ്തത കാണിച്ചപ്പോൾ തകർന്നു പോകേണ്ടവനായിരുന്നു. കർത്താവിൻ്റെ കരുണയും കർത്താവിൻ്റെ സ്നേഹവും മനസ്സിലാക്കി, ദൈവമേ അങ്ങയുടെ സന്നിധിയിൽ തന്നെ തള്ളിക്കളയരുത് എന്ന് പറഞ്ഞ് ദൈവത്തിൻ്റെ കരുണയിൽ ആശ്രയിച്ചുകൊണ്ട് വീണ്ടും പുതുചൈതന്യം സ്വീകരിച്ച ഈ ദാവീദിനെ കുറിച്ച് പറയുകയാണ്, ജസ്സയുടെ പുത്രനായ ദാവീദിൽ എൻ്റെ ഹൃദയത്തിനിണങ്ങിയ ഒരു മനുഷ്യനെ ഞാൻ കണ്ടെത്തിയിരിക്കുന്നുവെന്ന്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്ന് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഏതെങ്കിലും വ്യക്തിയും കഴിഞ്ഞകാല ജീവിതത്തിൻ്റെ അപജയങ്ങളെ ഓർത്ത്, കഴിഞ്ഞകാല ജീവിതത്തിൻ്റെ അവിശ്വസ്തതകളെ ഓർത്ത്, ദൈവം തന്ന അവസരങ്ങൾ വേണ്ട വിധത്തിൽ വിനിയോഗിച്ചില്ലല്ലോ, ദൈവം തന്ന താളന്തുകൾ കുഴിച്ചു മൂടിയിട്ടല്ലോ, ദൈവം തന്ന സ്നേഹത്തിന് പ്രതിസ്നേഹം നൽകിയില്ലല്ലോ എന്നൊക്കെ വിചാരിച്ച് നിരാശയിൽ അകപ്പെട്ടിരിക്കുന്നുണ്ടെങ്കിൽ ഈ ദാവീദിനോട് കർത്താവ് കാണിക്കുന്ന ഈ സ്നേഹം പ്രധാനപ്പെട്ടതാണ്. ഇത് നമ്മുടെ ഹൃദയത്തെ പതിപ്പിക്കണം. ദാവീദിനെ കർത്താവ് ഹൃദയത്തിനിണങ്ങിയ വ്യക്തിയായി കണക്കാക്കിയിട്ടുണ്ടെങ്കിൽ, ഇന്ന് വീണുപോയ വ്യക്തിയാണെങ്കിൽ, ഇന്ന് അപജയത്തിലുള്ള വ്യക്തിയാണെങ്കിൽ, ഇന്ന് എല്ലാ വിശുദ്ധിയും നഷ്ടപ്പെട്ട വ്യക്തിയാണെങ്കിൽ, പ്രാർത്ഥന പോയ വ്യക്തിയാണെങ്കിലും, ദൈവമായ കർത്താവ് അങ്ങയുടെ സന്നിധിയിൽ നിന്ന് തള്ളിക്കളയരുത്, അങ്ങയുടെ പരിശുദ്ധാത്മാവിന് എന്നിൽ നിന്ന് എടുത്തു കളയരുത് എന്ന് പ്രാർത്ഥിക്കുന്ന ഒരു ദൈവപൈതലിന് മുൻപിൽ കർത്താവിൻ്റെ കരുണ അവിടുന്ന് ചൊരിയുക തന്നെ ചെയ്യും. ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശുദ്ധ മരിയ ഫൗസ്റ്റീന ഡയറിയിൽ ഈശോ പ്രത്യേകം പറയുന്നുണ്ട്, എൻ്റെ പ്രിയപ്പെട്ട മകളെ, നിന്റെ ജീവിതത്തിൽ നീ 1000 നാവുകൾ ഉപയോഗിച്ച് ഒരേ സമയം എൻ്റെ കരുണയെക്കുറിച്ച് പ്രഘോഷിച്ചാലും അത് ഒന്നുമാകില്ല, എൻ്റെ മഹത്വത്തിൻ്റെ ഒരു കണിക പോലും ആയിത്തീരുകയില്ല എന്ന്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ കരുണ, കർത്താവിൻ്റെ സ്നേഹം നമ്മൾ ചിന്തിക്കുന്നതിലും അപ്പുറമാണ്.
അഞ്ചാമത്തെ ഒരു പ്രത്യേകത, ദാവീദിൻ്റെ ജീവിതത്തിൽ കർത്താവ് കൊടുക്കുന്ന ഒരു ബ്ലെസ്സിങ്, അത് സാമുവേൽ 2-ാമത്തെ പുസ്തകത്തിൽ 7-ാം അധ്യായത്തിൽ 15-ാമത്തെ വാക്യാണ്. എങ്കിലും നിന്റെ മുൻപിൽ നിന്ന് ഞാൻ തള്ളിക്കളഞ്ഞ സാവൂളിൽ നിന്ന പോലെ അവനിൽ നിന്ന് എൻ്റെ സ്ഥിരസ്നേഹം ഞാൻ പിൻവലിക്കുകയില്ല. ദാവീദിന് കർത്താവ് കൊടുക്കുന്ന ഒരു വലിയൊരു കൃപയാണ്, എൻ്റെ സ്ഥിരസ്നേഹം ഞാൻ പിൻവലിക്കുകയില്ല. സ്ഥിരസ്നേഹം പിൻവലിക്കുകയില്ല. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വലിയൊരു കൃപയാണ് സ്ഥിരസ്നേഹം. ഒരിക്കലും പിൻവലിക്കാത്ത കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ ഒരു സാന്നിധ്യം, കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ ഒരു അഭിഷേകം ദാവീദിന് കർത്താവ് കൊടുക്കുകയാണ്. സ്ഥിരസ്നേഹം പിൻവലിക്കുകയില്ല. ഹല്ലേലൂയ. മാറ്റമില്ലാത്ത സ്നേഹം, ഒരിക്കലും മറക്കാത്ത, വിട്ടുവീഴ്ചയില്ലാത്ത, ഒരിക്കലും വേറെ ഉപാധികൾ പറഞ്ഞ് ഒഴിഞ്ഞു മാറാത്ത ദൈവത്തിൻ്റെ സ്നേഹം കർത്താവാണ്. സ്ഥിരസ്നേഹം ഞാൻ അവരിൽ നിന്ന് പിൻവലിക്കുകയില്ല. അതുകൊണ്ടാണല്ലോ ജീവിതത്തിൻ്റെ സായാഹ്നത്തിൽ ദാവീദ് രാജാവ് കൊട്ടാരത്തിലിരുന്ന് ദൈവത്തോട് പറയുന്നുണ്ട്, ദൈവമേ, ആടിനെ മേയിച്ചിട ദാവീദ് ഇതാ ദേവദാരു കൊണ്ടുള്ള കൊട്ടാരത്തിൽ കഴിയുന്നു, എന്നാൽ അങ്ങിപ്പോഴും കൂടാരത്തിൽ വസിക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് ഞാനും എൻ്റെ കുടുംബവും ഇങ്ങനെ ആയിത്തീരാൻ, അങ്ങിങ്ങനെ കരുണ കാണിക്കാൻ ഞാനും എൻ്റെ കുടുംബവും എന്താണെന്ന് പറഞ്ഞ് ദൈവസന്നിധിയിൽ കരയുന്ന ദാവീദിനെ നമ്മൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ കണ്ടുമുട്ടുന്നുണ്ട്. ദൈവം ചൊരിഞ്ഞ കരുണ, ദൈവം ചൊരിഞ്ഞ കൃപ, അത് ഹൃദയത്തിൽ ഏറ്റുവാങ്ങിയ വ്യക്തിയാണ് ദാവീദ്. സ്ഥിരസ്നേഹം ഒരിക്കലും പിൻവലിക്കപ്പെടുകയില്ല എന്ന് ദാവീദിനോട് കർത്താവ് പറയുകയാണ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഇന്ന് ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ നമ്മൾ പ്രത്യേകം പ്രാർത്ഥിക്കേണ്ട ഒരു മേഖലയാണ് ഈശോയോട് അവിടുത്തെ സ്ഥിരസ്നേഹം ഞങ്ങളിൽ നിന്ന് പിൻവലിക്കരുത് എന്ന്. ഒരിക്കലും അങ്ങയുടെ സ്നേഹത്തിൽ നിന്ന് എന്നെ തള്ളിക്കളയരുത് എന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കാം. സാഹചര്യം പ്രതികൂലമായിരിക്കാം, അനുകൂലമായിരിക്കാം, രോഗമുണ്ടാകാം, രോഗമില്ലായിരിക്കാം, സമ്പത്തുണ്ടാകാം, സമ്പത്തില്ലായിരിക്കാം, ആരോഗ്യം ഉണ്ടാകാം, ആരോഗ്യമില്ലാത്ത അവസ്ഥയായിരിക്കാം, സുഹൃത്തുക്കളുണ്ടാകാം, ഇല്ലായിരിക്കാം, കാലാവസ്ഥ അനുകൂലമായിരിക്കാം, പ്രതികൂലമായിരിക്കാം. പക്ഷേ കർത്താവിൻ്റെ സ്നേഹം ഒരുപക്ഷെ പുതിയ നിയമത്തിൽ ഇത് ഏറ്റവും കൂടുതൽ അനുഭവിച്ച ഒരു വ്യക്തിയാണല്ലോ പൗലോസ് അപ്പോസ്തലൻ. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് ആർക്കെന്നെ വേർപെടുത്താൻ പറ്റുമെന്നൊക്കെ പറഞ്ഞ് വലിയ ആത്മധൈര്യത്തോടെ പറഞ്ഞ പൗലോസിൻ്റെ ജീവിതത്തിൽ ആ ഒരു സ്നേഹത്തിൻ്റെ നിറവുണ്ടായിരുന്നു. അതുകൊണ്ട് യേശുവിൻ്റെ സ്നേഹം ഞങ്ങൾക്ക് ഉത്തേജനം നൽകുന്നു എന്ന് പറയാൻ പൗലോസ് അപ്പോസ്തലൻ മടിയുണ്ടായിരുന്നില്ല. ദാവീദിൽ ഇതാ ഒരു സ്ഥിരസ്നേഹം കർത്താവ് കൊടുക്കുകയാണ്, സ്ഥിരസ്നേഹത്തിൻ്റെ ഒരു അഭിഷേകം. ആറാമത്തെ ഒരു പ്രത്യേകത, ദൈവത്തിൻ്റെ കരുണയ്ക്ക് വേണ്ടി എന്നെ തള്ളിക്കളയരുതേ എന്ന് പറഞ്ഞ ദാവീദിന് കർത്താവ് കൊടുത്ത കൃപയാണ്. സാമുവേൽ 2-ാമത്തെ പുസ്തകം 7-ാം അധ്യായം 16-ാമത്തെ വാക്യം. നിന്റെ കുടുംബവും രാജ്യത്വവും എൻ്റെ മുൻപിൽ സ്ഥിരമായിരിക്കും, നിന്റെ സിംഹാസനം എന്നേക്കും നിലനിൽക്കും. നിന്റെ സിംഹാസനം എന്നേക്കും നിലനിൽക്കും. ദാവീദിൻ്റെ പുത്രനായ ഈശോയിലൂടെ അവൻ്റെ സിംഹാസനം എന്നേക്കും നിലനിൽക്കുകയാണല്ലോ. കർത്താവ് പറയുക, നിന്റെ സിംഹാസനം എന്നേക്കും നിലനിൽക്കും. കഴിഞ്ഞ കാലത്തിൽ പാപം ചെയ്യുന്നതിൻ്റെ പേരിൽ ഒരുപക്ഷെ ആഹാബിനെ പോലെ ജസബലിനെ പോലെ കൊല്ലപ്പെടുന്ന വ്യക്തിയായിരുന്നു. പക്ഷെ നാഥാൻ പ്രവാചകൻ പറഞ്ഞു, നീ നിലവിളിച്ചതുകൊണ്ട്, നീ അനുദപിച്ചതുകൊണ്ട് നീ കൊല്ലപ്പെടുകയില്ല, കർത്താവ് നിന്നോട് കരുണ കാണിക്കുന്നു. ആ ദാവീദിൻ്റെ മേൽ കർത്താവ് പറയാണ്, നിന്റെ സിംഹാസനം എന്നേക്കും നിലനിൽക്കും, നിന്റെ സിംഹാസനം എന്നേക്കും നിലനിൽക്കുമെന്ന്. ഹല്ലേലൂയ. ഈശോയെ നന്ദി, പരിശുദ്ധാത്മാവേ നന്ദി. 7-ാമത്തെ ഒരു പ്രത്യേകത, സോളമൻ്റെ ജീവിതത്തിൽ രാജാക്കന്മാരുടെ 1-ാമത്തെ പുസ്തകത്തിൽ 11-ാം അധ്യായം 12-ാമത്തെ വാക്യം. ദാവീദിൻ്റെ പുത്രനായ സോളമൻ അവിശ്വസ്തത കാണിക്കുമ്പോൾ ദൈവമായ കർത്താവ് സോളമനോട് പറയുന്ന കാര്യമുണ്ട്, നിന്റെ പിതാവായ ദാവീദിനെ ഓർത്ത് നിന്റെ ജീവിതകാലത്ത് ഇത് ഞാൻ ചെയ്യുകയില്ല. സോളമൻ പാപം ചെയ്യുമ്പോൾ അതിൻ്റെ പ്രത്യാഘാതം സോളമൻ അനുഭവിക്കണം. പക്ഷേ ദൈവമായ കർത്താവ് പറയാണ്, നിന്റെ പിതാവായ ദാവീദിനെ ഓർത്ത്, നിന്റെ പിതാവായ ദാവീദിനെ ഓർത്ത്. അതുകൊണ്ടാണല്ലോ പഴയ നിയമത്തിൽ ദൈവമക്കൾ പ്രാർത്ഥിച്ചിരുന്നത്, കർത്താവേ ദാവീദിനെ ഓർക്കണമേ, അങ്ങയുടെ ദാസൻ സഹിച്ച പാടുപീടുകളെ ഓർക്കണമേ, ദാവീദിനെ ഓർക്കണമേ. ചില പ്രതികൂല സാഹചര്യങ്ങളിൽ, ഞെരുക്കത്തിൻ്റെ സമയങ്ങളിൽ ദാവീദിനെ ഓർക്കണമേ എന്ന് പറഞ്ഞ് ഇസ്രായേൽ ജനം പ്രാർത്ഥിച്ചിരുന്നത്. അതുകൊണ്ടാണല്ലോ ഇതാ ദാവീദിനെ ഓർത്ത് സോളമനോട് പോലും കരുണ കാണിക്കുന്ന ദൈവം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ആഹാബിനെ പോലെ ജസബലിനെ പോലെ തകർച്ചയിലേക്ക് പോകേണ്ട വ്യക്തിയായിരുന്നു ദാവീദ്. സാംസനെ പോലെ അപജയത്തിലേക്ക് പോകേണ്ട വ്യക്തിയായിരുന്നു ദാവീദ്.
പക്ഷേ തകർച്ചയിൽ നിന്ന് തകർച്ചയിലേക്ക് പോകേണ്ട ഒരു ദാവീദിൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ചത് അവന് ദൈവത്തിൻ്റെ കരുണയെക്കുറിച്ച്, ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ച് അറിവുള്ളത് കൊണ്ട്, അവരത് മനസ്സിലാക്കിയത് കൊണ്ട് അവൻ നിലവിളിച്ചു, അങ്ങയുടെ സന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുത്, അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുത്തു കളയരുത് എന്ന്. വിശുദ്ധ മരിയ പൗലോസിന്റെ ഡയറിയിൽ ഈശോ പ്രത്യേകമായിട്ട് പറയുന്നുണ്ട്, എൻ്റെ കരുണയിൽ ആശ്രയം വെക്കുന്ന ഒരു ദൈവ പൈതലിൻ്റെ അവൻ്റെ ഹൃദയത്തിൻ്റെ കരുണയ്ക്ക് വേണ്ടിയുള്ള ദാഹമല്ലാതെ അവൻ്റെ പാപത്തെക്കുറിച്ച് ഞാൻ ഒരിക്കലും ഓർക്കുകയില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇന്ന് ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ ജീവിതത്തിൽ ഏതൊക്കെ വിധത്തിലുള്ള തിന്മയുണ്ടെങ്കിലും, ഏതൊക്കെ വിധത്തിലുള്ള അകൃത്യങ്ങളുണ്ടെങ്കിലും, നമ്മുടെ പാപത്തേക്കാൾ വലുതാണ് ദൈവത്തിൻ്റെ കരുണ എന്ന് നമ്മൾ തിരിച്ചറിയണം. നമ്മുടെ അകൃത്യങ്ങളെക്കാൾ ആഴമുള്ളതാണ്, അനന്തമാണ് ദൈവത്തിൻ്റെ കൃപ എന്ന് തിരിച്ചറിയണം. ഒരിക്കൽ കൂടി കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മുടെ ജീവിതങ്ങൾ നമുക്ക് കൊടുക്കാം. സാംസന്റെ ജീവിതം അപജയത്തിലേക്ക് പോയതുപോലെ നാശത്തിൽ അവസാനിക്കേണ്ട ജീവിതമല്ല പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതം. യേശയ്യാ പ്രവചനത്തിൽ 40-ാം അധ്യായത്തിൽ വചനം പഠിപ്പിക്കുന്ന പോലെ, എന്നാൽ കർത്താവിൽ ആശ്രയിക്കുന്നവർ വീണ്ടും ശക്തി പ്രാപിക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും. അവർ ഓടിയാൽ ക്ഷീണിക്കുകയില്ല, നടന്നാൽ തളരുകയുമില്ല. വീണ്ടും ശക്തി പ്രാപിക്കുന്നതാണ് പറഞ്ഞത്. പണ്ട് ശക്തി ഉണ്ടായിരുന്നു, നഷ്ടപ്പെട്ടു പോയതായിരിക്കാം, എങ്ങനെയായിക്കോട്ടെ, വീണ് പോയതായിരിക്കാം, മറ്റു ചിലരെ വീഴ്ത്തിയതായിരിക്കാം. എന്തായാലും കർത്താവ് നമ്മളെ ശക്തിപ്പെടുത്തും. കർത്താവിൻ്റെ സന്നിധിയിലേക്ക് കരങ്ങളൊന്നും നമുക്ക് യാചനാപൂർവ്വം ഉയർത്തിപ്പിടിക്കാം, കണ്ണുകളടയ്ക്കാം. ജീവിതത്തിൽ ഏതൊക്കെ മേഖലയിലാണോ കർത്താവിൻ്റെ കരുണ ആവശ്യമുള്ളത്, കർത്താവിൻ്റെ കൃപ ആവശ്യമുള്ളത്, ആ മേഖല കൊടുക്കാം. രോഗികൾ രോഗത്തിൻ്റെ അവസ്ഥ ഈശോയ്ക്ക് കൊടുക്കുക. തകർച്ചയിലൂടെ കടന്നു പോകുന്നവർ തകർച്ച ഈശോയ്ക്ക് കൊടുക്കുക. കുടുംബത്തിൽ അനേകങ്ങൾ കർത്താവിന് കൊടുക്കുക. ഇടവക കൂട്ടായ്മയിലെ ആത്മീയ മന്ദതകൾ കർത്താവിന് കൊടുക്കുക. ആയിരിക്കുന്ന സമൂഹത്തിൻ്റെ പ്രത്യേക നിയോഗം നാളിൽ കർത്താവിന് കൊടുക്കുക. പ്രത്യേകിച്ച് ഈ നാളുകളിൽ ലോകത്തെ മുഴുവൻ വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന ഈ പകർച്ചവ്യാധിയുടെ പിടിയിൽ നിന്ന് കർത്താവ് ഞങ്ങളെ മോചിപ്പിക്കാൻ പ്രാർത്ഥിക്കുക. ഹൃദയം നിറങ്ങി എല്ലാവരും കർത്താവിനെ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ. കർത്താവേ, കരുണയായിരിക്കണമേ, കരുണയായിരിക്കണമേ കർത്താവേ. ദൈവപിതാവേ കനിയേണമേ, കരുണയായിരിക്കണമേ, ഞങ്ങളിൽ കരുണയായിരിക്കണമേ. കരുണാമയ കനിയേണമേ, ദൈവപിതാവേ കനിയേണമേ, കരുണയായിരിക്കണമേ, ഞങ്ങളിൽ കരുണയായിരിക്കണമേ. കരുണാമയ കനിയേണമേ, യേശുവേ നാഥ കനിയേണമേ, കരുണയായിരിക്കണമേ, ഞങ്ങളിൽ കരുണയായിരിക്കണമേ. ഹൃദയം നുറങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ്. മനമുരുകിയവരെ അവിടെ രക്ഷിക്കുന്നു. ജീവിതത്തിൻ്റെ ഏത് അവസ്ഥകളാണെങ്കിലും കർത്താവിന് കൊടുക്കാം. ലോകത്തിൻ്റെ വ്യത്യസ്ത ദിക്കുകളായിരുന്ന് ഈ നിമിഷം ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോ ദൈവമക്കളെ കർത്താവെ അങ്ങയുടെ കരുണകളിലേക്ക് സമർപ്പിക്കുന്നു. ഞങ്ങളുടെ പാപം വലുതാണെന്ന് ഞങ്ങൾ അറിയുന്നു, എങ്കിലും അങ്ങയുടെ കാരുണ്യം അതിനേക്കാൾ വലുതാണല്ലോ. ഞങ്ങളുടെ പാപം വലുതാണെന്ന് ഞങ്ങൾ അറിയുന്നു, ഞങ്ങളുടെ അവിശ്വസ്തത വലുതാണെന്ന് ഞങ്ങൾ അറിയുന്നു, എങ്കിലും അങ്ങയുടെ കാരുണ്യം അതിനേക്കാൾ വലുതാണല്ലോ. കരുണയായിരിക്കണമേ കർത്താവേ. പാപത്തിന്റെ അടിമത്തമുള്ള കുടുംബങ്ങളെ വിശുദ്ധീകരിക്കണമേ. ശാപഗ്രസ്തമായ കുടുംബങ്ങളെ വിശുദ്ധീകരിക്കണമേ. മനസ്സ് നുറങ്ങിയവരെ, ഹൃദയം നുറങ്ങിയവരെ ശക്തിപ്പെടുത്തണമേ കർത്താവേ. പ്രാർത്ഥിക്കാൻ പോലും പറ്റാത്ത നിരാശയിലായ സുഖപ്പെടുത്തണമേ കർത്താവേ. കർത്താവേ, ഞങ്ങളുടെ പാപങ്ങൾ കണക്കിലെടുക്കുമ്പോൾ അവയ്ക്ക് വേണ്ടിയുള്ള നമ്മുടെ പുത്രന്റെ പരിഹാര ബലിയെ ഗൗനിക്കണമേ. കരങ്ങൾ ഉയർത്തി നമ്മുടെ എല്ലാ നിയോഗങ്ങളെ സമർപ്പിച്ച് കർത്താവിനെ ആരാധിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഈ നിമിഷം ലോകത്തെ അറിയപ്പെടുന്ന എല്ലാ വിശുദ്ധ ബലിയുടെ യോഗ്യതയോട് ചേർത്ത് സഭയിലെ എല്ലാ വിശുദ്ധാത്മാക്കളുടെയും പ്രാർത്ഥനയോട് ചേർത്ത് സഹനം വഴി കർത്താവിന്റെ സന്നിധിയിൽ
തങ്ങളുടെ ദൗത്യം പൂർത്തിയാകുന്നില്ല സഹന ആത്മാക്കളോട് ചേർന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, കരുണയായിരിക്കണമേ. അവിശ്വസ്തത മുറിവുകൾ ഉണക്കണമേ കർത്താവേ. തകർച്ചയോടെ വന്നുപോയ, അപചയത്തോടെ വന്നുപോയ എല്ലാ കൃപയുടെ രാഹിത്യങ്ങളും മാറ്റി പുതിയൊരു അഭിഷേകം, പുതിയൊരു കൃപ, പുതിയൊരു ചൈതന്യം ഞങ്ങൾക്ക് നൽകണമേ കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിരാശ മാറട്ടെ, ദുഃഖം മാറട്ടെ, അവിശ്വാസം മാറിപ്പോകട്ടെ, ആത്മഹത്യയുടെ വിട്ടുമാറിപ്പോകട്ടെ. കർത്താവിൽ പ്രത്യാശ അർപ്പിക്കാൻ പറ്റാത്ത വിധം മരവിച്ച ജീവിതങ്ങള് ഇപ്പോൾ അവിടെ സുഖപ്പെടുന്നേ കർത്താവ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ, 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 ഈശോയെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന. ഹല്ലേലൂയ. കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് കരുണയായിരിക്കണമേ കർത്താവേ. ഈ ശുശ്രൂഷ പകരുന്ന എല്ലാ ദൈവമക്കളുടെ മേൽ, ഈ ഷെക്കീന ചാനലിലൂടെ ശുശ്രൂഷ പകരുന്ന എല്ലാ ദൈവമക്കളുടെ മേൽ അങ്ങയുടെ കരുണ ചൊരിയണമേ കർത്താവേ. പിതാവേ, കരുണ ചൊരിയണമേ. ഈശോയുടെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ഈശോയെ നന്ദി, പരിശുദ്ധാത്മാവേ നന്ദി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ കരുണയെക്കുറിച്ച് വിശുദ്ധ മരിയ ഫൗസ്റ്റിന ഡയറിയിൽ 1275 പാരഗ്രാഫിൽ കരുണയുടെ അപ്പസ്തോലയായ വിശുദ്ധ മരിയ ഫൗസ്റ്റിനോട് കർത്താവ് ഇപ്രകാരം പറഞ്ഞു: നീതിമാന്മാരോട് എന്നതിനേക്കാൾ ഞാൻ പാപികളോട് കൂടുതൽ കാരുണ്യം പ്രദർശിപ്പിക്കും. അവർക്ക് വേണ്ടിയാണ് ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നത്. അവർക്ക് വേണ്ടിയാണ് ഞാൻ എൻ്റെ രക്തം ചിന്തിയത്. എൻ്റെ അടുക്കൽ വരുവാൻ അവർ ഒട്ടും ഭയപ്പെടേണ്ടതില്ല. അവരാണ് എൻ്റെ കരുണയ്ക്ക് ഏറ്റവും അർഹതയുള്ളവർ. പാപത്തിൽ വീണു പോയവരാണ്, പാപിക്കാണ് ഏറ്റവും കൂടുതൽ കരുണയ്ക്ക് അർഹതയുള്ളത് എന്ന് ഈശോ പറയുകയാണ്. 1182 പാരഗ്രാഫിൽ വിശുദ്ധ മരിയ ഫൗസ്റ്റിന ഡയറിയിൽ ഈശോ പറഞ്ഞു: ഒരാത്മാവിൻ്റെ ദയനീയത എത്ര അധികമാണോ അത്രയും ശക്തമാണ് എൻ്റെ കരുണയ്ക്കുള്ള അതിൻ്റെ അവകാശവും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന വ്യക്തികളിൽ ആരാണോ കൂടുതൽ അവിശ്വസ്തത കാണിച്ചിട്ടുള്ളത്, ആരാണോ കൂടുതൽ ഇടറിപ്പോയിട്ടുള്ളത്, അവർക്കാണ് കർത്താവിൻ്റെ കൂടുതൽ കരുണ, കൂടുതൽ കൃപ സ്വീകരിക്കാൻ അവസരമുള്ളതെന്ന് കർത്താവ് പറയുകയാണ്. അവിടുത്തെ കരുണയെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കാൻ, ആഴത്തിൽ ഹൃദയത്തിൽ പതിപ്പിക്കാൻ വിശുദ്ധ മരിയ ഫൗസ്റ്റിനോട് കർത്താവ് തുടർച്ചയായിട്ട് പറയുകയാണ്. 1059 പാരഗ്രാഫിൽ: പാപിയും ബലഹീനനുമായ ആത്മാവ് എന്നെ സമീപിക്കുമ്പോൾ ഭയപ്പെടേണ്ട ആവശ്യമില്ല. പാപികളെ തേടി വന്ന യേശുവിൻ്റെ അടുത്തേക്കല്ലാതെ പാപി എവിടേക്കാണ് പോവുക? അവിടെ കർത്താവ് പറയാണ്: പാപിയും ബലഹീനനുമായ ആത്മാവ് എന്നെ സമീപിക്കുവാൻ ഭയപ്പെടേണ്ടതില്ല. ഒരാത്മാവിൻ്റെ പാപങ്ങൾ ലോകത്തിലെ മുഴുവൻ മണൽത്തരികളേക്കാൾ അധികമാണെങ്കിൽ പോലും അവയെല്ലാം എൻ്റെ അത്യഗാധമായ കരുണയുടെ അഗാധതയിൽ ആഴ്ന്നു പോകും. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരാത്മാവിൻ്റെ പാപങ്ങൾ ലോകത്തിലെ മുഴുവൻ മണൽത്തരികളേക്കാൾ അധികമാണെങ്കിലും ദൈവത്തിൻ്റെ കരുണയുടെ ആഴത്തിൽ അത് ആഴ്ന്നു പോകുമെന്ന് കർത്താവ് പറയുകയാണ്. അതിനാൽ നമ്മുടെ പാപത്തിൻ്റെ ആഴത്തിലേക്കല്ല നോക്കേണ്ടത് പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ കരുണയിലേക്കാണ് നമ്മൾ നോക്കേണ്ടത്. ജെറമ്യ 3:22 അവിശ്വസ്തരായ മക്കളെ തിരിച്ചു വരുവിൻ, ഞാൻ നിങ്ങളുടെ അവിശ്വസ്തത പരിഹരിക്കാമെന്ന് പറഞ്ഞത്. അവിശ്വസ്തത തിരിച്ചു വരിക, അവിശ്വസ്തത തിരിച്ചു വരുമ്പോൾ അവിശ്വസ്തത പരിഹരിക്കുന്നത് കർത്താവാണ്. അതുകൊണ്ട് ഇന്ന് ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ ജീവിതത്തിൻ്റെ സകല കുറവുകളും ബലഹീനതകളും നമുക്ക് കർത്താവിന് കൊടുക്കാം. ദാവീദ് കർത്താവിനോട് കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചതുപോലെ ഈ നാളുകളിൽ കർത്താവിൻ്റെ കരുണ സ്വീകരിക്കാൻ വേണ്ടി കർത്താവ് നമുക്ക് നൽകിയ ഒരു കർത്താവിൻ്റെ ഉപകരണമാണ്, പ്രാർത്ഥനാ ശുശ്രൂഷയാണ് കരുണയുടെ ജപമാല എന്നുള്ളത്. ഇതിനെക്കുറിച്ച് വിശുദ്ധ മരിയ ഫൗസ്റ്റിന ഡയറിയിൽ അനേക പാരഗ്രാഫുകളിൽ ഈശോ പറയുന്നുണ്ട്: നീ കരുണയുടെ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കണം, കരുണയുടെ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കണം. കരുണയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന ഞാൻ ചെല്ലുന്ന ജപമാലയുടെ എണ്ണത്തിൻ്റെ ശക്തി കൊണ്ടല്ല, എൻ്റെ ഉപവാസത്തിൻ്റെ ശക്തി കൊണ്ടല്ല, എൻ്റെ പരിഹാരത്തിൻ്റെ അരൂപി കൊണ്ടല്ല, മറിച്ച് ഈശോയുടെ പീഡാനുഭവത്തിൻ്റെ അതിദാരുണമായ പാടുപിടുകളുടെ യോഗ്യതയാൽ പിതാവേ കരുണയായിരിക്കണമെന്ന്. എനിക്ക് യാതൊന്നുമില്ല,
പഴയ നിയമത്തിൽ ദാവീദിനെ ഓർക്കണമേ എന്ന് നമ്മുടെ പൂർവ്വപിതാക്കന്മാരെ പ്രാർത്ഥിച്ചതുപോലെ, പിതാവേ ഞങ്ങളുടെ പാപങ്ങൾ കണക്കിലെടുക്കുമ്പോൾ അവയ്ക്ക് വേണ്ടിയുള്ള പരിഹാര ബലിയെയും ഗൗനിക്കണമേ എന്ന് കുരിശിൻ്റെ വഴി നമ്മൾ ചൊല്ലി പ്രാർത്ഥിക്കുന്നത് പോലെ, ഈശോയുടെ കുരിശിലെ ബലിയുടെ യോഗ്യതയാലാണ് കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. വിശുദ്ധ മരിയ ഫൗസ്റ്റൈൻ ഡയറിയിൽ കരുണയുടെ ജപമാല ചൊല്ലി കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനെക്കുറിച്ച് ഈശോ വെളിപ്പെടുത്തിയ കുറച്ച് പാരഗ്രാഫുകൾ അച്ഛൻ ഈ സമയത്ത് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. ജീവിതത്തിൻ്റെ വ്യത്യസ്തമായ മേഖലകളിൽ, ആത്മീയ ജീവിതത്തിലും ഭൗതിക ജീവിതത്തിലും സമൂഹത്തിലും ഉപജീവന മാർഗത്തിലും ഏത് മേഖലയിലാണോ ഒരു ദൈവ പൈതലിന് ദൈവത്തിൻ്റെ കരുണ ആവശ്യമുള്ളത്, ആ മേഖലയിൽ കരുണ സ്വീകരിക്കാൻ വേണ്ടി കർത്താവ് നമുക്ക് നൽകിയ എളുപ്പമാർഗമാണ് കരുണയുടെ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുക എന്നുള്ളത്. പ്രത്യേകിച്ച് ഇന്ന് ലോകത്തിൽ നമുക്ക് പരിഹരിക്കാൻ പറ്റാത്ത പ്രതിസന്ധികളുമായി നടക്കുമ്പോൾ, മാരകമായ പകർച്ചവ്യാധികളാൽ അനേക കാര്യങ്ങൾ ഓരോ ദിവസവും മരിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രത്യേകം നമ്മൾ പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥനയും കൂടിയാണ് ഈ കരുണയുടെ ജപമാല. ഈ കരുണയുടെ ജപമാലയെക്കുറിച്ച് ഈശോ വിശുദ്ധ മരിയ ഫൗസ്റ്റൈൻ ഡയറിയിൽ 929 പാരഗ്രാഫിൽ പറഞ്ഞു, കരുണയുടെ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ മാനവകുലം മുഴുവനെയും നീ എൻ്റെ അടുക്കൽ കൊണ്ടുവരുന്നു. ഇവിടെ കരുണയുടെ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഈശോ പറയാണ്, നീ ഒറ്റയ്ക്കല്ല പ്രാർത്ഥിക്കുന്നത്, മാനവകുലം മുഴുവനെയും നീ കൊണ്ടുവരുന്നു. ഇത് പ്രാർത്ഥിക്കുമ്പോൾ 2-3 വചനങ്ങൾ അവിടെ പൂർത്തീകരിക്കപ്പെടുന്നുണ്ട്. ഒന്ന്, ഭൂമി 2 പേർ യോജിച്ച് ചോദിക്കുന്ന ഏത് കാര്യവും ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമെന്നാണ്. ലോകത്തിൽ എവിടെയൊക്കെ ആളുകൾ പ്രാർത്ഥിക്കുന്നുണ്ടോ അവരുടെയൊക്കെ കൂട്ടായ്മയിൽ സ്വർഗസ്നായ പിതാവേ എന്നുള്ള പ്രാർത്ഥനയിൽ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് ഈശോ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചതുപോലെ, ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ്റെ മേലും, എൻ്റെ മേലും അല്ല പഠിപ്പിച്ചത്, ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ്റെ മേലും ഒരു ദൈവ പൈതൽ കരുണക്കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ അത് ഒരു കൂട്ടായ്മയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്, അത് ലോകം മുഴുവനും വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. അത് ഈ ഒരു പ്രാർത്ഥന ഒന്നാമത്തെ പ്രത്യേകതയാണ്. ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ്റെ മേലും 2 പേർ യോജിച്ചു ചോദിക്കുന്ന ഏത് കാര്യം എൻ്റെ സ്വർഗസ്നായ പിതാവ് നിറവേറ്റിരുന്ന വചനപ്രകാരം ഈ പ്രാർത്ഥനയ്ക്ക് അതിൻ്റെ കൃപയുണ്ട്. ഇതിൻ്റെ തന്നെ രണ്ടാമത്തെ ഒരു വശമാണ്, ഇത് സഹോദര സ്നേഹത്തിൻ്റെ പ്രാർത്ഥനയാണ്, ലോകത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥന. ഇൻസിനു ജേസു എന്ന പുസ്തകത്തിൽ മാർക്ക് ഡാനിയൽ കിർബി എന്ന ഒരു ബെനഡിക്റ്റൻ വൈദ്യനോട് ഈശോ പറയുന്നുണ്ട്, നീ സഹോദരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അത് സ്നേഹത്തിൻ്റെ പ്രവൃത്തിയാണ്. സ്നേഹം നിരവധി പാപങ്ങളെ മറയ്ക്കുന്നു. സ്നേഹത്തിൻ്റെ പ്രവൃത്തിക്ക് പ്രതിഫലം കിട്ടും. ലോകം മുഴുവനെയും കർത്താവിൻ്റെ സന്നദ്ധിയിലേക്ക് കൊണ്ടുവരുന്ന പ്രാർത്ഥനയാണ് ഈ കരുണയുടെ ജപമാല എന്ന് ഈശോ വളരെ വ്യക്തമായി വിശുദ്ധയോട് പഠിപ്പിക്കുകയാണ്. രണ്ടാമത്തെ ഒരു പ്രത്യേകത, വിശുദ്ധ മരിയ ഫൗസ്റ്റൈൻ ഡയറി 848 പാരഗ്രാഫിൽ ഈശോ ഇപ്രകാരം വിശുദ്ധയോട് പറഞ്ഞു, ഈ പ്രാർത്ഥന ചെല്ലുന്ന ആത്മാക്കൾക്ക് ഞാൻ എത്രയോ ഉന്നതമായ പ്രസാദവരങ്ങൾ നൽകും. ഉന്നതമായ പ്രസാദവരങ്ങൾ, ഉന്നതമായ പ്രസാദവരങ്ങൾ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ വർഷിക്കപ്പെടുന്നതിന് കാരണമാകുന്ന പ്രാർത്ഥനയാണ് കരുണയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന. പ്രസാദവരങ്ങൾ, കർത്താവിൻ്റെ കൃപ, കർത്താവിൻ്റെ അനുഗ്രഹങ്ങൾ, പ്രസാദവരങ്ങൾ, ഉന്നതമായ പ്രസാദവരങ്ങൾ ലഭിക്കുമെന്ന് കർത്താവ് പറയുകയാണ്. ഈ പ്രാർത്ഥന ചെല്ലുന്നവർക്ക് വേണ്ടി എൻ്റെ ദയാർദ്രമായ കരുണയുടെ ആഴങ്ങൾ ഞാൻ തുറന്നു വിടും. കരുണയുടെ ആഴങ്ങൾ ഞാൻ തുറന്നു വിടും. ഒരു ഡാമിൻ്റെ ഷട്ടർ തുറന്നാൽ ജലം കുത്തി ഒഴുകുന്നത് പോലെ കർത്താവ് പറയാണ്, എൻ്റെ ദയാർദ്രമായ കരുണയുടെ ആഴങ്ങൾ ഞാൻ തുറന്നു വിടും ഈ പ്രാർത്ഥിക്കുന്ന വ്യക്തികൾക്ക് വേണ്ടിയിട്ട്. കരുണയുടെ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്ന വ്യക്തികളെക്കുറിച്ച് പറയുകയാണ്, ഉന്നതമായ പ്രസാദവരങ്ങൾ സ്വീകരിക്കാൻ വേണ്ടി നമ്മളെ ഒരുക്കുന്ന പ്രാർത്ഥനയാണ് കരുണയുടെ ജപമാല. ഹല്ലേലൂയ, ഈശോയെ നന്ദി. കരുണയുടെ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ ലഭിക്കുന്ന അടുത്ത ഒരു കൃപ ഇതാണ്. 1541 പാരഗ്രാഫിൽ വിശുദ്ധ ഫൗസ്റ്റൈൻ ഈശോ പറഞ്ഞു, മരണാസന്നരുടെ സാന്നിധ്യത്തിൽ ഈ ജപമാല ചെല്ലുമ്പോൾ എൻ്റെ പിതാവിൻ്റെയും മരിക്കുന്ന വ്യക്തിയുടെയും മധ്യേ നീതിയുടെ വിധിയാളനായിട്ടല്ല, പിന്നെയോ കരുണയുള്ള രക്ഷകനായി ഞാൻ നിൽക്കുമെന്ന് എഴുതുക. നമ്മുടെ ചുറ്റുപാടുകളിൽ ആരെങ്കിലും മരണാസന്നനായി കഴിയുമ്പോൾ ആ വ്യക്തിയുടെ അടുത്ത് നിന്ന് വിശ്വാസമുള്ളൊരു വ്യക്തി ജപമാല ചെല്ലുമ്പോൾ, കരുണയുടെ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് പറയാണ്, ഇതാ ആ മരിക്കുന്ന വ്യക്തിയുടെ മുൻപിൽ കരുണയുള്ള രക്ഷകനായി ഞാൻ നിൽക്കുമെന്ന്.
എന്ന് വെച്ചാൽ മരണാസന്നർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറ്റിയ ഏറ്റവും നല്ലൊരു പ്രാർത്ഥനയാണ് കരുണയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന. നമ്മൾ അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ആ വ്യക്തിക്ക് കരുണ ലഭിക്കും. കർത്താവ് നീതിയോടെ അല്ല നിൽക്കുക, ഞാൻ കരുണയുള്ള രക്ഷകനായി ഞാൻ നിൽക്കുമെന്ന്. ഹല്ലേലൂയ. ഇന്ന് അനേകം കുടുംബങ്ങളിൽ മരണാസന്ന സന്നിധി ചെയ്തിട്ട് എന്ത് ചെയ്യണമെന്ന് പലർക്കും അറിഞ്ഞുകൂടാ. പ്രിയപ്പെട്ടവരെ, അന്ത്യശ്വാസം വലിക്കുമ്പോഴേക്കും അകവോടെ പകച്ചു നിൽക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അത് പകച്ചു നിൽക്കേണ്ട സമയമല്ല. ഒരു വ്യക്തി മരണത്തോട് അടുക്കുന്ന സമയത്ത് ആ വ്യക്തിയുടെ അടുത്ത് ആ വ്യക്തി കൊടുക്കാവുന്ന ഏറ്റവും വലിയ സഹായം എന്ന് പറയുന്നത് ആ വ്യക്തിയുടെ അടുത്തിരുന്ന് കരുണക്കൊന്തേലി പ്രാർത്ഥിക്കുക, കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഈശോ പഠിപ്പിക്കുകയാണ്, ആ വ്യക്തിയുടെ അടുത്ത് വിധിയാളനായിട്ടല്ല, നീതിയോടെ വിധിക്കുന്ന വിധിയാളനായിട്ടല്ല, പിന്നെയോ കരുണയുള്ള രക്ഷകനായി ഞാൻ നിൽക്കുമെന്ന് ഈശോ വളരെ വ്യക്തമായി പഠിപ്പിക്കുകയാണ്. ഹല്ലേലൂയ. അടുത്തൊരു പ്രത്യേകത, വിശുദ്ധ മരിയഫോസിന്റെ ഡയറിയിൽ 1797 പാരഗ്രാഫിൽ ഈശോ പറഞ്ഞു, എൻ്റെ മകളെ, ആത്മാക്കളെ രക്ഷിക്കാൻ എന്നെ സഹായിക്കുക. നമ്മൾ സാധാരണ കർത്താവെ ഞങ്ങളെ സഹായിക്കണമേ എന്ന് കർത്താവിനോട് പറഞ്ഞ് ശീലിച്ചാണ്. പക്ഷെ ഇവിടെ ഈശോ പറയാണ്, എൻ്റെ മകളെ, ആത്മാക്കളെ രക്ഷിക്കാൻ എന്നെ സഹായിക്കുക. നീ മരണാസന്നനായൊരു പാപിയുടെ അടുത്ത് ചെന്ന് ഈ ജപമാല ആവർത്തിച്ച് ചെല്ലുക. നേരത്തെ പറഞ്ഞ ഒരു വ്യക്തിയെ മരണത്തിന് വേണ്ടി ഒരുക്കാനുള്ളതാണ്. ഇവിടെ പറയാണ്, പാപിയായ ഒരു വ്യക്തിയുടെ അടുത്ത് ചെന്ന് ഈ ജപമാല ആവർത്തിച്ച് ചെല്ലുക. പാപിയായ വ്യക്തിക്ക് ഒരുപക്ഷെ ദൈവത്തെ വിളിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയായിരിക്കാം. ദൈവത്തെ വിളിക്കാനും മാത്രം വിശ്വാസം കൊണ്ടാണ് നിർബന്ധമില്ല. അവൻ്റെ ഹൃദയം കഠിനമായിരിക്കാം, അവളുടെ ഹൃദയം മരവിച്ചതായിരിക്കാം, ദൈവത്തെ പോലും തള്ളിപ്പറഞ്ഞ അവസ്ഥയായിരിക്കാം. ഈശോ പറയാണ്, ഒരു പാപിയുടെ അടുത്ത് ചെന്ന് ഈ ജപമാല ആവർത്തിച്ച് ചെല്ലുക. അപ്രകാരം എൻ്റെ കരുണയിൽ ശരണപ്പെടാനുള്ള കൃപ അവന് നേടിക്കൊടുക്കുക. എന്തെന്നാൽ അവൻ നിരാശയിൽ അകപ്പെട്ടു പോയിരിക്കുന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, നിരാശയിൽ അകപ്പെട്ട് ദൈവമേ എന്നൊന്ന് വിളിക്കാൻ പോലും പറ്റാത്ത വിധം മരണക്കിടക്കയിൽ കിടക്കുന്ന ഒരു വ്യക്തിയുടെ അടുത്ത് ചെന്നിട്ട് ഒരു വിശ്വാസമുള്ള ദൈവ പൈതൽ കരുണയുടെ ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചാൽ ആ നിരാശയിൽ കഴിയുന്ന ആത്മാവിന് കർത്താവ് കരുണ ചൊരിയും, പ്രത്യാശ നൽകുമെന്ന്. ഹല്ലേലൂയ. ഇത് മരണാസന്നന്റെ കാര്യത്തിൽ മാത്രമല്ല, ആരൊക്കെ നിരാശയിലും മനമടുപ്പിലും ആയിരിക്കുന്നുവോ അവർക്ക് വേണ്ടി മറ്റുള്ളവർ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ നിരാശ മാറും, മനസ്സിലെ അസ്വസ്ഥത മാറും, പ്രത്യാശ വന്നു നിറയും. അത് നമ്മുടെ യോഗ്യത കൊണ്ടല്ല, ഈശോയുടെ ബലിയുടെ യോഗ്യതയാൽ, ഈശോയുടെ പീഡാസനത്തിന്റെ യോഗ്യതയാൽ പിതാവ് നമ്മളോട് കരുണ ചൊരിയും. ഹല്ലേലൂയ. ഈശോയെ നന്ദി. വീണ്ടും വിശുദ്ധ മരിയഫോസിന്റെ ഡയറി 1541 പാരഗ്രാഫിൽ കരുണയെക്കുറിച്ച് ഈശോ പഠിപ്പിക്കുകയാണ്, എൻ്റെ മകളെ, ഞാൻ നിനക്ക് നൽകിയ കരുണയുടെ ജപമാല ചെല്ലാൻ ആത്മാക്കളെ പ്രോത്സാഹിപ്പിക്കുക. കരുണയുടെ ജപമാല ചൊല്ലി ചോദിക്കുന്നതെല്ലാം ഞാൻ അവർക്ക് നൽകും. കരുണയുടെ ജപമാല ചൊല്ലി ചോദിക്കുന്നതെല്ലാം ഞാൻ അവർക്ക് നൽകും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആത്മീയ മേഖലയിലും ഭൗതിക മേഖലയിലും കർത്താവിൻ്റെ കൃപ ചൊരിയപ്പെടുന്ന ഒരു ശുശ്രൂഷയാണ് കരുണയുടെ ജപമാല. ഈശോ പറയാണ്, കരുണയുടെ ജപമാല ചൊല്ലി ചോദിക്കുന്നതെല്ലാം ഞാൻ അവർക്ക് നൽകും. ഇന്ന് ഈ ശുശ്രൂഷയെ പകരുന്ന ദൈവ പൈതല്, നിൻ്റെ ആത്മീയ ജീവിതത്തിലാണെങ്കിലും ഭൗതിക ജീവിതത്തിലാണെങ്കിലും കുടുംബത്തിനാണെങ്കിലും ശുശ്രൂഷ ജീവിതത്തിനാണെങ്കിലും ആവശ്യം എന്ത് തന്നെയാണെങ്കിലും അത് ദൈവത്തിനറിയാം. മത്തായി 7:7 ചോദിക്കുവേ നിനക്ക് ലഭിക്കുമെന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ടല്ലോ. എങ്കിൽ കരുണയുടെ ജപമാല ചൊല്ലി ചോദിക്കുന്നതെല്ലാം ഞാൻ അവർക്ക് നൽകുമെന്ന് കർത്താവിൻ്റെ വചനം പഠിപ്പിക്കുകയാണ്. കർത്താവ് വിശുദ്ധിയോട് പറഞ്ഞത് ഇവിടെ രേഖപ്പെടുത്തി വെച്ചിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ലൂക്കായുടെ സുവിശേഷം 1:45 വചനം പഠിപ്പിക്കുന്നുള്ള പരിശുദ്ധ അമ്മയെക്കുറിച്ച്, കർത്താവ് അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. കർത്താവ് അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് പരിശുദ്ധ അമ്മ വിശ്വസിച്ചത് കൊണ്ടാണ് ഭാഗ്യവതിയായി തീർന്നത്. ഇവിടെ വിശുദ്ധ ഫൗസ്റ്റിയുടെ കർത്താവ് കരുണയുടെ ജപമാലയെക്കുറിച്ച് പറഞ്ഞു, അത് എൻ്റെ മകളെ, ഞാൻ നിനക്ക് നൽകി കരുണയുടെ ജപമാല ചെല്ലാൻ ആത്മാക്കളെ പ്രോത്സാഹിപ്പിക്കുക. ഇത് വിശുദ്ധിക്ക് മാത്രമുള്ളതല്ല, വിശ്വസിക്കുന്ന ആർക്കുമുള്ളതാണ്, എല്ലാ ആത്മാക്കും ഉള്ളതാണ്. ഇത് ചെല്ലാൻ വേണ്ടി പ്രോത്സാഹിപ്പിക്കണമെന്ന് ഈശോ വിശുദ്ധിയോട് പറയുകയാണ്. എങ്കിൽ ഇന്നിത് കേൾക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും ഉള്ളതാണ്. കരുണയുടെ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കണം. എന്തിനു വേണ്ടി? ഇത് ചൊല്ലി പ്രാർത്ഥിക്കുന്ന എല്ലാം കർത്താവ് നൽകും. ഹല്ലേലൂയ, ഹല്ലേലൂയ. എങ്കിൽ മാതാവ് വിശ്വസിച്ചതുപോലെ നമ്മൾ ഈ ദൂത് വിശ്വസിച്ച് കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിൻ്റെ കരുണ സ്വീകരിക്കാൻ വേണ്ടി പറ്റും. ഈശോ പറഞ്ഞു, കഠിന പാപികൾ ഇത് ചൊല്ലുമ്പോൾ അവരുടെ ആത്മാക്കളെ ഞാൻ സമാധാനം കൊണ്ട് നിറയ്ക്കും, അവരുടെ മരണസമയം സന്തോഷപ്രദമാക്കുകയും ചെയ്യും.
ജീവിതത്തിൽ പുണ്യത്തിൻ്റെ ആധിക്യങ്ങളോ വിശുദ്ധിയുടെ ചരിത്രമൊന്നും പറയാനില്ലാതെ പാപത്തിൻ്റെ ഓർമ്മകളും കഴിഞ്ഞ കാലത്തെ വീഴ്ചയുടെ ചരിത്രം മാത്രം ഓർക്കാനുള്ളവർ കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് ആത്മധൈര്യത്തോടെ പ്രാർത്ഥിക്കാവുന്ന പ്രാർത്ഥനയാണ് കരുണയുടെ ജപമാല. ഈശോയുടെ അതിദാരുണമായ പീഡാനുഭവങ്ങളെ യോഗ്യതയാൽ പിതാവേ ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ എന്ന്. ഹല്ലേലൂയ. ഈശോയെ നന്ദി. എന്തുകൊണ്ടാണ് ഇത് ചൊല്ലി പ്രാർത്ഥിക്കണമെന്ന് ഈശോ പറയുന്നത്? വിശുദ്ധ മരിയഭോഷൻ ഡയറിയിൽ 476 പാരഗ്രാഫിൽ ഈശോ വിശുദ്ധയോട് പറഞ്ഞു, ഓരോ പ്രാവശ്യവും ചാപ്പലിൽ പ്രവേശിക്കുമ്പോൾ ഇന്നലെ ഞാൻ നിന്നെ പഠിപ്പിച്ച ഈ പ്രാർത്ഥന ചൊല്ലുക. പ്രാർത്ഥന ചൊല്ലിയപ്പോൾ ആത്മാവിൽ ഞാൻ ഇങ്ങനെ കേട്ടു, ഈ പ്രാർത്ഥന എൻ്റെ ക്രോധത്തെ ശമിപ്പിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ ക്രോധത്തെ ശമിപ്പിക്കുന്ന പ്രാർത്ഥനയാണ് കരുണയുടെ ജപമാല. ഒരു ദേശത്തിൻ്റെ മേൽ, ഒരു സമൂഹത്തിൻ്റെ മേൽ, ഒരു വ്യക്തിയുടെ മേൽ ദൈവത്തിൻ്റെ ക്രോധം നിബന്ധിക്കുന്ന കാലഘട്ടമാണെങ്കിൽ, അത് ക്രോധമാസന്നമായ സമയമാണെങ്കിലോ കരുണയുടെ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ ഈശോ പഠിപ്പിക്കുകയാണ്, ഇത് ദൈവത്തിൻ്റെ എൻ്റെ പ്രാർത്ഥന, ഈ പ്രാർത്ഥന എൻ്റെ ക്രോധം ശമിപ്പിക്കുന്നു. ക്രോധം ശമിപ്പിക്കുന്നു. കരുണയുടെ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്നത് വ്യക്തി ജീവിതത്തിലും കുടുംബങ്ങളിലും ദേശത്തിൻ്റെ മേലൊക്കെ കർത്താവിൻ്റെ ക്രോധം ശമിപ്പിക്കുന്നതിന് കാരണമായി തീരും. എങ്കിൽ പ്രിയപ്പെട്ടവരെ, ഈ നാളുകളിൽ ലോകരാഷ്ട്രങ്ങൾ മുഴുവൻ പകർച്ചവ്യാധിയെ ക്ലേശിക്കുമ്പോൾ, അനേകായിരങ്ങൾ ഓരോ ദിവസവും മൺമറഞ്ഞു പോകുമ്പോൾ, എന്ത് ചെയ്യണമെന്നറിയാതെ സമ്പന്നരും ദരിദ്രരും ചെറിയ രാഷ്ട്രങ്ങളും വലിയ രാഷ്ട്രങ്ങളും എല്ലാം ആകുലപ്പെട്ട് പകച്ചു നിൽക്കുന്ന ഈ കാലഘട്ടത്തിൽ ഈ രോഗത്തിന് കാരണമായിട്ടുള്ള ഈ ലോകത്തിൻ്റെ എന്തെങ്കിലും തിന്മയുണ്ടെങ്കിൽ, മനുഷ്യൻ്റെ ഏതെങ്കിലും പാപമോ അകൃത്യമോ ദൈവസന്നിധിയിൽ പ്രതികാരത്തിന് വേണ്ടി നിലവിളിച്ചുകൊണ്ട് നമുക്ക് അറിഞ്ഞുകൂടാ. നമുക്ക് കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഇനി പാപത്തിൻ്റെ എന്തെങ്കിലും പ്രത്യാഘാതമായിട്ടാണ് ഈ ലോകത്തിൻ്റെ മേൽ വന്ന രോഗപീഠങ്ങളുണ്ടെങ്കിൽ കരുണയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഇനി അതല്ല, കർത്താവ് കരുണയ്ക്ക് വേണ്ടി, കർത്താവ് ലോകത്തിൻ്റെ മേൽ എന്തെങ്കിലും പുതിയ സന്ദേശം നൽകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കർത്താവിൻ്റെ കരുണയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. വിനാശത്തിൻ്റെ ഈ കൊടുങ്കാറ്റ് അവസാനിക്കുന്നിടം വരെ കർത്താവിൻ്റെ സന്നിധിയിൽ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ദൈവപൈതലേ, ദൈവസന്നിധി വിശ്വാസി, നമ്മൾ ചെയ്യേണ്ട കാര്യം ലോകത്തിന് വേണ്ടി കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നമ്മുടെ യോഗ്യത കൊണ്ടല്ല, നമ്മുടെ വിശുദ്ധി കൊണ്ടല്ല, ഈശോയുടെ പീഡാനുഭവത്തിന് യോഗ്യതയാൽ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ ക്രോധം മാറിപ്പോകാൻ വേണ്ടി. ഹല്ലേലൂയ. നമുക്ക് ദൈവം തന്ന വലിയൊരു താലന്താണ്. ഈ താലന്ത് കരുണയുടെ ജപമാല കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ലോകത്തെ നേടാൻ, ആത്മാക്കളെ നേടാൻ, തകർച്ചയിൽ നിന്ന് മാനവ സമൂഹത്തെ രക്ഷിക്കാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് കടമയുണ്ട്. അവിശ്വാസികൾക്ക് ഇത് സാധിക്കില്ല, യേശുവിനെ അറിയാത്തവർക്ക് ഇത് സാധിക്കില്ല. നമുക്കാണ് ഇതിനുള്ള അവസരം ലഭിച്ചിട്ടുള്ളത്. കർത്താവിൻ്റെ കരുണയെക്കുറിച്ച്, കർത്താവിൻ്റെ കരുണയുടെ ജപമാലയെക്കുറിച്ച് അറിവുള്ളവർക്ക്. അതുകൊണ്ട് ഈ ഞെരുക്കത്തെ നാളുകളിൽ സാധിക്കുന്നത്തോളം ജപമാല ചൊല്ലി നമുക്ക് പ്രാർത്ഥിക്കാം. വിശുദ്ധ മരിയഭോഷയുടെ ഡയറിയിൽ 1565 പാരഗ്രാഫിൽ ഈശോ പറഞ്ഞു, ഞാൻ ചാപ്പലിൽ പ്രവേശിച്ചപ്പോൾ കർത്താവ് എന്നോട് പറഞ്ഞു, എൻ്റെ മകളെ, മരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പാപിയെ രക്ഷിക്കാൻ എന്നെ സഹായിക്കുക. ഞാൻ നിന്നെ പഠിപ്പിച്ച കരുണയുടെ ജപമാല അവന് വേണ്ടി ചെല്ലുക. ഞാൻ ജപമാല ചൊല്ലാൻ ആരംഭിച്ചപ്പോൾ വളരെയധികം പീഡനങ്ങളുമായി മല്ലടിച്ച് മരിച്ചുകൊണ്ടിരുന്ന ഒരു മനുഷ്യനെ ഞാൻ കണ്ടു. അനേകായിരം പിശാചുക്കൾ അവന് വേണ്ടി കാത്തിരിക്കുന്നു. എന്നാൽ കരുണക്കൊന്ത ചെല്ലാൻ തുടങ്ങിയപ്പോൾ ഛായാചിത്രത്തിൽ കാണുന്നത് പോലെ, കരുണയുടെ ഈശോയുടെ ഛായാചിത്രത്തിൽ കാണുന്നത് പോലെ ഞാൻ ഈശോയെ കണ്ടു. ഈശോയുടെ ഹൃദയത്തിൽ നിന്ന് പുറപ്പെടുന്ന രശ്മികൾ ആ മനുഷ്യനെ പൊതിയുകയും ഉടനെ അന്ധകാര ശക്തികൾ ഭയപ്പെട്ട് ഓടിപ്പോവുകയും ചെയ്തു. ഇവിടെ സഹോദരങ്ങളെ, ഒരു പാപിയെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഈശോ വിശുദ്ധയോട് പറയുന്നത്. പാപിയെ രക്ഷിക്കാൻ വേണ്ടി വിശുദ്ധ കരുണക്കൊന്തയിൽ പ്രാർത്ഥിച്ചപ്പോൾ അനേകായിരം പിശാചുക്കൾ അവന് വേണ്ടി കാവൽ നിൽക്കുകയായിരുന്നു. ആ പിശാചുക്കളുടെ ആധിപത്യത്തിൽ നിന്ന് അവന് മോചനം ലഭിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഈ നാളുകളിൽ നമ്മുടെ കുടുംബങ്ങളിൽ പിശാചിൻ്റെ ആധിപത്യത്തിൽ കഴിയുന്ന യാതെങ്കിലും ഉണ്ടെങ്കിൽ, അത് യുവതി മക്കളായിരിക്കാം, മക്കളായിരിക്കാം, ജീവിത പങ്കാളിയായിരിക്കാം, നിരീശ്വരവാദികളായിരിക്കാം, സഭാവിരോധികളായിരിക്കാം, ഇവിടെ ആര് തന്നെയാണെങ്കിലും പിശാചിൻ്റെ കയ്യിലെ ഉപകരണമായി മാറിയിരിക്കുന്ന ഓരോരുത്തർക്കും വേണ്ടി നമ്മൾ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ ദൈവത്തിൻ്റെ, കർത്താവിൻ്റെ കരുണയുടെ ഈശോയുടെ ഹൃദയത്തിൽ നിന്ന് ഒഴുകിയിറങ്ങുന്ന കരുണയാൽ, ആ പ്രകാശത്താൽ പിശാചിൻ്റെ കോട്ടകൾ തകരും. ഇത് കർത്താവിൻ്റെ വാഗ്ദാനമാണല്ലോ.
അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ, ഈ നാളുകളിൽ കരുണയുടെ തിരുനാളിന് വേണ്ടി ഒരുങ്ങുമ്പോൾ മാത്രമല്ല, ജീവിതത്തിൽ സമയം കിട്ടുമ്പോഴൊക്കെ കരുണയുടെ ജപമാല ചൊല്ലി നമുക്ക് വേണ്ടിയും ദേശത്തിന് വേണ്ടിയും കരുണ യാചിക്കാനുള്ളൊരു കടമ നമുക്കുണ്ട്. നമ്മളെ കർത്താവ് ഏൽപ്പിച്ച ഒരു താലന്താണല്ലോ ഇത് വിനിമയം ചെയ്തതിൻ്റെ കണക്ക് കർത്താവിന് സന്ധ്യ നമുക്ക് കൊടുക്കാൻ ബാധ്യസ്ഥരാണല്ലോ. വീണ്ടും വിശുദ്ധ പൗലോസിന്റെ 811 പാരഗ്രാഫിൽ ഈശോ വിശുദ്ധയോട് പറഞ്ഞു, കരുണക്കൊന്ത ചെല്ലുന്ന ഓരോ ആത്മാവിനെയും അവരുടെ മരണസമയത്ത് എൻ്റെ മഹത്വം എന്ന നിലയിൽ ഞാൻ സംരക്ഷിക്കും. മരിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് വേണ്ടി മറ്റുള്ളവർ കരുണക്കൊന്ത ചെല്ലിയാലും ദണ്ഡവിമോചനം ലഭിക്കും. മരണാസന്നരുടെ കട്ടിലിനരികെ നിന്നുകൊണ്ട് കരുണക്കൊന്ത ചെല്ലുകയാണെങ്കിൽ ദൈവകോപം മാറിപ്പോവുകയും അളവറ്റ ദൈവകരുണ ആ ആത്മാവിനെ പുൽകുകയും ചെയ്യും. എൻ്റെ മകൻ്റെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി എൻ്റെ അനുകമ്പാർദ്രമായ കരുണയുടെ ആഴങ്ങൾ ഞാൻ തുറന്നുവിടും. ഹല്ലേലൂയ. വീണ്ടും 929 പാരഗ്രാഫിൽ ഈശോ പറഞ്ഞു, നീ ഇത് പ്രാർത്ഥിക്കുമ്പോൾ മാനവകുലത്തെ മുഴുവൻ എൻ്റെ അടുത്തേക്ക് നീ കൊണ്ടുവരികയാണ്. 714 പാരഗ്രാഫിൽ വിശുദ്ധയുടെ കർത്താവ് പറഞ്ഞു, ഞാൻ നിന്നെ പഠിപ്പിച്ച കരുണയുടെ ജപമാല എല്ലാ സിസ്റ്റേഴ്സും കുട്ടികളും കൂടി ചെല്ലണമെന്ന് നീ സുപ്പീരിയറിൻ്റെ അടുക്ക് ചെന്ന് പറയണം. എൻ്റെ പിതാവിനെ പ്രസാദിപ്പിച്ച് പോളണ്ടിൻ്റെ മേൽ കരുണ വർഷിക്കുവാനായി 9 ദിവസം അവർ ചാപ്പലിൽ ഒരുമിച്ച് കൂടി ഇത് പ്രാർത്ഥിക്കണം. 9 ദിവസം പോളണ്ടിൻ്റെ മേൽ കർത്താവിൻ്റെ കരുണ ചൊരിയപ്പെടാൻ വേണ്ടി നീ കരുണയുടെ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കണം. ഒരുപക്ഷെ അതിൻ്റെ തുടർച്ചയാണല്ലോ ഈ കരുണയുടെ നൊവേന 9 ദിവസം ചൊല്ലി കരുണയുടെ തിരുനാളിന് വേണ്ടി ഒരുങ്ങുന്നത്. കർത്താവ് പറയാണ്, പോളണ്ടിൻ്റെ മേൽ കരുണ വർഷിക്കുവാനായി നീ 9 ദിവസം ജപമാല ചൊല്ലി പ്രാർത്ഥിക്കണം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് ലോകം മുഴുവൻ വലിയ പ്രതിസന്ധി ഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് ലോകത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം, ലോകരാഷ്ട്രങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, നമ്മുടെ ഭാരതത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. ഈ പകർച്ചവ്യാധിയുടെ പ്രശ്നങ്ങൾ മാത്രമല്ല, കലഹങ്ങൾ, വർഗീയതകൾ, അനൈക്യങ്ങൾ, ജനാധിപത്യത്തിൻ്റെ മേൽ പിശാചിൻ്റെ ആധിപത്യങ്ങൾ, മനുഷ്യ സ്വാതന്ത്ര്യങ്ങൾ നിഹനിക്കപ്പെടുന്ന അവസ്ഥകൾ, വിശ്വാസികൾക്ക് വിശ്വാസം പ്രാക്ടീസ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥകൾ, ലോകത്തിലെ അഭയാർത്ഥികൾ പെരുകുന്നു. യേശുവിന്റെ നാമത്തെ പ്രതി 10,000-ങ്ങളും ജനലക്ഷങ്ങളും രക്തസാക്ഷികളാകുന്നു. യേശുവിന്റെ നാമത്തെ പ്രതി പീഡിപ്പിക്കപ്പെടുന്ന പീഡിത സമൂഹങ്ങൾ, സകലർക്കും വേണ്ടി കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള കടമ നമുക്കുണ്ട്. ഈശോ പറഞ്ഞു, പോളണ്ടിൻ്റെ മേൽ കരുണ വർഷിക്കുവാനായി 9 ദിവസം നീ കരുണയുടെ ജപമാല ചെല്ലണമെന്ന്. 687 പാരഗ്രാഫിൽ വിശുദ്ധ മരിയ ഫൗസ്റ്റിനോട് ഈശോ പറഞ്ഞു, പാപികൾക്ക് അവസാനത്തെ രക്ഷാമാർഗമായി വൈദികർ ഇത് നിർദ്ദേശിച്ചു കൊടുക്കണം. അവസാനത്തെ രക്ഷാമാർഗമാണ് കരുണയുടെ ജപമാല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് ഈ സമയം കർത്താവിന് സന്നിധിയിൽ നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. ഈശോ വിശുദ്ധയോട് പറഞ്ഞു, പാപികൾക്ക് അവസാനത്തെ രക്ഷാമാർഗമാണ് ഇത്. പാപികൾക്ക് അവസാനത്തെ രക്ഷാമാർഗമായി വൈദികർ ഇത് നിർദ്ദേശിച്ചു കൊടുക്കണം. നമ്മുടെ വ്യക്തിജീവിതത്തിൽ, കുടുംബങ്ങളിൽ, സഭാസമൂഹങ്ങളിൽ, നമ്മുടെ ദേശത്ത് പിശാച് എത്ര ആധിപത്യം പുലർത്തിയാലും, എത്ര പാപം വർദ്ധിച്ചാലും ദൈവത്തിൻ്റെ കരുണയിൽ ആശ്രയിച്ച് ദൈവത്തിൻ്റെ ക്രോധം മാറ്റാൻ, ദൈവത്തിൻ്റെ കൃപ സ്വീകരിക്കാൻ ദൈവം നമുക്ക് തന്ന അനുഗ്രഹത്തിൻ്റെ ശുശ്രൂഷയാണ് കരുണയുടെ ജപമാല. സാധിക്കുന്നിടത്തോളം കരുണയുടെ ജപമാല ചെല്ലാൻ നമുക്ക് തീരുമാനമെടുക്കാം. ഈ ദിവസങ്ങളിൽ മാത്രമല്ല, ഒരു 5 മിനിറ്റ് സമയം കിട്ടിയാൽ കരുണയുടെ ജപമാലയുടെ ഒരു രഹസ്യം ചെല്ലാൻ വേണ്ടി പറ്റിയാൽ, ഒരു 10 പ്രാവശ്യം ചെല്ലാൻ വേണ്ടി പറ്റിയാൽ, ഇനി ഒന്ന് എണ്ണാൻ പറ്റിയില്ലെങ്കിലോ ഈശോയുടെ സന്നിധിയിൽ ഒന്ന് ഹൃദയത്തിലൊന്ന് പ്രാർത്ഥിക്കാൻ പറ്റിയാൽ ആ ദേശം മുഴുവൻ്റെ മേൽ, നമ്മുടെ വ്യക്തി ജീവിതത്തിൽ, കുടുംബത്തിൽ കരുണയ്ക്ക് കാരണമായി തീരും. ദൈവത്തിൻ്റെ കൃപ ചൊരിയപ്പെടാൻ കാരണമായി തീരും. 2 കരങ്ങളൊന്ന് കർത്താവിന്റെ സന്നിധിയിലേക്ക് ഉയർത്തി ഇന്ന് ഈ ശുശ്രൂഷയെ പങ്കെടുത്തുകൊണ്ട് എല്ലാ വ്യക്തികളെയും ഈശോയുടെ സന്നിധിയിലേക്ക് കൊടുക്കാം. ലോകത്തിൻ്റെ വ്യത്യസ്ത ദിക്കുകളിലിരുന്ന് ഈ ശുശ്രൂഷ പങ്കെടുക്കുന്ന അനേക ആയിരങ്ങളെ കർത്താവെ അങ്ങയുടെ കരുണയിലേക്ക് സമർപ്പിക്കുന്നു. ഷെക്കേന ചാനലിലെയും ഇതിനുവേണ്ടി അധ്വാനിക്കുന്ന എല്ലാ ശുശ്രൂഷയെ സമർപ്പിക്കുന്നു. അടുത്ത ദിവസങ്ങളിൽ നടക്കുന്ന ശുശ്രൂഷയെ സമർപ്പിക്കുന്നു. ഈ ദിവസങ്ങളിൽ ലോകത്തിൻ്റെ വ്യത്യസ്ത ദിക്കുകളിൽ പ്രാർത്ഥനയായിരിക്കുന്ന ഓരോരുത്തരെയും സമർപ്പിക്കുന്നു. ഏറ്റവും പ്രത്യേകമായി ഇപ്പോൾ അങ്ങയുടെ കരുണ ആവശ്യമുള്ള ഓരോ ആത്മാവിനെ ഞങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവേ, കരുണ ചൊരിയണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയേ, 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 കരുണയായിരിക്കണമേ കർത്താവേ, കരുണയായിരിക്കണമേ കർത്താവേ, കരുണയായിരിക്കണമേ കർത്താവേ. ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. കരങ്ങളെ ഹൃദയത്തോട് ചേർത്ത് കണ്ണ് കടച്ച്, പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ,
പരിശുദ്ധനായ അമർത്യനേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. കണ്ണുകളടച്ചതാൻ നിമിഷ ഹൃദയത്തിൽ ഓരോ വ്യക്തികളും സ്വന്തം നിയോഗങ്ങൾ സമർപ്പിക്കുക. ഇന്ന് ഈ ശുശ്രൂഷയെ പങ്കെടുക്കുമ്പോൾ എന്താണോ ഹൃദയത്തിൽ അഭിലാഷം, വ്യക്തിജീവിതത്തിൽ ഏത് മേഖലയാണോ കൃപ ആവശ്യമുള്ളത്, ആ മേഖലകൾ കർത്താവിന് കൊടുക്കാം. ഈശോ ഇവിടെ ഉണ്ടല്ലോ. ദാവീദിനോട് കരുണ കാണിച്ച കർത്താവ്, ദാവീദിനോർത്ത് സോളനോട് കരുണ കാണിച്ച കർത്താവ്, ഈശോയുടെ അതിദാരുണമായ പീഡാനുഭവങ്ങൾ യോഗ്യതയാൽ നമ്മുടെ മേൽ, സഭയുടെ മേൽ, കുടുംബങ്ങളുടെ മേൽ കരുണ ചൊരിയപ്പെടാമെന്നൊക്കെ പ്രത്യേകം പ്രാർത്ഥിക്കാം. ഓരോരുത്തരും ഈശോയോട് പ്രാർത്ഥിക്കുന്നു. ഈശോയുടെ പീഡാസഹനങ്ങളെയോർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ, ഞങ്ങളുടെ യോഗ്യതയല്ല കർത്താവ്, ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകണമേ. പാപത്തിന്റെ ചെളിക്കുഴിയിൽ വീണ്ടും നിരാശയിൽ കഴിയുന്നവര്, പ്രാർത്ഥിക്കാൻ പോലും പറ്റാതെ മനസ്സ് മരവിച്ചവരെ കർത്താവേ അങ്ങയുടെ കരുണക്കടലിലേക്ക് സമർപ്പിക്കുന്നു, അങ്ങയുടെ കരുണക്കടലിലേക്ക് സമർപ്പിക്കുന്നു. ഞങ്ങളുടെ അകൃത്യങ്ങൾ പരിഗണിക്കരുത്. ഈശോയുടെ പീഡാനുഭവങ്ങളെ ഓർക്കണമേ. പിതാവേ ഞങ്ങളുടെ മേൽ, ലോകം മുഴുവന്റെ മേൽ. രോഗികളെ സുഖപ്പെടുത്തണമേ കർത്താവേ. തകർച്ചയുടെ കടന്നു പോലെ ആശ്വസിപ്പിക്കണമേ. ഉപജീവന മാർഗത്തിൽ ഞെരുക്കവരെ അനുഗ്രഹിക്കണ കർത്താവേ. മക്കളില്ലാത്ത ദമ്പതികളെ അനുഗ്രഹിക്കണമേ കർത്താവേ. കുടുംബ പ്രാർത്ഥന മുടങ്ങി കുടുംബങ്ങളിൽ അവിടുത്തെ കൃപ ചൊരിയണമേ കർത്താവേ. പഠന മേഖലയിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരെ അവിടുന്ന് ആശ്വസിപ്പിക്കണമേ, ശക്തിപ്പെടുത്തണമേ. മരണാസന്നരെ കർത്താവേ ഒരുക്കമുള്ള മരണം നൽകി അനുഗ്രഹിക്കണമേ കർത്താവേ. വിവാഹ ജീവിതാന്തസ്സം തിരഞ്ഞെടുക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നവരെ കർത്താവെ അനുഗ്രഹിക്കണമേ. വിശ്വാസത്തെ പീഡിപ്പിക്കപ്പെടുന്ന സംഭവം കൂടി ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവേ. കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിക്കുക. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഈശോയേ ഈശോയേ ഈശോയുടെ രക്തത്തെയോർത്ത് ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ പാടിപിടികളൊക്കെ ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ പീഡാനുഭവത്തിന് യോഗ്യതയായി എല്ലാവരും കർത്താവിനെ സ്തുതിക്കുന്നു. എല്ലാവരും കർത്താവിനെ വിളിക്കുക. പിതാവേ പിതാവേ ഈശോയുടെ ബലിയുടെ യോഗ്യതയാൽ, ഈശോയുടെ ബലിയുടെ യോഗ്യതയാൽ, ഈശോയുടെ പാടിപിടികളുടെ യോഗ്യതയാൽ, ഈശോയുടെ കുരിശിലെ ബലിയുടെ യോഗ്യതയാൽ ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ. കുടുംബങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ. വംശങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ. ഈശോയെ ആരാധന, ഈശോയെ ആരാധന, ഈശോയെ ആരാധന. കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് കണ്ണുകൾ അടച്ച് നമ്മളെയും നമ്മുടെ ജീവിതങ്ങളെയും അവിടുത്തെ കരുണയ്ക്കായി സമർപ്പിക്കുക. ഹല്ലേലൂയ. ഈശോയെ നന്ദി. കർത്താവിൻ്റെ കരുണയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിച്ചൊരുങ്ങാം. വരും ദിവസങ്ങളിലുള്ള ശുശ്രൂഷകളിലും ഇതേ സമയം ശുശ്രൂഷയിൽ പങ്കെടുത്ത് കർത്താവിൻ്റെ വലിയ കൃപ നമ്മുടെ മേലും ദേശം മുഴുവൻ്റെ മേലും നമുക്ക് സ്വീകരിക്കാം. ഈശോ എവരെയും അനുഗ്രഹിക്കട്ടെ.